Hi, good evening, everyone. Am I audible? Good evening, sir. Good evening. So, നമുക്ക് Yes, sir. സ്റ്റാർട്ട് ചെയ്യാം. മാരത്തോൺ ലെക്ചർ സീരീസിലെ നമ്മുടെ മൂന്നാമത്തെ ഡേ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്. ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലബസ് നോക്കുവാണെങ്കിൽ സിലബസിൽ ഇത്രയും ഏരിയാസ് ആണ് നമുക്കുള്ളത്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദി സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്, ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ദെൻ അതിനകത്ത് പല ഏരിയാസ് പറയുകയാണെങ്കിൽ ആർഗ്യുമെന്റ് ഫോംസ്, structure of categorical reposition, mood and figure, then formal and informal fallacies, use of language, annotation and denotation, classical square of position, then evaluating and distinguishing deductive and inductive argument, reasoning, then analogies and Venn diagram. ഇത് കൂടാതെ ഇന്ത്യൻ ലോജിക്കും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ ലോജിക് മീൻസ് ഓഫ് നോളജ്, ദെൻ പ്രമാണാസിനെ പറ്റിയുള്ള ബേസിക് അവയർനെസ് അവിടെ ആവശ്യമാണ്. അതുകൂടാതെ സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന. നമ്മൾ ഫാലസീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലോജിക് പ്രകാരം ഹേത്വഭാഷാസ് ആണ്. സോ ഹേത്വഭാഷാസിനെ പറ്റിയുള്ള അവയർനെസ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഇന്ന് നമ്മൾ ഈ ഒരു ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റേൺ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഇന്ത്യൻ ലോജിക്ക് നമ്മൾ രണ്ടാമത്തെ പാർട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് മി സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ ലോജിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യത്തെ കൺസെപ്റ്റ് ആർഗ്യുമെന്റ്സ് എന്താണ്. എന്താണ് ആർഗ്യുമെന്റ്, എന്താണ് അതിന്റെ റെലവൻസ്, എന്താണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് മി സ്റ്റാർട്ട് ഫ്രം ദാറ്റ് പോയിന്റ് ഇറ്റ്സെൽഫ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിങ് വൺ ഓർ മോർ പ്രമൈസസ്. അതായത് നമ്മളിപ്പോൾ ഒരു ആർഗ്യുമെന്റ് പറയുകയാണ്, ലൈക്ക് ഓൾ, ഐ റൈറ്റ് ഇറ്റ് ഹിയർ, ഓൾ humans are mortal എന്നൊരു സ്റ്റേറ്റ്മെന്റ്. ദെൻ സോക്രട്ടീസ് നോർമലി യൂസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, ഈസ് മോർട്ടൽ, സോക്രട്ടീസ് ഇസ് എ മാൻ, അങ്ങനെ എന്തെങ്കിലും, ആൻഡ് ദെർഫോർ സോക്രട്ടീസ് ഇസ് മോർട്ടൽ. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്, ദെൻ ഓൾ കാറ്റ്സ് ആർ മാമൽസ്, ഓൾ ഡോഗ്സ് ആർ കാറ്റ്സ്, അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് പ്രപ്പോസിഷൻസും ആ പ്രപ്പോസിഷൻസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺക്ലൂഷനും ചേരുന്നതാണ് ഒരു ആർഗ്യുമെന്റ്. ഓക്കെ, സോ ലെറ്റ് മി ഒരു 1 സെക്കൻഡ്. ഓക്കെ, റെക്കോർഡിങ്ങിന്റെ ഒരു ചെറിയ ട്രബിൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കേണ്ടി വരുന്നത്. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് എന്താണ് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞു. ലോജിക്കൽ റീസണിങ് കൺസെപ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആർഗ്യുമെന്റ് ആണ്. സോ വാട്ട് ഇസ് ആൻ ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിങ് വൺ ഓർ മോർ പ്രമൈസസ്. ഒന്നിൽ കൂടുതൽ പ്രമൈസുകൾ ചേർന്ന കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. Okay, it intended to demonstrate that another statement, that is the conclusion, is true. Like I'll show you an example. ഒരു ആർഗ്യുമെന്റിന് എക്സാമ്പിൾ, ഇതൊരു ആർഗ്യുമെന്റ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. See this one. All men are mortal. Socrates is a man. So Socrates is mortal. ഇത്തരത്തിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രമിസസുകൾ കാണാം. ഒന്നാമത്തെ പ്രമിസ് എന്ന് പറയുന്നത് ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്നതാണ്. ഇതൊരു പ്രമിസാണ്. അതോടൊപ്പം തന്നെ സോക്രട്ടീസ് ഈസ് എ മാൻ എന്ന് പറയുന്നത് ഒരു പ്രമിസാണ്. സോ ഇത്തരം പ്രമിസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇതിനകത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്ന സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്ന ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് വരുത്താൻ വേണ്ടി, ട്രൂ ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ സെറ്റ് ഓഫ് സെന്റൻസസ് ഓർ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. Okay, so you can see here, argument is a connected series of statements including one or more premises. നമ്മൾ കണ്ട എക്സാമ്പിളിൽ രണ്ട് പ്രമൈസുകൾ ഉണ്ടായിരുന്നു, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു. It intended to demonstrate that another statement, that is the conclusion, is true. പറയാൻ ശ്രമിക്കുന്നത് എന്താ? ഇതുവഴി ആ കൺക്ലൂഷൻ ശരിയാണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. സോ ആർഗ്യുമെന്റ് ഓഫർ പ്രൂഫ് ഫോർ ദി ക്ലെയിം.
ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കൺക്ലൂഷന് ഒരു എവിഡൻസ്, ഒരു പ്രൂഫാണ് നമ്മൾ തരുന്നത്. ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് കൺക്ലൂഷൻ ട്രൂ ആണ്, കൺക്ലൂഷൻ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുക. സോ ദി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സെർവ്സ് ആസ് premises ആൻഡ് കൺക്ലൂഷൻ സംടൈംസ് റെഫേർഡ് ടു ആസ് പ്രപ്പോസിഷൻസ്. ഈ പറയുന്ന പ്രമിസുകളെയും അതേപോലെ കൺക്ലൂഷനെയും നമുക്ക് പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, ഇത് ഡിക്ലറേറ്റീവ് അല്ലേ, ഡിക്ലെയർ ചെയ്യുമല്ലേ. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ ആൻഡ് സോക്രട്ടീസ് ഇസ് മോർട്ടൽ, സോക്രട്ടീസ് ഇസ് എ മാൻ, ഡിക്ലെയർ ചെയ്യുകയാണ്. സോ ദെയർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇത്തരം സ്റ്റേറ്റ്മെന്റ് ഡിക്ലറേറ്റീവ് ആയതുകൊണ്ട് അവയെ നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കും. ഓക്കെ, നമ്മളിപ്പോ രണ്ട് കൺസെപ്റ്റുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ആർഗ്യുമെന്റ് എന്താണെന്ന് പറഞ്ഞു, ദെൻ പ്രപ്പോസിഷൻസ്. പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസുകളെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്, ബിക്കോസ് ദേ ആർ ഡിക്ലറേറ്റീവ് ഇൻ നേച്ചർ. Then a premise. What is a premise? Premise is a statement that leads to an argument's conclusion. നമുക്ക് തന്നിരിക്കുന്ന ആർഗ്യുമെന്റ് കൺക്ലൂഷനിലേക്ക് നമ്മളെ നയിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് premise എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രകാരം നമ്മൾ പറഞ്ഞ all humans are mortal, ഇതൊരു premise ആണ്. അത് എന്തിനു വേണ്ടി അങ്ങനെ പറയുന്നു? all humans are mortal, Socrates is a man. ഇത് രണ്ടും നമ്മൾ പറയുന്നത് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്ന Socrates is mortal ട്രൂ ആണെന്ന് പറയാൻ വേണ്ടിയാണ്. സോ നമ്മളുടെ ആ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് premises, ആൻഡ് ഇറ്റ് ക്യാൻ ബി വൺ ടു ഓർ മെനി premises ഇൻ എ സിംഗിൾ ആർഗ്യുമെന്റ്. ഒരു ആർഗ്യുമെന്റിൽ തന്നെ ഒന്നോ രണ്ടോ അതിലധികമോ premises ഉണ്ടായിരിക്കാം. Then a conclusion is a statement that is reasoned or inferred from the argument's premises. നമ്മളുടെ ആർഗ്യുമെന്റിന്റെ പ്രമൈസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഇൻഫർ ചെയ്തെടുക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർഗ്യുമെന്റ്സ് ആർ ഇൻഫറൻഷ്യൽ ആൻഡ് ദേ കൺസിസ്റ്റ് ഓഫ് ദേ ഇന്റന്റ് ടു ഇൻഫർ സംതിങ്. എ കൺക്ലൂഷൻ ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് ആൻ ഇൻഫറൻസ്. ഈ കൺസെപ്റ്റുകൾ ഇത്രയും മാത്രമേ ഉള്ളൂ. എന്താണ് ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് ഒരു പ്രമിസ് ഉണ്ട്. ദെൻ ഈ പ്രമിസുകളെയും കൺക്ലൂഷനെയും ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഡിക്ലറേറ്റീവ് ആയതുകൊണ്ട് ഇവയെ നമുക്ക് പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കാം. അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് premises എന്ന് പറഞ്ഞാൽ ഈ premises എന്ന് പറയുന്നത് കൺക്ലൂഷൻ ശരിയാണെന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് premises എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് premises. ഈ premises കൊണ്ട് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവയെ ഇൻഫറൻസ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദി ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് യു നീഡ് അബൌട്ട് ആർഗ്യുമെന്റ്. നൗ ഇൻഫറൻസ് എന്ന് പറഞ്ഞു. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് കമ്മിങ് ടു എ ന്യൂ നോളജ് ഇസ് കോൾഡ് ഇൻഫറൻസ്. നമ്മളൊരു പുതിയ അറിവിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു രീതി, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫറൻസ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് എപ്പിസ്റ്റമോളജി ആൻഡ് ലോജിക്. റിമെമ്പർ ദാറ്റ് എപ്പിസ്റ്റമോളജിയിലും ലോജിക്കിലും നമ്മൾ പുതിയ നോളജ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എപ്പിസ്റ്റമോളജിയും ലോജിക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസ്റ്റമോളജി ഈസ് ദി സയൻസ് ഓഫ് ഷുവർ നോളജ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വാലിഡിറ്റി ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള സയൻസുകളാണ് അല്ലെങ്കിൽ തരത്തിലുള്ള സോഴ്സ് ഓഫ് നോളജിനെയാണ് നമ്മൾ എപ്പിസ്റ്റമോളജിയുടെ ഭാഗമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ നമുക്കൊരു ഷുവർ നോളജ് ആണെങ്കിൽ അത്തരം സയൻസിനെയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡീൽസ് വിത്ത് ദി നേച്ചർ ആൻഡ് വാലിഡിറ്റി ഓഫ് നോളജ്, അതായത് ട്രൂത്ത്ഫുൾനെസ് ഓഫ് അവർ നോളജ്. ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി, ഈ രണ്ട് കൺസെപ്റ്റുകളും വരുന്നത് എപ്പിസ്റ്റമോളജിയിലാണ്. അവിടെയാണ് എപ്പിസ്റ്റമോളജിയും ലോജിക്കും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ പഠിക്കുന്നത് ലോജിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരിടത്തും ട്രൂത്ത് ആസ്പെക്റ്റിനെ പറ്റിയോ ഫോൾസ് ആസ്പെക്റ്റിനെ പറ്റിയോ വറി ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ആക്ച്വലി വറി ചെയ്യേണ്ടത് വാലിഡിറ്റിയെ പറ്റിയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രൂത്ത്ഫുൾനെസ് ഓഫ് ഫോൾസിറ്റി. ആ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫോൾസിറ്റി ബിലോങ്സ് ടു ദി ഫീൽഡ് ഓഫ് എപ്പിസ്റ്റമോളജി. ആൻഡ് വാലിഡിറ്റി, ബേസിക്കലി വാലിഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും വെദർ ദിസ് ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആണോ വാലിഡ് ആണോ, ഈ കൺസെപ്റ്റുകളൊക്കെയാണ് ലോജിക്കിൽ വരുന്നത്. അല്ലാതെ ലോജിക്ക് ഒരിക്കലും ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാറില്ല. ആ ട്രൂത്ത്ഫുൾനെസ്സും ഫോൾസിറ്റിയും വരുന്നത് എപ്പിസ്റ്റമോളജിയിലാണ്. ലോജിക് ഡീൽസ് വിത്ത് ദി കറക്റ്റ് ഫോം ഓഫ് ആർഗ്യുമെന്റ്. കണ്ടോ, ലോജിക്കിൽ വരുന്നത് ആ ഫോം, ആർഗ്യുമെന്റ് സ്ട്രക്ചർ, ആ ഒരു അറേഞ്ച്മെന്റ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹൗ ടു യൂസ് വൺസ് മൈൻഡ്സ്,
ഇറ്റ് ബേസിക്കലി ടീച്ചേഴ്സ് ഹൗ ടു ഡ്രോ എ കൺക്ലൂഷൻ ഫ്രം എ ഗീവൺ പ്രമിസസ്. തന്നിരിക്കുന്ന പ്രമായത്തിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ആ പ്രമായസുകൾ വെച്ചുകൊണ്ട് നമുക്ക് എത്താവുന്ന കൺക്ലൂഷൻ എന്താണ്, അതിനെപ്പറ്റി മാത്രമാണ് ലോജിക്ക് പറയുന്നത്. വേറെ എപ്പിസ്റ്റമോളജി ആണെങ്കിൽ ആ പറയുന്ന കൺക്ലൂഷൻ ശരിയാണോ, ട്രൂത്ത്ഫുൾ ആണോ, ഇൻ റിയാലിറ്റി പോസിബിൾ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്താൽ മാത്രമേ അത് എപ്പിസ്റ്റമോളജി ആവൂ. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടീച്ചേഴ്സ് whether what we thought or arrived at is true or false. See, ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നേയില്ല. ചെയ്യും, പല സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ലോജിക്കലി ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരിക്കലും അതിന്റെ ട്രൂത്ത്ഫുൾനെസ്സും ഫോൾസിറ്റിയും ചെക്ക് ചെയ്തെന്നല്ല. ലോജിക്കലി ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡിറ്റി അല്ലെങ്കിൽ ആ സ്ട്രക്ചർ പ്രോപ്പർ ആണ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി ബിലോങ്സ് ടു ദി ഫീൽഡ് ഓഫ് എപ്പിസ്റ്റമോളജി. ലോജിക് is all about correct form of argument. ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ, കറക്റ്റ് ഫോം, ആ ഒരു കറക്റ്റ് ഫോമിനെ പറ്റിയാണ് ലോജിക് എപ്പോഴും പറയുന്നത്. അല്ലാതെ ലോജിക് അവിടെ ട്രൂത്ത്ഫുൾനെസിനെ പറ്റിയോ വാലിഡിറ്റിയെ അല്ലെങ്കിൽ ഫോൾസിറ്റിയെ പറ്റിയോ നമ്മളോട് പറയുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ആർഗ്യുമെന്റ് എന്താണെന്ന് പറഞ്ഞു, ദെൻ ഇൻഫറൻസ് കൺസെപ്റ്റ് പറഞ്ഞു, ദെൻ ഇൻഫറൻസ് എപ്പിസ്റ്റമോളജിയിലും ലോജിക്കിലും തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആർഗ്യുമെന്റ് can be classified into different types. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാവുന്നത്, ഒന്ന് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഓർ ഡിഡക്റ്റീവ് റീസണിങ്, രണ്ടാമതായിട്ട് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഓർ ഇൻഡക്റ്റീവ് റീസണിങ്, ആൻഡ് മൂന്നാമതായിട്ട് അബ്ഡക്റ്റീവ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് ഓർ അബ്ഡക്റ്റീവ് റീസണിങ്. ഓക്കെ, സോ ആർഗ്യുമെന്റ് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റി മാത്രമല്ല, ഏറ്റവും ബ്രോഡ്ലി നമ്മൾ പറയുമ്പോൾ 3 ടൈപ്പുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയും. ഒന്ന് ഇൻഡക്റ്റീവ്, രണ്ട് അബ്ഡക്റ്റീവ്, ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് അബ്ഡക്റ്റീവ്. ഓക്കെ, സോ ലെറ്റ് മീ ഡിസ്കസ്, ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ്, ഡിഡക്റ്റീവ് റീസണിങ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഇവിടെ നിങ്ങൾ ഓർക്കുക, ഡിഡക്റ്റീവ് റീസണിങ്ങിനെ പറ്റി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക് ആസ്പെക്റ്റിലേക്ക് എത്തുവാണെങ്കിൽ അത് ഡിഡക്റ്റീവ് ആണ്. ഒരു ജനറലൈസേഷനിൽ നിന്നും സ്പെസിഫിക്കിലേക്കാണ് നമ്മൾ എത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഓർ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻ ആർഗ്യുമെന്റ് വേർ ദി കൺക്ലൂഷൻ ഫോളോസ് വാലിഡിറ്റി ഫ്രം ദി പ്രമൈസസ്. പ്രമൈസുകളിൽ നിന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ വാലിഡ് ആയിരിക്കും. പ്രമൈസിൽ നിന്നും വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ മാത്രമേ എടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ജനറലൈസ്ഡ് പ്രമൈസും അതിൽ നിന്നും എടുക്കുന്ന സ്പെസിഫിക് കൺക്ലൂഷനും ചേർന്നതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. Can see it here. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്താണ്? ഓൾ മെൻ. കണ്ടോ, ഇതെന്താ പറയുന്നത്? ഇതൊരു ജനറലൈസേഷൻ ആണ്, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ലോകത്തുള്ള എല്ലാ മെന്നും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ മെന്നും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട്, സോക്രട്ടീസ്. കണ്ടോ, ജനറൽ ടു സ്പെസിഫിക്. കൺക്ലൂഷൻ എന്താ നോക്കി, കൺക്ലൂഷൻ ഈ തന്നിരിക്കുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഈ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ജനറൽ എല്ലാവരും മോർട്ടലാണെങ്കിൽ സോക്രട്ടീസും മോർട്ടലാണ്. ആ എല്ലാവരിൽ നിന്നും ഒരു പാർട്ടാണ് സോക്രട്ടീസ്. സോ ജനറലൈസേഷനിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് എത്തുവാണെങ്കിൽ ഇത്തരം ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദി അബവ് എക്സാമ്പിൾ, ദി പ്രമൈസസ് ഓൾ മെൻ ആർ മോർട്ടൽ ആൻഡ് സോക്രട്ടീസ് ഇസ് എ മാൻ gives us a guarantee that the conclusion will be true. അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും നമുക്കൊരു ഉറപ്പാണ്. ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷൻ എലമെന്റ് ഇല്ല. ഈ തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും ഫോർ ഷുവർ. അതായത് നമുക്ക് വരുന്ന 2 പ്രമീസുകളും ട്രൂ ആണെങ്കിൽ നമ്മളുടെ കൺക്ലൂഷൻ എന്തായാലും ട്രൂ ആയിരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ഡിഡക്റ്റീവ് ഇൻ നേച്ചർ. തന്നിരിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ സ്പെസിഫിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ദിസ് such an argument is called a deductive argument. You got it? ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഫോളോ ചെയ്യുന്നുണ്ടോ? Yes, sir. ഓക്കെ, ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരു ലോജിക്കൽ റീസണിങ് ഏരിയ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ വെച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ലോജിക്കൽ റീസണിങ് ആണ്. പല ആളുകൾക്കും ഇത് അവരുടെ കംഫർട്ട് സോണിലുള്ള ഒരു സബ്ജക്റ്റ് ആകണമെന്നില്ല. പക്ഷേ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രോഡ്ലി ഈ ഒരു ഇന്നത്തെ ഈ പാർട്ട് 1 ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം
ഒരു 90% ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതിനകത്തുണ്ടാവും. ബിക്കോസ് മറ്റ് സബ്ജക്റ്റുകൾ പോലെ ഇതിന് പുറത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും. ഫോർ ദാറ്റ് നിങ്ങൾ എന്താ പറയുക, ഒരു 100% ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ത്രൂ ഔട്ട് നിങ്ങളുടെ റെലവൻറ്റ് നോട്ട്സ് മേക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് ഇവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ആർഗ്യുമെന്റ് എന്താണെന്ന് പറഞ്ഞു, ഇൻഫറൻസ് പറഞ്ഞു, എപ്പിസ്റ്റമോളജി പറഞ്ഞു, ലോജിക് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ആയിട്ടുള്ള ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ തന്നെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് സെയിം എക്സാമ്പിൾ ആണ്, മറ്റൊരു എക്സാമ്പിൾ അല്ല, സോറി, സെയിം എക്സാമ്പിൾ മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓൾ മെൻ ആർ മോർട്ടൽ, ഐ ആം എ മാൻ, സോ ഐ ആം മോർട്ടൽ. സംഭവിച്ചിരിക്കുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ഇസ് ദർ, ജനറൽ ടു സ്പെസിഫിക്. Deductive reasoning is an inferential process that support conclusion with certainty. Deductive reasoning ആണെങ്കിൽ കൺക്ലൂഷൻ certain ആണ്, ഉറപ്പാണ്. അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള യാതൊരു ചാൻസും ഇല്ല. ഓക്കെ, ദെൻ ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ ക്വാളിറ്റി പറയുന്നത്, അതായത് അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് വാലിഡിറ്റി ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രൂത്ത്ഫുൾനെസ് ഓർ ഫോൾസിറ്റി. നമുക്ക് ആ സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ ദി ആർഗ്യുമെന്റ് വിൽ ബി വാലിഡ്. Validity is the attribute of deductive arguments that denotes logical strength. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ആർഗ്യുമെന്റ് എത്രമാത്രം ലോജിക്കലി സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നത് ആ ആർഗ്യുമെന്റ് വാലിഡിറ്റി ആണ്. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് നമ്മൾ വാലിഡ് ആണോ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഒന്നാമതായിട്ട്, ഫസ്റ്റ് വി നീഡ് ടു അസ്യൂം ദാറ്റ് ദി പ്രമിസസ് ആർ ട്രൂ. നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഈവൻ ഇഫ് ദേ ആർ നോട്ട്, നമ്മളിപ്പോ ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്നൊരു പ്രമിസ് കാണുവാണ്, ട്രൂ ആണോ? ട്രൂ അല്ലെങ്കിലും ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോജിക്കാണ്, എപ്പിസ്റ്റമോളജി അല്ല. ഓക്കെ, ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രമിസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുന്നതിൽ നിന്നും എടുക്കാവുന്ന കൺക്ലൂഷൻ ആണോ നമുക്ക് തന്നിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് റിയാലിറ്റിയിൽ അങ്ങനെ അല്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഉത്തരവല്ല. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ട്രൂത്ത്ഫുൾനെസിനെ പറ്റി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് വേണ്ടത് വാലിഡിറ്റി ആണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന പ്രമിസുകൾ ട്രൂ ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യാം. രണ്ടാമതായിട്ട്, then ask yourself whether the conclusion would need to be true, assuming the premises are true. അത് premises ട്രൂ ആണെങ്കിൽ ഈ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കണമോ എന്ന് സ്വയം ചോദിക്കുക. അത്രയേ ഉള്ളൂ. പ്രമിസസിന് അടുത്ത് ഒന്നും എടുക്കാവുന്ന ഒന്നാണോ ഈ കൺക്ലൂഷൻ എന്ന് ചോദിക്കുക. എടുക്കാവുന്നതാണെങ്കിൽ ആർഗ്യുമെന്റ് വാലിഡ് ആണ്. സോ ദാറ്റ്സ് ദി ഫീച്ചർ. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വാലിഡിറ്റി ആണ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൂത്ത്ഫുൾനെസിനെ പറ്റി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണിത്. ഒരു പ്രമിസ് നിങ്ങൾ നോക്കി തന്നിരിക്കുന്നത് ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്. സി, ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്. Then all dragons are birds. എല്ലാ ഡ്രാഗൺസും ബേഡ്സ് ആണ്. Then all dogs are birds. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഈ വെദർ ഇറ്റ് ഈസ് എപ്പിസ്റ്റമോളജിക്കലി ട്രൂ, നോ. നമ്മളിവിടെ എപ്പിസ്റ്റമോളജിയെ പറ്റി ചിന്തിക്കുന്നില്ല, ട്രൂത്ത് വാല്യൂയെ പറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യം എന്താണ്? ഈ തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും ശരിയാണെങ്കിൽ നമുക്ക് ഈ കൺക്ലൂഷൻ എടുക്കാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണ്, ഡോഗ്സ് എല്ലാം ഡ്രാഗൺസ് ആണ്, ദെൻ ഡ്രാഗൺസ് എല്ലാം ബേഡ്സ് ആണ്. എല്ലാ ഡ്രാഗൺസും ബേഡ്സ് ആണ്, അതിനർത്ഥം എല്ലാ ഡോഗ്സും ബേഡ്സ് ആണെന്നാണ്. സോ ദാറ്റ് ഈസ് ട്രൂ ഓർ ദാറ്റ് ഈസ് വാലിഡ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് വാലിഡിറ്റി ആണ്. ദിസ് ഈസ് എ വാലിഡ് ആർഗ്യുമെന്റ് ബിക്കോസ് ഇഫ് ഓൾ പ്രമിസസ് വെയർ ട്രൂ, തന്നിരിക്കുന്ന പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ then the conclusion would follow by necessity. പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ ഈ കൺക്ലൂഷൻ കിട്ടിയേ പറ്റൂ. ഈ കൺക്ലൂഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ബിക്കോസ് അതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പായിട്ട് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇത്തരം എക്സാമ്പിൾസ് വരുമ്പോഴും ഇവിടെ നമ്മൾ ട്രൂ വാല്യൂയെ പറ്റി ചിന്തിക്കേണ്ട, തന്നിരിക്കുന്ന പ്രമിസുകളിൽ നിന്നും എടുക്കാൻ പറ്റുന്ന ഒന്നാണോ കൺക്ലൂഷൻ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ വാലിഡിറ്റി ഈസ് അബൌട്ട് ദി ഫോം ഓഫ് ദി ആർഗ്യുമെന്റ്
നോട്ട് അബൌട്ട് ദി ട്രൂത്ത് ഓഫ് ഇറ്റ്സ് പ്രമൈസസ്. ഇതെല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. വാലിഡിറ്റി ഈസ് അബൌട്ട് ദി ഫോം ഓഫ് ദി ആർഗ്യുമെന്റ് സ്ട്രക്ചർ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ട്രൂത്ത്ഫുൾനെസ് ഓർ ഫോൾസിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ആൻഡ് വാലിഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. നമുക്ക് അടുത്ത ഏരിയാസ് പറയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ദെൻ രണ്ടാമതായിട്ട് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ജനറലൈസേഷനിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് എത്തുവാണെങ്കിൽ അത് ഡിഡക്റ്റീവ് ആണ്. സ്പെസിഫിക്കിൽ നിന്നും ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ്. ഓക്കെ, so when an argument where the premises points several cases of some pattern and the conclusion states that pattern will hold in general. അതായത് ഈ ഒരു ആർഗ്യുമെന്റിനകത്ത് നമ്മളുടെ പ്രമിസുകൾ പറയുന്നത് ഒരു സം കൈൻഡ് ഓഫ് പാറ്റേൺ ഈസ് ദെയർ. നമ്മൾ ഒബ്സർവ് ചെയ്ത 1000 എണ്ണത്തിൽ അല്ലെങ്കിൽ 500 എണ്ണത്തിൽ ഈ ഒരു പാറ്റേൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ആ ഒരു പാറ്റേൺ കാണണം എന്ന് പറയുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് ആണ്. Okay, so an inductive argument will not be deductively valid. Deductively അത് വാലിഡ് ആവില്ല. ബിക്കോസ് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് സ്പെസിഫിക്കിലേക്ക് പോകല്ല, സ്പെസിഫിക്കിൽ നിന്ന് ജനറലൈസ് ചെയ്യുകയാണ്. ഐ ഷോ യു വൺ എക്സാമ്പിൾ. See this example, you'll get it. Example, we have seen 1000 swans. 1000 ഹംസങ്ങളെ നമ്മൾ കണ്ടു. ആൻഡ് all of them have been white. നമ്മൾ കണ്ട ഈ 1000 എണ്ണവും വൈറ്റ് ആയിരുന്നു. കൺക്ലൂഷൻ, all swans are white. What happened here? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ട 1000 സ്വാൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ 1000 സ്വാൻസ് വൈറ്റ് ആയിരുന്നു. അതിനർത്ഥം നമ്മൾ കണ്ട സ്പെസിഫിക് കാറ്റഗറി ലോകത്തുള്ള എല്ലാമല്ല, നമ്മൾ കണ്ട ഈ 1000 വൈറ്റ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്താണ് ജനറലൈസ് ചെയ്തിരിക്കുന്നത്? ഓൾ സ്വാൻസ് ആർ വൈറ്റ്. ദാറ്റ് മീൻസ് ലോകത്തുള്ള എല്ലാ സ്വാൻസും വൈറ്റ് ആണെന്നാണ്. അതായത് പെർട്ടിക്കുലറിൽ നിന്നും അല്ലെങ്കിൽ സ്പെസിഫിക്കിൽ നിന്നും നമ്മൾ ജനറലൈസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ശരിയാകുമോ എല്ലായ്പ്പോഴും? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എല്ലായ്പ്പോഴും ശരിയായിരിക്കണം എന്ന് പറഞ്ഞു. അതായത് premises ട്രൂ ആണെങ്കിൽ conclusion will be true with certainty. പക്ഷേ ഇവിടെയോ premises ട്രൂ ആണ്. 1000 ഹംസങ്ങൾ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ 1000 സ്വാൻസ് അങ്ങനെയായിരുന്നു. പക്ഷേ ലെറ്റ് മി ടെൽ യു, അതിന് 1001ാമത്തെ ഒരെണ്ണം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് ബ്ലാക്ക് ആയി പോയാലോ? ഈ പറയുന്ന കൺക്ലൂഷൻ ഹോൾഡ് ചെയ്യുമോ? ഇല്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാമ്പിൾ കണ്ടിട്ട് ജനറലൈസ് ചെയ്യുമ്പോഴൊക്കെ ഇൻഡക്റ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കുറച്ച് ഐറ്റത്തിന്റെ ഫീച്ചേഴ്സ് നോക്കുന്നു, ദെൻ വി ആർ ജനറലൈസിങ് ദി പാറ്റേൺ. ആ ഒരു കൺസെപ്റ്റ് വരുവാണെങ്കിൽ അതിനെയാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, so the study of inductive reasoning is generally carried out in the field of informal logic or critical thinking. നമ്മളിപ്പോൾ റിസർച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. ബിക്കോസ് വി ഡോണ്ട് നോ ദി ജനറൽ ഫീച്ചർ ഓഫ് ദി പോപ്പുലേഷൻ എങ്ങനെയാണ് നമുക്കറിയില്ല. അതിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു പെർട്ടിക്കുലർ സാമ്പിൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ജനറൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. സോ ഡിഡക്റ്റീവ് റീസണിംഗ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ മച്ച് പ്രോഗ്രഷൻ ഓഫ് നോളജ്. അത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഡിഡക്റ്റീവ് റീസണിംഗ് പുതിയ നോളജ് നേടിയെടുക്കാൻ സഹായിക്കുമോ? നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ലോകത്തുള്ള എല്ലാവരും മോർട്ടലാണെന്ന് നമുക്ക് അറിയാം, റൈറ്റ്? ലോകത്തുള്ള എല്ലാവരും മോർട്ടലാണെന്നുള്ളത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ആ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ തിയറിയിൽ നിന്നും ഒരു ഇൻഡിവിജ്വൽ അതിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് അദ്ദേഹവും മോർട്ടലാണെന്നാ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഒരു പുതിയ നോളജ് അറൈവ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജിൽ പുതിയ അഡീഷൻസ് വരുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഇവിടെ നമുക്ക് അറിയാവുന്നത് കുറച്ച് കാര്യമുള്ളൂ. ആ കുറച്ച് പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യുവാണ്. പുതിയൊരു നോളജ്, ഓക്കെ, ആ ഒരു പുതിയൊരു നോളജ് ഗെയിൻ ചെയ്യാൻ എപ്പോഴും സഹായിക്കുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. സോ ഇൻഡക്റ്റീവ് റീസണിംഗ് മേ നോട്ട് ബി 100% ആക്യുറേറ്റ് ഓൾ ദി ടൈം. അത് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലായ്പ്പോഴും 100% ശരിയാകണമെന്നില്ല.
it is still a relatively quick way to make decision. Even though ഈ ഒരു പോപ്പുലേഷൻ മൊത്തം നോക്കി ഡിസിഷൻ എടുക്കുന്നതിലും പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഇഫ് ഓൾ പ്രമിസസ് ആർ ട്രൂ, then it is highly likely or probable that the conclusion would also be true. അതായത് നമ്മൾ എങ്ങനെയാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ പറഞ്ഞത്? ഡിഡക്റ്റീവ് റീസണിങ്ങിൽ നമ്മൾ പറഞ്ഞത് if the premises are true, then it is certain that the conclusion will be true, right? Premises true ആണെങ്കിൽ കൺക്ലൂഷൻ എന്തായാലും ട്രൂ ആയിരിക്കണം. പക്ഷെ ഇൻഡക്റ്റീവിൽ എങ്ങനെയാ? premises true ആണെങ്കിൽ പോലും കൺക്ലൂഷൻ ട്രൂ ആകാൻ ചാൻസ് ഉണ്ട്, right? It is highly likely, there is a chance, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രോബബിൾ, പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ്, അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. അല്ലാതെ സെർട്ടനിറ്റി പറയാൻ സാധിക്കില്ല. സെർട്ടനിറ്റി പറയാൻ സാധിക്കുന്നത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിലാണ്. സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ. മോസ്റ്റ് പീകോക്സ് ഈറ്റ് ഓട്സ്. ഏതാണ്ട് എല്ലാം തന്നെ മിക്ക പീകോക്കും ഓട്സ് കഴിക്കുന്നതാണ്. മിക്ക എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ബേർഡ് ഈസ് എ പീകോക്ക്. ഈ കാണുന്ന ഈ ബേർഡും ഒരു പീകോക്കാണ്. ദസ് പ്രോബബ്ലി, കണ്ടോ, സെർട്ടനിറ്റിയോടുകൂടി അല്ല പറയുന്നത്. പ്രോബബ്ലി ദി ബേർഡ് ഈറ്റ് ഓട്സ് അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? നമ്മൾ കണ്ട മിക്ക പീകോക്കുകളും ഓട്സ് കഴിക്കുന്നുണ്ട്. ഈ ബേർഡ് ഒരു പീകോക്കാണ്, അപ്പൊ ഇത് ഓട്സ് കഴിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ദിസ് ആർഗ്യുമെന്റ് ഈസ് ഇൻഡക്റ്റീവ്ലി സ്ട്രോങ്. ഇൻഡക്റ്റീവ് സ്ട്രെങ്ത് ആണ് പറയുന്നത്, ഇൻഡക്റ്റീവ് വാലിഡിറ്റി അല്ല. ഡിഡക്റ്റീവ് വാലിഡിറ്റി ആണ്, ഇൻഡക്റ്റീവ് സ്ട്രെങ്ത് ആണ്. Okay, so because if all its premises were true, then it would be highly likely or probable that the conclusion would also be true. Premises true ആണെങ്കിൽ conclusion will be, or probably it will be true. Okay, probability ഉണ്ട്, chance ഉണ്ട്. Okay, മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. The sun has risen every morning in the past. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട്. So therefore sun will rise tomorrow. സൺ നാളെയും അതുകൊണ്ട് ഉദിക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒക്കെ പറയുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ പാസ്റ്റ് ഒബ്സർവേഷൻസ് ആൻഡ് മേ നോട്ട് ബി സർട്ടൻ. ഓക്കെ, ദെൻ കോജൻസി. കോജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫീച്ചർ ഓഫ് ആട്രിബ്യൂട്ട് ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ്. വിച്ച് വാസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ഡിഡക്റ്റീവ് റീസണിങ്? തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ അത് ഒന്നുകൂടെ ഒന്ന് പറയോ? അല്ല, അത് ഒരു ജനറലൈസ് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, നോട്ട് ടു വറി അബൌട്ട് ഇറ്റ്. ബിക്കോസ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ വരെ ചെയ്തിരുന്ന ഒരു കാര്യം നാളെയും സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ സൂര്യനൊക്കെ എടുക്കുമ്പോൾ സാധാരണഗതി നാളെ സംഭവിക്കണം. ഓക്കെ, അപ്പോൾ സാധാരണഗതി സംഭവിക്കണം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചില്ലെന്നിരിക്കും, അത്രയൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതുകൊണ്ടാണ് അതിൽ ഞാൻ അധികം നിൽക്കാതിരുന്നത്. അടുത്ത ഏരിയയിലേക്ക് പോവാം. സോ കോജൻസി, നമ്മളിപ്പോ പറഞ്ഞത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആട്രിബ്യൂട്ട് എന്തായിരുന്നു? Which was the attribute of deductive argument? Validity. Exactly, validity. അതേപോലെ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ പറയുന്നത് കോജൻസി ആണ്. കോജൻസി എന്ന് പറഞ്ഞാൽ this is the attribute of inductive argument that denotes the truth of its premises and its logical strength. So logically strong ആണ് and premises true ആണ്. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഒരു ആർഗ്യുമെന്റ് നമ്മൾ കോജന്റ് ആണെന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആൻഡ് ഓൾ ആർ ട്രൂ പ്രമിസസ് സത്യമാണ് ആൻഡ് ഇൻഡക്റ്റീവ്ലി സ്ട്രോങ്ങുമാണ്. അങ്ങനെയാണെങ്കിൽ കോജന്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. സി, യൂറോപ്പ ഹാസ് ആൻ അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് ഓക്സിജൻ. യൂറോപ്പയ്ക്ക് ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് ഒരു ശരിയായ സയന്റിസ്റ്റ് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. ആൻഡ് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ലൈഫ്. അതും ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ദർ മേ ബി ലൈഫ് ഓൺ യൂറോപ്പയിൽ അപ്പോൾ ലൈഫ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ചെയ്യുന്നത് കോജന്റ് ആർഗ്യുമെന്റ് ആണ്. എന്തുകൊണ്ടാണ്? തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും നമുക്ക് അറിയാവുന്ന നോളജ് വെച്ച് ശരിയാണ്. അതുവഴി നമ്മളായിട്ട് പറയുന്ന ഒരു കൺക്ലൂഷൻ. So there will be, or there may be, will be എന്നല്ല, there may be or probably there will be life. ഇതാണ് കോജൻസി, ഓർ ദിസ് ഫീച്ചർ. ഈ ഒരു ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ കോജൻസി എന്ന് പറയുന്നത്. അതായത് ഇൻഡക്റ്റീവ് റീസണിങ്
സ്ട്രോങ് ആണ് എന്ന് പറയുന്ന ആ ഒരു ടേമാണ് കോജൻസി. ദെൻ അടുത്ത ടൈപ്പിലേക്ക് പോകാമല്ലോ. സോ രണ്ട് ടൈപ്പ് ഓഫ് റീസണിങ് നമ്മൾ പറഞ്ഞു, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്. ഈ രണ്ട് കേസുകളിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഷാൽ ഐ മൂവ് ഓൺ? Yes, sir. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്. അബ്ഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫറൻസ് ടു ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ട് ആ ഹൈപ്പോത്തസിസ് വഴി നമ്മൾ ഒരു കൺക്ലൂഷൻ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഇൻഫറൻസ് ടു ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഇൻവോൾവ്സ് മേക്കിംഗ് എഡ്യൂക്കേറ്റഡ് ഗെസ്സസ്. ഒരു എഡ്യൂക്കേറ്റഡ് ഗെസ് നമ്മൾ വയ്ക്കുകയാണ്, ഓ അങ്ങനെ ആയിരിക്കണം, ഒരു എഡ്യൂക്കേറ്റഡ് ഗെസ് ആണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവണം എന്നുള്ളൊരു ഗെസ് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു ഹൈപ്പോസിസ് വയ്ക്കുകയാണ്. ടു എക്സ്പ്ലെയിൻ എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഓർ ഫാക്ട്സ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സയന്റിഫിക് എൻക്വയറി ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതായത് നമ്മളൊരു ഒരു ഒരു ഹൈപ്പോസിസ് സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം എന്താ? മേ ബി ബേസ്ഡ് ഓൺ ദി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള അവൈലബിൾ നോളജസ് ഇത് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുകയാണ്. ആ ഹൈപ്പോത്തസിസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയാം. ഓർ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് എന്ന് കൂടി ഇതിനെ വിളിക്കും. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടു. സി, യു ഫൈൻഡ് യുവർ ഫ്രണ്ട് ഓർ a job ആൻഡ് യുവർ ബിലോങ്ങിങ്സ് ആർ സ്കാറ്റേഡ് ഇൻസൈഡ്. നമ്മൾ ഒരു ദിവസം വൈകുന്നേരം പുറത്തൊക്കെ കറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വാതിൽ പതുക്കെ തുറന്നു കിടക്കുകയാണ്. ആൻഡ് ആ വാതിലിന്റെ വിടവിലൂടെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് വീട്ടിനകത്ത് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. എന്ത് നിങ്ങൾ ഹൈപ്പോത്തസിസ് വയ്ക്കും? സോ യു ഹൈപ്പോത്തസൈസ് ദാറ്റ് there has been a break-in. ആരും ഒരാൾ അകത്ത് കടന്നിട്ടുണ്ട്, ബ്രേക്ക് ഇൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് അബ്ഡക്റ്റീവ്. ദെൻ അബ്ഡക്റ്റീവ് റീസണിങ് ഇൻവോൾവ്സ് മേക്കിംഗ് ദി ബെസ്റ്റ് ഗെസ് ഫോർ എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ ദി ലിമിറ്റഡ് എവിഡൻസ്. നമ്മൾ ആ കണ്ട എവിഡൻസ് വെച്ചുകൊണ്ട് നമുക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഗെസ് എന്താണ്? ആ ഏറ്റവും നല്ല ഗെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ നമ്മുടെ വീട് കുത്തി തുറന്നിട്ടുണ്ട്, ഒരു കള്ളം കയറിയതായിരിക്കാം. ഇതാണ് നമ്മളുടെ അബ്ഡക്റ്റീവ് റീസണിങ്. ഓക്കെ, സോ മേക്കിംഗ് എഡ്യൂക്കേറ്റഡ് ഗെസ് ഓർ മേക്കിംഗ് ദി ഗെസ് ദാറ്റ് സ്യൂട്ട്സ് ദി സിറ്റുവേഷൻ. അങ്ങനെ ഒരു ഗെസ് വെച്ചുകൊണ്ട് നമ്മളൊരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ അവിടെയാണ് അബ്ഡക്റ്റീവ് റീസണിങ് വരുന്നത്. അബ്ഡക്റ്റീവ് റീസണിങ് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? Yes, sir. Fine. Then analogical reasoning. ഇതൊക്കെ അഡീഷണൽ ടൈപ്സ് ആണ്. ബേസിക്കലി യു നീഡ് ടു നോ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്. അത് കൂടാതെ അടുത്ത ടൈപ്പ് ഓഫ് റീസണിങ്ങിന്റെ മീനിങ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ അനലോജിക്കൽ റീസണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോജിക്കൽ റീസണിങ് ഡ്രോസ് പാരലൽസ് ബിറ്റ്വീൻ ടു ഓർ മോർ സിറ്റുവേഷൻസ് ഓർ കേസസ് ടു ആർഗ്യൂ ദാറ്റ് if they are similar in certain respects, they are likely to be similar in other respects as well. അതായത് ചില സിറ്റുവേഷൻ രണ്ട് ഇവന്റ്സ് ഒരേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ഇവന്റ്സ് തന്നെ ജനറലി ഒരുമിച്ച് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് അനലോജിക്കലാണ്. അനലോജി സിമിലാരിറ്റി വെച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും അവിടെ പറയുക. സോ അനലോജിക്കൽ റീസണിങ് ഇൻവോൾവ്സ് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഇൻക്ലൂഡിംഗ് ലോ ആൻഡ് എത്തിക്സ്. എക്സ്പ്ലനേഷൻ പറയാം. The human heart functions similar to a pump. ഹ്യൂമൻ ഹാർട്ട് ഒരു പമ്പിനെ പോലെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഒരു അനലോജി ഹാർട്ടിനെയും പമ്പിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. Therefore, just as a pump can fail, so can the human heart. അതുകൊണ്ട് ഒരു പമ്പ് ഫെയിൽ ആകുന്നത് പോലെ തന്നെ ഹ്യൂമൻ ഹാർട്ടിന് ഫെയിൽ ആകാം. ഓക്കെ, സോ ഒന്നിനെ മറ്റൊന്നുമായിട്ട് സിമിലർ ലൈനിൽ നമ്മൾ പറഞ്ഞിട്ട് ആ സാഹചര്യം ഉള്ളത് കൊണ്ട് അതിന്റെ ഫീച്ചർ ഇവിടെയും ഉണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ അത് അനലോജിക്കൽ റീസണിങ് ആണ്. അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് യൂസ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ടു സിറ്റുവേഷൻ ടു സപ്പോർട്ട് എ കൺക്ലൂഷൻ. ആ സിമിലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു കൺക്ലൂഷൻ ശരിയാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് അനലോജിക്കൽ റീസണിങ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അനലോജിക്കൽ റീസണിങ്. അടുത്തത് കോസൽ ആർഗ്യുമെന്റ്സ്. സോ കോസൽ ആർഗ്യുമെന്റ്സ് എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവന്റ്സ് ആൻഡ് വേരിയബിൾസ്. ഇവന്റ്സും വേരിയബിൾസും തമ്മിൽ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് അത് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ അത് കോസൽ ആർഗ്യുമെന്റ് ആണ്. ദേ ആർഗ്യൂ ദാറ്റ് വൺ ഇവന്റ് ഓർ ആക്ഷൻ ലെഡ് ടു അനദർ. ഈ ഇവന്റ് സംഭവിച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് ഉണ്ടായത്, ഈ ഇവന്റ് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത്. അങ്ങനെ പറയുന്നതിനെയാണ് കോസൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്.
So causal reasoning is important in field like science, medicine or social science. ഇവിടെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് പറയുന്നത്. ആ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ കോസൽ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. You can see one example here. Smoking is a known cause of lung cancer. Okay, അതൊരു കോസ് ആണല്ലോ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. Therefore, if someone smokes heavily, they are at a higher risk of developing lung cancer effect. ഈ ഒരു സ്മോക്കും ലങ് ക്യാൻസറും തമ്മിൽ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അത്തരത്തിൽ ഒരു കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് അനലോഗി അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഇത്തരം അതായത് കോസൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. സോ കോസൽ ആർഗ്യുമെന്റ്സ് എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ആണ് മോറൽ ആർഗ്യുമെന്റ്സ്. മോറൽ ആർഗ്യുമെന്റ്സ് ഇൻവോൾവ്സ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ടു സപ്പോർട്ട് എ പെർട്ടിക്കുലർ പൊസിഷൻ ഓർ ക്ലെയിംസ്. ഇവിടെ നമ്മളുടെ ആ ഒരു ആർഗ്യുമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്നത് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ദീസ് ആർഗ്യുമെന്റ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഡിബേറ്റ്സ് അബൌട്ട് എത്തിക്സ്, മൊറാലിറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് മോറലി റോങ് ടു സ്റ്റീൽ ഫ്രം അതേഴ്സ്. മോറൽ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ആദ്യം തന്നെ. മോറലി ഇറ്റ് ഈസ് റോങ് ആൻഡ് therefore stealing someone's property is unethical and should be condemned. അതുകൊണ്ട് ഇത് മോറലി റോങ് ആയതുകൊണ്ട് എത്തിക്കലി റോങ് ആയതുകൊണ്ട് നിങ്ങൾ ഒരാളുടെ ഒരു പ്രോപ്പർട്ടി മോഷ്ടിക്കാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു മോറൽ ആർഗ്യുമെന്റ് ആണ്, ഓർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആർ യൂസ്ഡ് there. Then hypothetical arguments. Hypothetical arguments present conditional statements where conclusion depends on the truth of a hypothetical or conditional premise. What is situation എന്ന് പറയാം? ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ തന്നിട്ട് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട ഒരു കൺക്ലൂഷൻ പറയുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം, അപ്പൊ കാര്യം പഠിക്കും. ലൈക്ക് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ, ഒരു ഹൈപ്പോത്തസിസ് അവിടെ സെറ്റ് ചെയ്യുകയാണ്, ഒരു കണ്ടീഷൻ. സോ ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ ദെൻ ദി പിക്നിക് വിൽ ബി ക്യാൻസൽ. സംഭവിച്ചിരിക്കുന്നത് എന്താ? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ പറഞ്ഞിട്ട് ആ സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ ഇങ്ങനെയായിരിക്കും. സോ ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ് പ്രസന്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഇങ്ങനെയായിരിക്കും. ഇത്തരത്തിലാണ് ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ അതിനെ ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഇസ് ഫെലീഷ്യസ് ആർഗ്യുമെന്റ്. ഫെലീഷ്യസ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫാലസീസ് ഉള്ള ആർഗ്യുമെന്റ്. എന്താണ് ഫാലസി? ഫാലസി മീൻസ് ആൻ എറർ ഇൻ റീസണിങ്. ഈ റീസണിങ്ങിൽ എറർ വരുവാണെങ്കിൽ അതിനെ ഫാലസീസ് എന്ന് പറയും. സോ ആ റീസണിങ്ങിൽ എറർ ഉള്ള ആർഗ്യുമെന്റ് ആണെങ്കിൽ അതിനെ ഫെലീഷ്യസ് ആർഗ്യുമെന്റ് എന്ന് പറയാം. സോ ഫെലീഷ്യസ് ആർഗ്യുമെന്റ് കണ്ടെയ്ൻസ് എറർ ഇൻ റീസണിങ്, മേക്കിംഗ് ദം ഇൻവാലിഡ് ഓർ അൺസൗണ്ട്. കോമൺ ലോജിക്കൽ ഫാലസീസ് ഇൻക്ലൂഡ് ഹോമിനം, അഡ് ഹോമിനം എന്ന് പറയും, അഡ് ഹോമിനം അറ്റാക്സ്, സർക്കുലർ റീസണിങ്, ഫോൾസ് ഡിലേമ. ഇവയൊക്കെ നമുക്ക് നാളത്തെ നെക്സ്റ്റ് സെഷനിൽ പറയാനുള്ളതാണ്. ഇത്തരം പല ഫാലസീസ് ഉണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഫാലസി വരുന്ന ആർഗ്യുമെന്റ് ആണ്. ഫാലസി മീൻസ് എറർ. ആർഗ്യുമെന്റ് ഒരു എറർ വരുവാണെങ്കിൽ അത് ഫെലീഷ്യസ് ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, സോ യു ഷുഡ് ബൈ ദിസ് പ്രോഡക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് ഓൺ ദി മാർക്കറ്റ് ആൻഡ് എവരി വൺ ഈസ് ബൈയിങ് ഇറ്റ്. ബാൻഡ് വാഗൻ ആണ്, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ ഇത് തന്നെ ചെയ്യണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ഫാലസിയാണ്, ഇതൊരു പ്രോപ്പർ ആർഗ്യുമെന്റ് അല്ല. മറ്റുള്ളവരെല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. വിത്തൗട്ട് റീസൺ ആണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, അതുകൊണ്ട് അതൊരു ഫാലസിയാണ്. നല്ല എക്സാമ്പിൾ ആണ് ബാൻഡ് വാഗൻ ഫാലസി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ്. ഒന്നുകൂടി പറയുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡിഡക്റ്റീവ് ആണ്, ദെൻ ഇൻഡക്റ്റീവ്, അബ്ഡക്റ്റീവ്, അനലോജിക്കൽ, കോസൽ, മോറൽ ആർഗ്യുമെന്റ്സ്, ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ്, ഫെലീഷ്യസ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇത്രയും ടൈപ്സ്. എന്തെങ്കിലും ക്ലിയർ ആവാതെയുണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? Please tell me. ക്ലിയർ ആണ് സർ. ഓക്കെ, ശരി, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ഇൻവോൾവ്സ് റീസണിങ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു
എ മോർ ജനറൽ കൺക്ലൂഷൻ ഏത് ടൈപ്പാണ്? സ്പെസിഫിക് ടു ജനറൽ. സ്പെസിഫിക് ടു ജനറൽ മറന്നുപോലെ. റൈറ്റ്. സ്പെസിഫിക് ടു ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ്. ജനറൽ ടു സ്പെസിഫിക് ആണെങ്കിൽ അത് ഡിഡക്റ്റീവ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ. In which type of argument does the conclusion depend on the truth of a hypothetical or conditional premise? ഒരു ഹൈപ്പോത്തറ്റിക്കൽ premise ട്രൂ ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൺക്ലൂഷൻ പറയുന്നത്. ഏത് ടൈപ്പാണ്? ഓക്കെ, ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണ് ഇവിടെ വരിക. സോ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടീഷൻ സിറ്റുവേഷൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മൾ കണ്ടിരുന്നു. Then അടുത്തത്, what is the primary characteristics of a fallacious argument? Fallacious argument ഫീച്ചർ എന്താണ് പറയും? യെസ്, ഫെലീഷ്യസ് എന്ന് പറഞ്ഞാൽ എറർ ആണ്. എറർ ഇൻ റീസണിങ്, അവിടെയാണ് ഫെലീഷ്യസ് ആയിട്ട് വരുന്നത്. Then മറ്റൊരു ക്വസ്റ്റ്യൻ, which type of argument uses ethical principles to support position or claim? എത്തിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത് മോറൽ ആർഗ്യുമെന്റ് കേട്ടോ, മോറൽ. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇൻ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഇഫ് ദി premises are true it can what can be said about the conclusion? Deductive argument, if the premises are true what can be said about the conclusion? Yeah, premises true ആണെങ്കിൽ conclusion 100% true ആയിരിക്കും. അതായത് the conclusion is true. Option A. In deductive argument conclusion എന്താണ്? Summing up of premises, not necessarily based on premises, entailed by premises, additional to the premises. Additional to the premises ഏതാണ്? ഓപ്ഷൻ സി. അത് നിങ്ങൾ ഓർക്കണം, സമ്മിങ് അപ്പ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്റ്റീവ് ആകുമ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയല്ല, സ്റ്റേറ്റ്മെന്റ് സമ്മപ്പ് ചെയ്യുന്നതല്ല കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ എൻറ്റൈൽ ചെയ്തെടുക്കുന്നതാണ്. അതായത് അതിൽ നിന്നും നമ്മൾ എടുക്കുന്ന, അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന അഡീഷണൽ തിങ് ആണ്. അതുകൊണ്ടാണ് എൻറ്റൈൽഡ് ബൈ premises എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റീവ് റീസണിങ് ഇസ് ബേസ്ഡ് അപ്പോൺ ആൻഡ് പ്രീസപ്പോസസ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്താണ് പ്രീസപ്പോസ് ചെയ്യുന്നത്? യൂണിഫോമിറ്റി ഓഫ് നേച്ചർ, ഗോഡ് ക്രിയേറ്റഡ് ദി വേൾഡ്, യൂണിറ്റി ഓഫ് നേച്ചർ, ലോ ഓഫ് നേച്ചർ. ഇൻഡക്റ്റീവ് റീസണിങ് എന്തെങ്കിലും പ്രീസപ്പോസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? യൂണിറ്റി മീൻസ് ഇക്വാലിറ്റി. യൂണിറ്റി മീൻസ് ഇക്വാലിറ്റി. യെസ്, ഇവിടെ പ്രീസപ്പോസ് ചെയ്യുന്നത് എന്താ? നമുക്കിത് അറിയാവുന്ന ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേരിയബിൾസിന്റെ അതേ ഫീച്ചർ തന്നെ ജനറലി ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? സ്പെസിഫിക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ജനറൽ. മീൻസ് ഇവയെല്ലാം യൂണിഫോം ആണ്. ഓക്കെ, യൂണിഫോമിറ്റി ഓഫ് നേച്ചർ, സിമിലാരിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. യൂണിഫോമിറ്റി ഓഫ് നേച്ചർ, ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. പ്രീസപ്പോസസ് യൂണിഫോമിറ്റി. മറ്റൊരു ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ലോജിക്കൽ ആർഗ്യുമെന്റ് ഇസ് ബേസ്ഡ് ഓൺ. ലോജിക്കൽ ആർഗ്യുമെന്റ് സ്ട്രക്ചർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക? ഫോർമൽ വാലിഡിറ്റി, മെറ്റീരിയൽ ട്രൂത്ത്, ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻ, ആപ്റ്റ്നെസ് ഓഫ് എക്സാമ്പിൾ. ദാറ്റ് യു നോ റൈറ്റ്? Based on validity. Validity is the feature. Formal validity. Logical argument ആണെങ്കിൽ അത് formally valid ആകണം. Then മറ്റൊരു question, which of the following is a characteristic feature of an argument? ഒരു ആർഗ്യുമെന്റ് ഫീച്ചർ ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? It is either valid or invalid. It is neither valid nor invalid. It is either true or false. It is neither true nor false.
യെസ്, വെരി ഗുഡ്. ഇതൊന്നെങ്കിൽ വാലിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. അല്ലാതെ നെയ്തർ വാലിഡ് നോർ ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് എന്താ? അതല്ല. എയ്തർ ഇറ്റ് മേ ബി എയ്തർ വാലിഡ് നോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. അതാണ് മീനിങ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ. സോ ആദ്യത്തെ പാർട്ട് നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ് ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് അഡീഷണൽ ഏരിയാസിലേക്ക് പോകാം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രയറി ആൻഡ് പോസ്റ്റുറാറി ആർഗ്യുമെന്റ്സ് ഉണ്ട്. എന്താണ് കൺസെപ്റ്റ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് പ്രയറി ആർഗ്യുമെന്റ്, എന്താണ് പോസ്റ്റുറാറി ആർഗ്യുമെന്റ്? പ്രയറി ആർഗ്യുമെന്റ് ഈസ് പ്രയർ ടു സെൻസ് എക്സ്പീരിയൻസ്. നമ്മൾ ഒരു കാര്യം നമ്മളുടെ സെൻസ് ഓർഗൻസ് വഴി മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ആർഗ്യൂ ചെയ്യുവാണെങ്കിൽ അത് പ്രയറി ആർഗ്യുമെന്റ് ആണ്. ഓക്കെ. അതായത് ഒരു കാര്യം കാണുന്നതിന് മുമ്പ് നമ്മൾ ആർഗ്യൂ ചെയ്യണത് അങ്ങനെയാണ്. ഒരു കാര്യം കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുകയാണത് അങ്ങനെയാണ്. സോ അത്തരത്തിൽ നമ്മുടെ സെൻസ് എക്സ്പീരിയൻസിന് മുമ്പാണ് ആർഗ്യുമെന്റ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിനെ പ്രയറി ആർഗ്യുമെന്റ് എന്നും, അതേസമയം സെൻസ് എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ പോസ്റ്റുറാറി ആർഗ്യുമെന്റ് എന്നും പറയും. പോസ്റ്റുറാറി ആർഗ്യുമെന്റ് ഇസ് ഓൾസോ കോൾഡ് ന്യൂ എൻലൈറ്റ്മെന്റ്. എന്തുകൊണ്ടാണ്? നമ്മളത് തിരിച്ചറിഞ്ഞു, ആ ശബ്ദം അങ്ങനെയാണ് നമ്മൾ കേട്ടു, അല്ലെങ്കിൽ മണത്തറിഞ്ഞു, രുചിച്ചറിഞ്ഞു, തൊട്ടറിഞ്ഞു. അങ്ങനെ ഒരു അറിവ് നേടിയതിനു ശേഷം സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ നേടിയതിനു ശേഷമാണ് ആർഗ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ പോസ്റ്റുറാറി ആർഗ്യുമെന്റ് എന്നും പറയും. ഈ രണ്ട് കൺസെപ്റ്റും ഓർത്താൽ മാത്രം മതി, ഇതിൽ കൂടുതലൊന്നുമില്ല. പ്രയറി ആർഗ്യുമെന്റ് സെൻസ് എക്സ്പീരിയൻസിന് മുമ്പാണെങ്കിൽ പ്രയറി, സെൻസ് എക്സ്പീരിയൻസിന് ശേഷമാണ് ആർഗ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ പോസ്റ്റുറാറി എന്നും പറയും. ഓക്കെ. അടുത്തത് പ്രയറി കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ജസ്റ്റ് നോക്കുക. എ നോളജ് ഓർ ആർഗ്യുമെന്റ് ദാറ്റ് ആർ എ പ്രയറി are those that are known or justified independently of empirical evidence or sensory experience. അതായത് നമുക്കിവിടെ സെൻസറി എക്സ്പീരിയൻസ് ഇല്ല, എംപിരിക്കൽ എവിഡൻസ് ഇല്ല, അതൊന്നും കണക്ട് ചെയ്യാതെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഇൻഡിപെൻഡന്റ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് പ്രയറി ആണ്. സോ ദീസ് ആർഗ്യുമെന്റ്സ് റിലേ ഓൺ റീസൺ, ഡിഡക്ഷൻ ആൻഡ് ഇന്നേറ്റ് നോളജ് ആൻഡ് ഡു നോട്ട് റിക്വയർ എംപിരിക്കൽ ഒബ്സർവേഷൻ ടു ബി വാലിഡേറ്റഡ്. ഇവിടെ നമുക്ക് എംപിരിക്കൽ ഒബ്സർവേഷൻസ് ഇല്ല, നമ്മളൊരു കാര്യം യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ അത് പ്രയറിയാണ്. ലൈക്ക് ക്ലാസിക് എക്സാമ്പിൾ ഇൻ മാത്തമാറ്റിക്സ്. ഫോർ ഇൻസ്റ്റൻസ്, ദി സ്റ്റേറ്റ്മെന്റ് 2 + 2 is 4 is known to be true through reason alone without the need of empirical evidence. അവിടെ നമ്മൾ രണ്ടെണ്ണം ആഡ് ചെയ്ത് 4 ആക്കിയിട്ടാണെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 അതായത് ഈ പറയുന്ന കൺസെപ്റ്റ് ചിലപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായിരിക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് കണ്ട് മനസ്സിലാക്കി ഒന്നാവണമെന്നില്ല. 2 ആഡ് ചെയ്തത് നമ്മൾ നോക്കി മനസ്സിലാക്കിയ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞ ഒന്നാവണമെന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ കാണാപ്പാഠം പഠിച്ചതോ കേട്ടറിഞ്ഞതോ അങ്ങനെ വന്നതായിരിക്കാം. ഓക്കെ. സോ ഇറ്റ് മേ ബി റിലൈയിങ് ഓൺ സം റീസൺ, അല്ലെങ്കിൽ ഒരു ഡിഡക്ഷനിൽ നിന്നോ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നേറ്റ് നോളജിൽ നിന്നോ ആയിരിക്കാം ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. സോ അത്തരം നോളജിനെയാണ് പ്രയറി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പോസ്റ്റുറാറി ആണെങ്കിൽ നോളജ് ഓർ ആർഗ്യുമെന്റ് ദാറ്റ് ആർ പോസ്റ്റുറാറി ആർ ദോസ് ദാറ്റ് ആർ നോൺ ആൻഡ് ഓർ ജസ്റ്റിഫൈഡ് ബേസ്ഡ് ഓൺ എംപിരിക്കൽ എവിഡൻസ്. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കി. അതായത് ഒരാൾ, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇമാജിൻ ഒരു ഇൻഡിവിജ്വൽ നമ്മളോട് പറയുകയാണ് അവിടെ 2 തേങ്ങയും 2 മാങ്ങയും ഉണ്ട്, ടോട്ടൽ 4 ഉണ്ട്. ഇവിടെ നമ്മൾ 2 തേങ്ങയും 2 മാങ്ങയും പോയി നോക്കി കണ്ട് 4 ആണെന്ന് ഉറപ്പിക്കേണ്ട കാര്യമില്ല, ഇല്ലാതെ തന്നെ 4 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം ഇവിടെ നമ്മൾ ആ സിറ്റുവേഷനെ ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അതിനെ പോസ്റ്റുറാറി എന്നും പറയും. സോ പോസ്റ്റുറാറി മീൻസ് are those that are known or justified based on empirical evidence or sensory experience or observation of the external world. These arguments rely on sensory perceptions and observation to support the claim. അതായത് ഫോർ എക്സാമ്പിൾ, ദി ഗ്രാസ് ഈസ് വെറ്റ്. ഇപ്പൊ അവിടെ നനഞ്ഞു കിടക്കുവാണ്. ഇത് നമ്മളവിടെ പോയി തൊട്ട് നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളവിടെ പോയി അറിഞ്ഞതായിരിക്കും, കണ്ടു മനസ്സിലാക്കിയതായിരിക്കും. ഇങ്ങനെ ചെയ്ത് പറയുവാണെങ്കിൽ അതിനെ പോസ്റ്റുറാറി എന്ന് പറയും. Okay, so that's the difference between these two concepts. Now, different types of syllogism. So what is a syllogism? Syllogism എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് തന്നെയാണ്, വേറൊന്നുമില്ല കേട്ടോ. ആർഗ്യുമെന്റ് ഒരു സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് സിലോജിസം എന്ന് പറയാം. സോ സിലോജിസം ഒരു പാരലൽ ടേം ആണ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ അത് തന്നെയാണ് സിലോജിസം എന്ന് നമ്മൾ പറയുന്നത്. സോ സിലോജിസം പല രീതിയിലാക്കാം, നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസിഫിക്കേഷനോട് പറയുന്നു,
കാറ്റഗറിക്കൽ, ഹൈപ്പോത്തറ്റിക്കൽ, ഡിസ്ജന്റീവ് ആൻഡ് റേഷണൽ. സോ കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. UGC നെറ്റിന്റെ സ്കോപ്പിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം കാറ്റഗറിക്കൽ സിലോജിസവുമായി ബന്ധപ്പെട്ടാണ്. കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്നാണ്. സോ പ്രപ്പോസിഷനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു പ്രപ്പോസിഷൻ? ആദ്യം നമ്മൾ പറഞ്ഞതാണ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്, റൈറ്റ്? ആ പ്രമിസസുകളെ പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കും. എന്തുകൊണ്ടാണ്? ദീസ് ആർ ഡിക്ലറേറ്റീവ് ഇൻ നേച്ചർ. അതുകൊണ്ട് അതിനെ പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കുന്നവർ പറഞ്ഞു. അപ്പോൾ പ്രപ്പോസിഷൻസ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആവുന്നത് എപ്പോഴാണ്? അതായത് സി ഇമാജിൻ നമ്മൾ പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണെന്ന് വിചാരിക്കാം. ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്. ഓക്കെ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കാറ്റഗറി ഓർ ക്ലാസ്. കാറ്റ്സ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ്. അതേപോലെ ഡോഗ്സ് എന്ന് പറയുന്നത് മറ്റൊരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ്. ഇവ തമ്മിലുള്ള റിലേഷൻ വിത്തൗട്ട് എനി കണ്ടീഷൻ ആണെങ്കിൽ ഇത്തരം പ്രപ്പോസിഷൻസിനെ എന്തെന്ന് വിളിക്കും? കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കും. സിമ്പിൾ, ക്ലിയർ അല്ലേ? സോ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഈസ് വിത്തൗട്ട് എനി കണ്ടീഷൻ. അവ തമ്മിലുള്ള ആ ഒരു റിലേഷനകത്ത് എന്തെങ്കിലും കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ മാത്രം കാറ്റ്സ് ഡോഗ്സ് ആണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് അല്ലെങ്കിൽ സം കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് കാറ്റഗറി തമ്മിലുള്ള റിലേഷൻ ഈസ് വിത്തൗട്ട് എനി കണ്ടീഷൻ. അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് രണ്ട് ക്ലാസ്സുകളെ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. കാറ്റഗറിക്കൽ പ്രപ്പോസിഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റിനെ കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയും. മനസ്സിലായില്ലേ? ഓക്കെ, അത് മനസ്സിലാക്കിയേക്കുക. അതിപ്പോ തന്നെ മനസ്സിലാക്കിയ എല്ലാവരും കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറഞ്ഞാൽ കാറ്റഗറിക്കൽ പ്രപ്പോസിഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിലോജിസമാണ്. ഇനി ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം. സോ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഈസ് അസെപ്റ്റഡ് കണ്ടീഷണലി. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് റെയിൻസ് ഹി വിൽ നോട്ട് അറ്റൻഡ്. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ആ കണ്ടീഷൻ വരുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കൺക്ലൂഷൻ. സോ അത്തരം കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ സിലോജിസം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം എന്ന് പറയുന്നത്. സോ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഈസ് അസെപ്റ്റഡ് കണ്ടീഷണലി. ഫോർ എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. മഴ പെയ്യുവാണെങ്കിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്യില്ല. ഓക്കെ, ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഡിസ്ജന്റീവ്. ഡിസ്ജന്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ എ ഡിസ്ജന്റീവ് പ്രപ്പോസിഷൻ ദി അസെഷൻ ഈസ് ഓഫ് ഓൾട്ടർനേഷൻ. അതായത് ഇറ്റ് മേ ബി എയ്തർ ഓർ ഓർ. ഒന്നെങ്കിൽ ആ വ്യക്തി കറേജിയസ് ആണ്, അല്ലെങ്കിൽ ആ വ്യക്തി സ്ട്രോങ് ആണ്. സോ കണ്ടീഷൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എയ്തർ ഓർ റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ മറ്റൊന്ന്. അങ്ങനെയാണ് ഒരു ആർഗ്യുമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ഡിസ്ജന്റീവ് എന്ന് പറയാം. ദെൻ റാഷണൽ. റാഷണൽ എന്ന് പറഞ്ഞാൽ here the relation between various terms is shown in an order. ഒരു ഓർഡറിൽ ഒരു സീക്വൻസ് എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് റാഷണൽ സിലോജിസം എന്ന് പറയാം. So A is greater than B, B is greater than C, C is greater than D, so A is greater than D. ഇങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിലുള്ള റിലേഷൻഷിപ്പ് വരുവാണെങ്കിൽ അതിനെയാണ് റാഷണൽ സിലോജിസം എന്ന് പറയുന്നത്. നാലെണ്ണം ക്ലിയർ ആയോ? Okay. Yes, sir. Fine. Then കാറ്റഗറിക്കൽ സിലോജിസം നമ്മൾ പറഞ്ഞു. സോ കാറ്റഗറിക്കൽ സിലോജിസം എന്താണ്? പ്രമിസസിൽ രണ്ട് കാറ്റഗറി തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും പറയുന്നത്. എക്സാമ്പിൾ നിങ്ങളിവിടെ കാണാം. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, സോക്രട്ടീസ് ഇസ് മോർട്ടൽ, സോക്രട്ടീസ് ഈസ് മോർട്ടൽ, ദെൻ therefore all humans are mortal, Socrates is a human, so Socrates is mortal. സംഭവിച്ചിരിക്കുന്നത് എന്താ? രണ്ട് കാറ്റഗറികൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അവസാനം അതും ഒരു കാറ്റഗറി തമ്മിലുള്ള റിലേഷൻ ആണ് വിത്തൗട്ട് എനി കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയാം. ദെൻ ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം ആണെങ്കിൽ ഇഫ് ഇറ്റ് റെയിൻസ് ദി ഗ്രൗണ്ട് വിൽ ബി വെറ്റ്. കണ്ടോ, അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടാണ് കൺക്ലൂഷനിലേക്ക് പോയിരിക്കുന്നത്. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ. ഡിസ്ജന്റീവ് നമ്മൾ പറഞ്ഞു. ഇനി ഡിസ്ജന്റീവ് സിലോജിസം ദി പ്രമിസസ് പ്രസന്റ് എ ചോയ്സ്. രണ്ട് സിറ്റുവേഷൻ, രണ്ട് ഓൾട്ടർനേറ്റീവ്. എയ്തർ ദിസ് തിങ് ഓർ ദാറ്റ് തിങ്. The car is either in the garage or is in the driveway.
ഒന്നെങ്കിൽ അത് ഗ്യാരേജിലാണ് അല്ലെങ്കിൽ ഡ്രൈവേയിലാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്ജൻറ്റീവ് എന്ന് പറയുന്നത്. ദെൻ വേറൊരു ടൈപ്പ് കൂടിയുണ്ട്, അതാണ് ചെയിൻ സിലോജിസം ഓർ സൊറൈറ്റസ് എന്ന് പറയും. ഈ ചെയിൻ സിലോജിസത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ റാഷണൽ സിലോജിസം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷെ കോമൺലി റാഷണൽ എന്ന് പറയാറില്ല. പക്ഷെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റാഷണൽ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ രീതിയിൽ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് റാഷണലും സൊറൈറ്റസ് ഓർ ചെയിൻ സിലോജിസം പറഞ്ഞത്. ചെയിൻ എന്ന് പറഞ്ഞാൽ when the conclusion is conclusion of one syllogism becomes the premises of next, forming a connected chain of reasoning. ഒന്നിന്റെ കൺക്ലൂഷൻ മറ്റൊന്നിന്റെ പ്രമിസായി മാറുന്നു, വീണ്ടും അതിന്റെ പ്രമിസ് മറ്റൊന്നിന്റെ കൺക്ലൂഷനായി മാറുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ചെയിൻ സിലോജിസം എന്ന് പറയുന്നത്. See, if a person is 1 day old, they are a newborn. സിലോജിസം പാർട്ട്. If a person is a newborn, കണ്ടോ അതിന്റെ എൻഡ് രണ്ടാമത്തിന്റെ സ്റ്റാർട്ട് ആയിട്ട് വരുന്നു. Then they are less than a year old. Then if a person is less than a year old, they are an infant. Therefore, if a person is 1 day old, they are an infant. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നുകൊണ്ട് കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയാണ് ചെയിൻ സിലോജിസം ഓർ സൊറൈറ്റസ് സിലോജിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിലോജിസം. ആ ഒരു ഏരിയ ഒന്ന് ഓർത്തേക്കുക. Categorical, hypothetical, disjunctive and rational, or you can say chain syllogism. Doubt എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. Shall I move on? Yes, sir. Fine. Yes. Okay. Then, so categorical syllogism, as I said, നമ്മളുടെ UGC നെറ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ സിലോജിസത്തിലാണ്. സോ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ചേർന്നാണ് കാറ്റഗറിക്കൽ സിലോജിസം ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഓഫ് എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഏരിയ. സോ എ പ്രപ്പോസിഷൻ ഈസ് സിംപ്ലി എ ക്ലെയിം അബൌട്ട് ദി വേൾഡ് ദാറ്റ് ഹാസ് ട്രൂത്ത് വാല്യൂ. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. ആ ഒരു ക്ലെയിം ആണ് പ്രപ്പോസിഷൻ. എവറി പ്രപ്പോസിഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡിക്ലറേറ്റീവ് സെന്റൻസസ്. അതുകൊണ്ടാണ് ഇതിനെ പ്രപ്പോസിഷൻ തന്നെ വിളിക്കുന്നത്. സോ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഈസ് എനി സ്റ്റേറ്റ്മെന്റ് which relates two classes or categories of entities. രണ്ട് ക്ലാസസിനെയോ രണ്ട് കാറ്റഗറീസ് ഓഫ് എൻറ്റിറ്റീസിനെയോ പരസ്പരം റിലേറ്റ് ചെയ്യുന്ന ഏതൊരു സ്റ്റേറ്റ്മെന്റ് ആയാലും അതിനെ നമുക്ക് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് വിളിക്കാം. ഇൻ അതർ വേർഡ്സ്, എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഈസ് എ പ്രപ്പോസിഷൻ ദാറ്റ് റിലേറ്റ്സ് ടു ക്ലാസസ് ഓഫ് ഒബ്ജക്ട്സ്. എ ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്. രണ്ട് ക്ലാസ് ഓഫ് ഒബ്ജക്ട്സിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന പ്രപ്പോസിഷൻസിനെയാണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിവിടെ കാണാം, കാറ്റ്സ് ആർ മാമൽസ്. കാറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയെ മാമൽസ് എന്ന് പറയുന്ന സെക്കൻഡ് കാറ്റഗറി തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു. സോ ഓക്കെ, കോമ്പൗണ്ട് നമ്മൾ ഈ പറയുന്ന കാറ്റഗറിക്കൽ സിലോജിസത്തിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ക്യാൻ സി, ഒരു എക്സാമ്പിൾ എഴുതുന്നു, ഓൾ കാറ്റ്സ് ആർ മാമൽസ്. ഇതാണ് ഒരു എക്സാമ്പിൾ. അതായത് ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സബ്ജക്റ്റ് ടേം കാണാം. ഇതിനെ സബ്ജക്റ്റ് ടേം എന്ന് പറയും. ദെൻ രണ്ടാമത്തെ ടേമിനെ നമ്മൾ പ്രെഡിക്കേറ്റ് ടേം എന്ന് പറയും. പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്. ദെൻ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഗ്രാമാറ്റിക്കൽ ലിങ്കിനെയാണ് കൊപ്പുള എന്ന് പറയുന്നത്. കൊപ്പുള. ദെൻ ദർ വിൽ ബി എ ക്വാണ്ടിഫയർ. ക്വാണ്ടിഫയർ. ഒരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ദീസ് ആർ ദി 4 എലമെന്റ്സ്. ഒരു ക്വാണ്ടിഫയർ ഉണ്ടാകും, സബ്ജക്റ്റ് ടേം ഉണ്ടാകും, ദെൻ ഒരു കണക്റ്റിംഗ് വെർബ് കപ്പൂള ഉണ്ടാകും, ദെൻ ദർ വിൽ ബി എ പ്രെഡിക്കേറ്റ്. ഇപ്പൊ 4 ചേർന്നതാണ് ഒരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. ഓക്കെ, ദെൻ കോമ്പോണൻസ് നിങ്ങൾക്കിവിടെ കാണാം. ക്വാണ്ടിറ്റി, ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിനോട്ട് ചെയ്യുന്നതാണ് ക്വാണ്ടിഫയർ ഈസ് ദെയർ, റൈറ്റ്? ക്വാണ്ടിറ്റി, ഓൾ, ഇതാണ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സം. So the quantity of categorical proposition is determined by the quantifier. നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിഫയർ ഇപ്പോൾ ഓൾ എന്നാണോ സം എന്നാണോ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ക്വാണ്ടിഫയർ വെച്ചുകൊണ്ടാണ് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്വാളിറ്റി ആണെങ്കിലോ, ക്വാളിറ്റി ഓഫ് എ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഇസ് ഡിറ്റർമിൻഡ് അക്കോർഡിംഗ്
to whether the proposition asserts or denies overlap between the classes. അതായത് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ നോക്കി, ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാറ്റും മാമൽസിൽ ഉണ്ടെന്നല്ലേ പറയുക. എല്ലാ ക്യാറ്റ്സും എല്ലാ സബ്ജക്റ്റ് കാറ്റഗറിയിലെ എല്ലാ ഐറ്റംസും മാമൽസിന്റെ ഭാഗമാണ്. സോ ഇത് അസെപ്റ്റ് ചെയ്യുവാണ്, അതായത് ഇത് അഫർമേറ്റീവ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. ഇതൊരു പോസിറ്റീവ് റിലേഷൻ ആണ് പറയുന്നത്. അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, നോ കാറ്റ്സ് ആർ മാമൽസ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നെഗറ്റീവ് ആണ്, ഡിനൈ ചെയ്യുവാണ്. സബ്ജക്ട് ക്ലാസ്സിലെ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നോ കാറ്റ്സ് ആർ മാമൽസ്, കാറ്റ്സ് ആർ മാമൽസ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ നെഗറ്റീവ് പ്രമൈസ് എന്ന് പറയും. ഒന്ന് അഫർമേറ്റീവ് ഓർ പോസിറ്റീവ് പ്രമൈസ് ആണ്, രണ്ടാമത്തത് നെഗറ്റീവ് പ്രമൈസ് ആണ്. ഇതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്തേക്കണം. ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു തരണം, ക്വാണ്ടിറ്റി എന്താണ്? ഓൾ സം എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ആണ് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. ക്വാളിറ്റിയോ? ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതാണ് ക്വാളിറ്റി കാണിക്കുന്നത്. ഓക്കെ, ദെൻ അഫർമേറ്റീവും നെഗറ്റീവുമാണ് അതിന്റെ ക്വാളിറ്റി. ഡിസ്ട്രിബ്യൂഷൻ, if the proposition refers to the entire class, namely a term that term is distributed, and if it does not refer to the entire class by the class named by the term, then the term is undistributed. So distributed ആണോ undistributed ആണോ? അതായത് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ട് മറ്റൊന്നിൽ ഉണ്ടോ മറ്റൊന്നിൽ ഇല്ലയോ എന്നാണ്. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഐ എക്സ്പ്ലെയിൻ. കാറ്റഗറിക്കൽ സിലോജിസത്തെ പറ്റി ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എ കാറ്റഗറിക്കൽ സിലോജിസം ഈസ് എ സിലോജിസം whose premises and conclusions are categorical proposition. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിലോജിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മോട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് മേജർ ടേം? എന്താണ് മേജർ പ്രെമിസ്? എന്താണ് മൈനർ ടേം? എന്താണ് മൈനർ പ്രെമിസ്? എന്താണ് മിഡിൽ ടേം? റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മേജർ ടേം എന്താണ്? മേജർ ടേം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രെമിസുകളുടെ കൺക്ലൂഷൻ നിങ്ങൾ എടുക്കുക. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് മേജർ ടേം എന്ന് പറയുന്നത്. നീ മറക്കരുത്, കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. ഈ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ഉള്ള പ്രെമിസിനെ നമുക്ക് മേജർ പ്രെമിസ് എന്ന് പറയാം. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ഇവിടെ എന്താണ്? പേർപ്പിൾ ആണ്. പേർപ്പിൾ ഉള്ള പ്രെമിസ്, രണ്ടാമത്തെ പ്രെമിസിലല്ലേ പേർപ്പിൾ ഉള്ളത്? ഈ പ്രെമിസിനെയാണ് മേജർ പ്രമൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ഹാറ്റ്സ്, ഇതാണ് നമ്മളുടെ മൈനർ ടേം. കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം. ഈ മൈനർ ടേം ഉള്ള പ്രെമിസിനെ, സബ്ജക്റ്റ് ആയിട്ടുള്ള ഹാറ്റ്സ് കണ്ടോ, ആദ്യത്തെ പ്രെമിസിലാണ്. ഇതിനെയാണ് നമ്മൾ മൈനർ പ്രമൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കൺക്ലൂഷനിൽ വരാതെ എന്നാൽ രണ്ട് പ്രെമിസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ടേം, കൺക്ലൂഷനിൽ വരാതെ രണ്ട് പ്രെമിസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടേം എന്താണ്? ഫാഷനബിൾ ക്ലോത്തിങ്. കണ്ടോ, ഫാഷനബിൾ ക്ലോത്തിങ്. ഇതിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. ക്ലിയർ? വെരി 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 ഇമ്പോർട്ടൻറ്റ്. സാർ അതൊന്നുകൂടെ പറയോ? ഡെഫിനറ്റ്ലി. അതായത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ലോജിക് ഓർക്കുക. മേജർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. ഓക്കെ ആണോ? മേജർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ്. അതായത് ഈ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് എന്താണ്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. പേർപ്പിൾ ആണ് കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. അതിനെ നമ്മൾ മേജർ ടേം എന്ന് പറയും. ഈ മേജർ ടേം ഉള്ള പ്രെമിസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലേ? ഇതിനകത്ത് എവിടെയാ മേജർ ടേം ഉള്ളത് നോക്കുക. പേർപ്പിൾ ഉള്ളത് രണ്ടാമത്തെ പ്രെമിസിലാണ്. അതിനെ നമുക്ക് മേജർ പ്രെമിസ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ മൈനർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ്, ഹാറ്റ്സ്. കൺക്ലൂഷന്റെ സബ്ജക്റ്റ്, ആ കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ഉള്ള പ്രെമിസ് ഏതാണ്? ആദ്യത്തെ പ്രെമിസ് ആണ്. അതിനെയാണ് നമ്മൾ മൈനർ പ്രെമിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈനർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ്. ആ മൈനർ ടേം ഉള്ള പ്രെമിസിനെ മൈനർ പ്രെമിസ് എന്ന് പറയും. സോ മേജർ ടേമും മേജർ പ്രെമിസും മൈനർ ടേമും മൈനർ പ്രെമിസും ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ടേം, അതായത് കൺക്ലൂഷനിൽ വരാതെ
രണ്ട് പ്രമിസിനും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടേം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൺക്ലൂഷനിൽ വന്നിട്ടില്ല, എന്നാൽ കണക്ട് ചെയ്യുന്നത് ഈ ടേമാണ്. ഫാഷനബിൾ ക്ലോത്തിങ് ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് വിളിക്കുന്നത്. ഇത് ക്ലിയർ നൗ? Yes, sir. ഓക്കെ. സോ സി മറ്റൊരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിന്റെ മേജർ ടേം എന്ന് പറഞ്ഞ്, മേജർ ടേം ഈ എക്സാമ്പിളിൽ മേജർ ടേം ഏതാണ്? കൺക്ലൂഷന്റെ Mortal. മോർട്ടൽ. ആ മേജർ ടേം വരുന്ന സെന്റൻസിനെയാണ് അല്ലെങ്കിൽ പ്രെമിസിനെയാണ് നമ്മൾ മേജർ പ്രെമിസ് എന്ന് പറയുന്നത്. കണ്ടോ? ദെൻ മൈനർ ടേം ഗ്രീക്സ് ആണ്. ആ ഗ്രീക്സ് വരുന്ന പ്രെമിസ്, രണ്ടാമത്തെ പ്രെമിസ്, അതിനെയാണ് മൈനർ പ്രെമിസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വിച്ച് ഇസ് ദി മിഡിൽ ടേം ഹിയർ? കേട്ടോ? ഹ്യൂമൻസ് ആണ് നമ്മളുടെ മിഡിൽ ടേം. അതായത് കൺക്ലൂഷനിൽ വരാതെ രണ്ട് പ്രമിസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ടേമിനെയാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ബട്ട് there will be questions from this area. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ. എന്താണ് എ, എന്താണ് ഇ, എന്താണ് ഐ, എന്താണ് ഓ. സോ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് 4 തരത്തിലാകാം. ഒന്നെങ്കിൽ അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആകാം. അഫർമേറ്റീവ് എന്താ? അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, പോസിറ്റീവ്. അല്ലെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആകാം. അതും അല്ലെങ്കിൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആകാം, പെർട്ടിക്കുലർ നെഗറ്റീവ് ആകാം. ശ്രദ്ധിച്ചിരിക്കാട്ടോ, ഇനി മനസ്സിലായി പറയണം. എ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. അതായത് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. എല്ലാ സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ടെന്നാണ്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അതൊരു എ ടൈപ്പ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആണ്. അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ഓക്കെ. ഇനി സബ്ജക്ട് ക്ലാസ്സിലെ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നില്ലെന്നാണെങ്കിലോ? നോ കാറ്റ്സ് ആർ ഡോഗ്സ്. നോ കാറ്റ്സ് ആർ ഡോഗ്സ് ആണെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ. ഈ ടൈപ്പ് എന്ന് പറയും യൂണിവേഴ്സൽ നെഗറ്റീവ്, അല്ലെങ്കിൽ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, നോ കാറ്റ്സ് ആർ ഡോഗ്സ്, നോ ഹ്യൂമൻസ് ആർ മോർട്ടൽസ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. സബ്ജക്ട് ക്ലാസ്സിലെ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരില്ല എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ്, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്സ്, സം കാറ്റ്സ് ആർ ഡോഗ്സ്. അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ സം സബ്ജക്ട് ക്ലാസ്സിലെ ചില മെമ്പേഴ്സ് പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്, ചില മെമ്പേഴ്സ് പോസിറ്റീവ് ആണ്. അതിനെയാണ് പെർട്ടിക്കുലർ അഫർമേറ്റീവ് അല്ലെങ്കിൽ ഐ ടൈപ്പ് എന്ന് പറയുന്നത്. പെർട്ടിക്കുലർ അഫർമേറ്റീവ്. ഇനി അവസാനമായി സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. സബ്ജക്ട് ക്ലാസ്സിലെ ചില മെമ്പേഴ്സ് പ്രെഡിക്കേറ്റിൽ വരുന്നില്ല, സബ്ജക്ട് ക്ലാസ്സിലെ ചില മെമ്പേഴ്സ് പ്രെഡിക്കേറ്റിൽ വരുന്നില്ല. സം കാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ്. ഓക്കെ. അല്ലെങ്കിൽ സം ഹ്യൂമൻസ് ആർ നോട്ട് മോർട്ടൽ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അല്ല എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ ഓ ടൈപ്പ് എന്ന് പറയും. സോ എ, ഇ, ഐ, ഒ. എ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഇ യൂണിവേഴ്സൽ നെഗറ്റീവ്, ഐ പെർട്ടിക്കുലർ അഫർമേറ്റീവ്, ഓ പെർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, ജസ്റ്റ് പെട്ടെന്ന് നോക്കുക. എ ടൈപ്പ് ആണെങ്കിൽ എന്താണ് ഫീച്ചർ? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. അതായത് എവരി മെമ്പർ ഓഫ് ദി സബ്ജക്ട് ക്ലാസ് ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ദി പ്രെഡിക്കേറ്റ് ക്ലാസ്. സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. സബ്ജക്ട് ക്ലാസ്സിലെ പൊളിറ്റീഷ്യൻസ് എല്ലാവരും പ്രെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലയേഴ്സിൽ വരുന്നുണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. ഓൾ SRP, ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്സ്. രണ്ടാമത്തെ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. അതായത് നോ മെമ്പേഴ്സ് ഓഫ് ദി സബ്ജക്ട് ക്ലാസ് ആർ മെമ്പേഴ്സ് ഓഫ് ദി പ്രെഡിക്കേറ്റ് ക്ലാസ്. സബ്ജക്ട് ക്ലാസ്സിലെ ഒരാൾ പോലും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ്. നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. അതായത് നോ സബ്ജക്ട് ആർ പ്രെഡിക്കേറ്റ്.
പെർട്ടിക്കുലർ അഫർമേറ്റീവ് ഐ ടൈപ്പ് എന്ന് പറയുമ്പോൾ സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ചില സബ്ജക്റ്റിലെ ചില ആളുകൾ ഒരാളെങ്കിലും പ്രെഡിക്കേറ്റിൽ വരുന്നുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് വൺ മെമ്പർ ഓഫ് ദി സബ്ജക്ട് ക്ലാസ് ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് ക്ലാസ്. സബ്ജക്ട് ക്ലാസ്സിൽ ഒരാളെങ്കിലും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ പറയുക സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന്. അതായത് സം സബ്ജക്ട് ആർ പ്രെഡിക്കേറ്റ്, സം എസ് ഈസ് പി. അവസാനമായി പെർട്ടിക്കുലർ നെഗറ്റീവ്, ദി പ്രപ്പോസിഷൻ ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് വൺ മെമ്പർ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് ക്ലാസ്. സബ്ജക്ട് ക്ലാസ്സിലെ ഒരു മെമ്പർ എങ്കിലും പ്രെഡിക്കേറ്റ് ക്ലാസ്സിലെ മെമ്പർ അല്ലെങ്കിൽ അവിടെയാണ് സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്ന് നമ്മൾ പറയുന്നത്. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ ഓർ സം എസ് ഈസ് നോട്ട് പി. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ശരി. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. എ ഓൾ സബ്ജക്ട് ആർ പ്രെഡിക്കേറ്റ്. ഇ ആണെങ്കിൽ ഓൾ സബ്ജക്ട് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്നോ നോ സബ്ജക്ട് ആർ പ്രെഡിക്കേറ്റ് എന്നോ പറയാം. രണ്ടും ഒന്ന് തന്നെയാണ് മീനിങ് വരിക. നോ സബ്ജക്ട് ആർ പ്രെഡിക്കേറ്റ്, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ദെൻ ഐ ടൈപ്പ് ആണെങ്കിൽ സം എസ് ആർ പി, ഓ ടൈപ്പ് ആണെങ്കിൽ സം എസ് ആർ നോട്ട് പി. ഈ ഫോർമാറ്റിലായിരിക്കും, ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും വരിക. ദെൻ ഇത് എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളോട് ചോദിക്കുന്ന ഒരു ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ഏരിയ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് എ പൊസിഷൻ. 100% യു വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നോക്കുക എന്താണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് എ പൊസിഷൻ. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് എ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഒപ്പോസിഷൻ ഈസ് ആൻ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് grounded on the relation between propositions which have same terms but differ in quantity or quality or both. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ടേമുകൾ, സബ്ജക്റ്റും രണ്ടിലെ സബ്ജക്റ്റ് ഒന്നാണ്, രണ്ടിലെ പ്രെഡിക്കേറ്റ് ഒന്നാണ്. പക്ഷേ ഡിഫറൻസ് വരുന്ന ഒന്നെങ്കിൽ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ മാത്രമേ ഉള്ളൂ. ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? എന്താണ് ക്വാണ്ടിറ്റി? എന്താണ് ക്വാണ്ടിറ്റി? വേഗം 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 മൈക്ക് ഓൺ ചെയ്ത് വേഗം പറയും. എക്സാക്ട്ലി. എന്താണ് ക്വാളിറ്റി? അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ക്വാളിറ്റി വരുന്നത്. സോ ഡിഫറൻസ് വരുന്നത് ഈ പറയുന്ന അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഫാക്ടറിലായിരിക്കും, അല്ലെങ്കിൽ ഓൾ സം എന്ന് പറയുന്ന ഫാക്ടറിലായിരിക്കും. അല്ലാതെ വേറൊന്നിനും ഡിഫറൻസ് ഉണ്ടാവില്ല. അതായത് പൊളിറ്റീഷ്യൻ ലയറും സെയിം ആയിരിക്കും, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആയിട്ട് വരണം, എന്നാൽ മാത്രമേ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ യു ക്യാൻ സി ഇതാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ. അതായത് ഈ ഒരു റിലേഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എ ടൈപ്പ് കാണാം, ഇ ടൈപ്പ് കാണാം, ദെൻ ഐ ടൈപ്പ് ആൻഡ് ഒ ടൈപ്പ്. സോ ഇവ തമ്മിലുള്ള റിലേഷൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത 15-20 മിനിറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ എവിടെയും പോകരുത്, ഇവിടെ ഇരിക്കുക. സോ ഇവ തമ്മിലുള്ള ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് ആണ്, ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണ് നമ്മൾ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ വഴി പറയുന്നത്. അതായത് ഇപ്പോൾ എവരി എസ് ഈസ് പി എന്ന് പറയുന്നു, ഇതും സം എസ് ഈസ് നോട്ട് പി എന്നുള്ള ഓ ടൈപ്പും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഇവ രണ്ടും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ നമ്മൾ കോൺട്രാഡിക്റ്ററി എന്ന് പറയും. അതായത് എയും ഓയും ഒരുമിച്ച് വരുവാണെങ്കിൽ അത് കോൺട്രാഡിക്റ്ററി ആണ്. അതേപോലെ ഇയും ഐയും ഒരുമിച്ച് വന്നാൽ അതും കോൺട്രാഡിക്റ്ററി ആണ്. ഓക്കെ, ദെൻ എയും ഇയും ഒരുമിച്ച് വരുവാണെങ്കിൽ അത് കോൺട്രറി ആണ്. എ എന്താണ്? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇ എന്താണ്? നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇവ രണ്ടും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ കോൺട്രറി എന്ന് വിളിക്കും. ഇനി എ ടൈപ്പും ഐ ടൈപ്പും ഒരുമിച്ച് വരുവാണെങ്കിൽ അത് സബ് ഓൾട്ടർനേഷൻ ആണ്. അതേപോലെ ഇ ടൈപ്പും ഒ ടൈപ്പും ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും അത് സബ് ഓൾട്ടർനേഷൻ ആണ്. ആൻഡ് ഫൈനലി ഐയും ഓയും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ സബ് കോൺട്രറി എന്ന് വിളിക്കും. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ പറയാം. അതിനു മുമ്പ് ഈ ടേബിൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, ഈ ഒരു ചാർട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എവിടെയെങ്കിലും ഒന്ന് വരച്ചിട്ട് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇസ് ഇറ്റ് ഫൈൻ? ക്ലിയർ ആണോ?
വേറെ ഒന്നും വേണ്ട. എ ടൈപ്പും ഓ ടൈപ്പും ഒരുമിച്ച് വന്നാൽ എന്താണ് നിങ്ങൾ പറഞ്ഞു തന്നെ എനിക്ക്. അതേപോലെ ഈ ടൈപ്പും ഐ ടൈപ്പും എന്താ ഒരുമിച്ച്. ഓക്കെ, സോറി, കണക്ഷൻ കട്ടായതാണേ. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആയായിരുന്നോ? എവിടെ വെച്ചാ കട്ടായി പോയതെന്ന് പറയാമോ? Yes. ഓക്കെ, ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയുമാണ് പറഞ്ഞത്. അതായത് ഈ റിലേഷൻസ്, അതായത് കോൺട്രാഡിക്ടറി, കോൺട്രറി, സബ് കോൺട്രറീസ്, ഇത് തന്നെ നമ്മളോട് ചോദിക്കും. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ട് ഇപ്പോൾ ഓൾ മെൻ ആർ മോർട്ടൽ, നോ മെൻ ആർ മോർട്ടൽ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒരുമിച്ച് വരുവാണെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, അത് ഏത് തരത്തിലുള്ള റിലേഷനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കോൺട്രറീസ് എന്ന് പറയാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ റിലേഷൻസ് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇ ആൻഡ് ഐ ഒരുമിച്ച് വരുവാണെങ്കിൽ എന്താണ്? കോൺട്രാഡിക്ടറി ആണ്. എയും ഓയും ഒരുമിച്ച് വരുവാണെങ്കിൽ എന്താണ്? അത് കോൺട്രാഡിക്ടറി തന്നെയാണ്. സോ അത്തരത്തില് റിലേഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ നേടിയെടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? Yes, sir. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോൺട്രാഡിക്ടറി, എന്തുകൊണ്ടാണ് ഇത് കോൺട്രാഡിക്ടറി? കോൺട്രാഡിക്ടറി ഏതൊക്കെ തമ്മിൽ വരുമ്പോഴാണ് നോക്കുക. എ ആൻഡ് ഒ ഒരുമിച്ച് വരുവാണെങ്കിൽ അത് കോൺട്രാഡിക്ടറി ആണ്. ഇയും ഐയും ഒരുമിച്ച് വരുവാണെങ്കിൽ അത് കോൺട്രാഡിക്ടറി ആണ്. അതായത് ലെറ്റ് മി റൈറ്റ്, കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടോ? എന്റെ കണക്ഷനിൽ എന്തെങ്കിലും ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് വരുന്നുണ്ട്. എന്തോ ഒരു കണക്ടിവിറ്റി ട്രബിൾ ഇന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ബ്രേക്ക് വരുവാണെങ്കിൽ അത് പറയണേ കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ശരി. ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി ഗ്രൂപ്പിൽ, ഞാനപ്പോൾ നോക്കിക്കൊള്ളാം. ശരി. സോ കോൺട്രാഡിക്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എയും ഓയും ഒരുമിച്ച് വരുവാണ്. ഞാനൊരു എ ടൈപ്പ് ഇവിടെ എഴുതാം. എ ടൈപ്പിന് എക്സാമ്പിൾ ആണ് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. എ ടൈപ്പ് ആണല്ലോ. ദെൻ ഓ ടൈപ്പ് എന്ന് പറയുമ്പോൾ നോ ഓ ടൈപ്പ് ആണ്. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ. ഓക്കെ, റിമെമ്പർ ദിസ്. ഇത് രണ്ടുമാണ് എയും ഓയും. ഇവ രണ്ടും ഒരുമിച്ച് വരുവാണെങ്കിൽ ആ സിറ്റുവേഷനാണ് കോൺട്രാഡിക്ടറി എന്ന് പറയുന്നത്. അതായത് ഓർക്കുക, ടു പ്രപ്പോസിഷൻസ് ആർ സെഡ് ടു ബി കോൺട്രാഡിക്ടറി ഇഫ് ബോത്ത് കാനോട്ട് ബി ട്രൂ ആൻഡ് ബോത്ത് കാനോട്ട് ബി ഫോൾസ് അറ്റ് ദി സെയിം ടൈം. രണ്ടും ഒരുമിച്ച് ട്രൂ ആകുകയില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവുകയില്ല. ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആകുമോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? എല്ലാവരും കള്ളന്മാരാന്ന് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ് അതിൽ കുറച്ച് പേര് സത്യസന്ധന്മാരാണ്. രണ്ടും ഒരുമിച്ച് ശരിയാകാൻ പറ്റുമോ? ഇല്ല, രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകുമോ? അതായത് ഞാൻ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും കള്ളന്മാരാന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയ എന്ത് സംഭവിക്കും? ഇത് ഫോൾസ് ആയി എന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താ? എല്ലാവരും കള്ളന്മാരായി ആണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകുമ്പോൾ അതിനർത്ഥം അതിൽ കുറച്ച് പേര് സത്യസന്ധന്മാരാണെന്നാണ്, അല്ലെങ്കിൽ ഒരാൾ സത്യസന്ധനാണെന്നാണ്. അതായത് സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്ന് കിട്ടും. റൈറ്റ്? എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞു, അതിൽ ഒരാള് ലയർ അല്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അത് ഫെയിൽ ആവുന്നത്. അതിനർത്ഥം സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്നുള്ളതാണ് ഫെയിൽ ആയാൽ നമുക്ക് കിട്ടുന്നത്. ഫെയിൽ ആയാൽ ദെൻ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്ന് പറഞ്ഞ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫെയിൽ ആയാലോ? ഇത് ഫെയിൽ ആയാൽ കുറച്ച് പേര് കള്ളന്മാരല്ല എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. അതിനർത്ഥം എന്താ? എല്ലാവരും കള്ളന്മാരാണ്. അത് ഫെയിലായ കിട്ടുന്നത് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നാണ്. നോക്ക്, നമ്മൾ നേരത്തെ ചെയ്ത അതേ സിറ്റുവേഷൻ തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഫെയിൽ ആകുമ്പോഴും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫെയിൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫെയിൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനർത്ഥം ഇവ രണ്ടും ഒരുമിച്ച് ഫെയിൽ ആകാൻ, ഫോൾസ് ആകാനും പറ്റില്ല, ഒരുമിച്ച് ട്രൂ ആകാനും പറ്റില്ല. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. യു മസ്റ്റ് റിമെമ്പർ, കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് കാനോട്ട് ബി ട്രൂ ആൻഡ് ബോത്ത് കാനോട്ട് ബി ഫോൾസ് അറ്റ് ദി സെയിം ടൈം. രണ്ടും
ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല എന്നുള്ളതാണ് കോൺട്രാഡിക്ടറിയുടെ ഫീച്ചർ. ഇൻ അതർ വേർഡ്സ്, if the opposition is between two propositions which differ both quantity and quality, അല്ലെ വ്യത്യാസം ഇല്ല നോക്കി നിങ്ങൾ, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ, രണ്ടാമത്തേൽ വന്നിരിക്കുന്നത് സം. സോ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. ക്വാളിറ്റിയോ, ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാളിറ്റിയാണ്, രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാളിറ്റിയാണ്. അതായത് ഈ കോൺട്രാഡിക്ടറി ആണെങ്കിൽ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാകും, ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ? ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒന്നാമതായിട്ട് ഇവ രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, ഒരുമിച്ച് ഫോൾസ് ആവില്ല. രണ്ടാമതായിട്ട് അവയ്ക്ക് ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ഓർക്കുക. അത് എവിടെയെങ്കിലും ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെച്ചേക്കുക. ഓക്കെ, രണ്ടാമത്തത് കോൺട്രറി. കോൺട്രറി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ് ആർ സെഡ് ടു ബി കോൺട്രറി, അല്ലേ? യൂണിവേഴ്സൽസ് അല്ലേ രണ്ടും? എയും ഇയും ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നാലാണ് കോൺട്രറി എന്ന് പറയുന്നത്. എ ടൈപ്പ് ഞാൻ ഇവിടെ എഴുതാം. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഈ ടൈപ്പിന് എക്സാമ്പിൾ ആണ് നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. അതായത് എ ടൈപ്പും ഈ ടൈപ്പും രണ്ട് യൂണിവേഴ്സൽസ് ഒരുമിച്ച് വരുവാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ കോൺട്രറി എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ് ആർ സെഡ് ടു ബി കോൺട്രറി ബിക്കോസ് they cannot both be simultaneously true. രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. ഈ ഞാൻ സൈഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റുമോ? ഞാൻ പറയുന്നത് എന്താ, നമ്മുടെ സിമ്പിൾ ലാംഗ്വേജ് ചിന്തിക്കുക. എല്ലാ പൊളിറ്റീഷ്യൻസും കള്ളന്മാരാണെന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഒരു പൊളിറ്റീഷ്യൻസും കള്ളന്മാരല്ല, എല്ലാവരും സത്യസന്ധന്മാരാണെന്നാണ്. ഇത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും ട്രൂ ആവില്ല, റൈറ്റ്? സോ രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റുമോ? ചെക്ക് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി എന്ന് വിചാരിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയ എന്താകും? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. എല്ലാവരും ലയർ എന്ന് പറയുന്നത് തെറ്റാണ്. അതിനർത്ഥം ചിലർ ലയർ അല്ല. Some politicians are not liar. ചിലർ ലയർ അല്ല എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ്? യു വിൽ ഗെറ്റ് ഓ ടൈപ്പ്, റൈറ്റ്? ഓ ടൈപ്പ് കിട്ടും. അതേസമയം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയാലോ? ഇത് രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവണ്ടേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകുമ്പോൾ യു വിൽ ഗെറ്റ് നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ആരും കള്ളന്മാരല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതിനർത്ഥം ചില ആൾക്കാർ കള്ളന്മാരാണ്. ഓക്കെ, അതായത് സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, അതായത് യു വിൽ ഗെറ്റ് ഐ ടൈപ്പ്. ഓക്കെ, രണ്ടും ഫെയിൽ ആയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ആണ് എഴുതിയിരിക്കുന്നത്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ, സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ. ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റൂ? ഫോൾസ് ആയിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് നിലനിൽക്കുമോ? നിങ്ങൾ തന്നെ പറ. 50 കള്ളന്മാരും 50 സത്യസന്ധന്മാരും ഉണ്ടെന്ന് വിചാരിക്കുക പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ. അപ്പൊ ഞാൻ പറയുകയാണ് സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ, സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ. 50 പേര് നല്ലവരാണ്, 50 പേര് നുണയന്മാരാണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് നിൽക്കൂലേ? ഇറ്റ് ഈസ് പോസിബിൾ, റൈറ്റ്? ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം, പക്ഷെ രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല. അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ് കോൺട്രറിയിൽ വരുന്നത്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഫീച്ചേഴ്സ് മനസ്സിലായോ? കോൺട്രാഡിക്ടറിയുടെ സൈഡിൽ എഴുതിയേക്കുക. ട്രൂ ആകാൻ പറ്റുമോ? ഇല്ല. ഫോൾസ് ആകാൻ പറ്റുമോ? ഇല്ല. രണ്ടും പറ്റില്ല. കോൺട്രാഡിക്ടറി രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസും ആകില്ല. കോൺട്രറി രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. ഓക്കെ, ദെൻ ഇവിടെ റിലേഷനിൽ ക്വാളിറ്റിയിലാണോ ക്വാണ്ടിറ്റിയിലാണോ ഡിഫറൻസ് ഉള്ളത്? പെട്ടെന്ന് പറയൂ. ഇവിടെ റിലേഷനിൽ ക്വാണ്ടിറ്റിയിലാണോ ക്വാളിറ്റിയിലാണോ ഡിഫറൻസ് ഉള്ളത്? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ്മെന്റ്സ്. ഡിഫറൻസ് വരുന്നത് ഇതിന് ക്വാണ്ടിറ്റി ഡിഫറൻസ് ഉണ്ടോ? തിങ്ക്. പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാ പൊളിറ്റീഷ്യൻസും കള്ളന്മാരാണ്.
ഒരു പൊളിറ്റീഷ്യൻസും കള്ളന്മാരല്ല എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും നമ്മൾ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന മൊത്തം കാറ്റഗറിയെ പറ്റിയല്ലേ പറയുന്നത്. സോ ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി സെയിം. ക്വാണ്ടിറ്റിയിൽ രണ്ടിടത്തും യൂണിവേഴ്സൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ക്വാണ്ടിറ്റിയിൽ ഒരു ഡിഫറൻസും ഇല്ല. ഡിഫറൻസ് വന്നിരിക്കുന്നത് എവിടെയാണ്? ഒന്ന് പോസിറ്റീവ് ആണ്, രണ്ടാമത്തത് നെഗറ്റീവ് ആണ്. സോ ദി റിലേഷൻഷിപ്പ്, ദി ഒപ്പോസിഷൻ ഇസ് ബിറ്റ്വീൻ ടു യൂണിവേഴ്സൽസ് വിച്ച് ഡിഫർ ഇൻ ക്വാളിറ്റി ഓൺലി. ക്വാളിറ്റിയിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഇല്ല. സോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ഓർക്കണം ഇവിടെ? കോൺട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റും. ഡിഫറൻസ് വന്നിരിക്കുന്നത് ക്വാളിറ്റിയിൽ മാത്രമാണ്, ക്വാണ്ടിറ്റിയിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ഭാഗം ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആണ് സർ. ശരി. ദെൻ അടുത്തത് സബ് കോൺട്രറി. സബ് കോൺട്രറി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് റിലേഷൻ ആണ്? ഐയും ഓയും. ഐ എന്ന് പറഞ്ഞാൽ സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ. ഓക്കെ. സോ ഇത് ഐ ടൈപ്പ് പെർട്ടിക്കുലർ അഫർമേറ്റീവ്, ഓ ടൈപ്പ് പെർട്ടിക്കുലർ നെഗറ്റീവ്. സോ ഇവ രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയൂ. ഒരുമിച്ച് ട്രൂ ആകുമോ? ആകും സർ. വെരി ഗുഡ്. അതായത് കുറച്ച് പേര് കള്ളന്മാരാണ്, കുറച്ച് പേര് കള്ളന്മാരല്ല. 50 പേര് കള്ളന്മാരാണ്, 50 പേര് കള്ളന്മാരല്ല. ഇവ രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം. അതേസമയം ഇതിന്റെ ഫോൾസ് ആയാലോ? ഇത് രണ്ടും ഫോൾസ് ആയാലോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ ഫെയിൽ ചെയ്യുന്നു. സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കുറച്ച് പേര് കള്ളന്മാരാണെന്ന് പറഞ്ഞ് തെറ്റാണ്. അതിനർത്ഥം എല്ലാവരും, ഓൾ സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയർ എന്നായിരിക്കും നമുക്ക് കിട്ടുക. നോ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ആരും ലയർ അല്ല. രണ്ടാമത്തെയോ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ ഫെയിൽ ആയാലോ? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. രണ്ടും യൂണിവേഴ്സൽ അല്ലേ? എയും ഇയും ആണ്. ഇവ രണ്ടും ഒരുമിച്ച് ട്രൂ ആകുമോ? ഇല്ല. അതായത് ഫീച്ചർ ഇവിടെ ഓർക്കുക, ട്രൂ വാല്യൂ ഇസ് ദെയർ, ഫോൾസ് വാല്യൂ ഇല്ല. ഇതാണ് സബ് കോൺട്രറി. സോ ഇവിടെ ക്വാളിറ്റിയിലാണ് ഡിഫറൻസ് വരുന്നത്. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. ട്രൂ വാല്യൂ ഇസ് ദെയർ, ഫോൾസ് വാല്യൂ ഇസ് നോട്ട് ദെയർ. ഇത്രയും ഓർക്കുക, സബ് കോൺട്രറി. ആൻഡ് ഫൈനലി ലാസ്റ്റ് റിലേഷൻ സബ് ഓൾട്ടർനേഷൻ ആണ്. സബ് ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? എയും ഐയും ഒരുമിച്ച് വരുവാണെങ്കിൽ സബ് ഓൾട്ടർനേഷൻ ആണ്. അല്ലെങ്കിൽ ഇയും ഓയും ഒരുമിച്ച് വന്നാൽ അതും സബ് ഓൾട്ടർനേഷൻ ആണ്. അതായത് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ദെൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഓക്കെ. അതായത് മറ്റൊരു എക്സാമ്പിൾ എഴുതാം. പൊളിറ്റീഷ്യൻസിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി. സി ഓൾ ടേബിൾസ് ആർ ചെയർ. എല്ലാ ടേബിളും ചെയർ ആണെന്ന് പറഞ്ഞു. സം ടേബിൾ ആർ ചെയർ. ഇത് ആദ്യത്തേത് എ ടൈപ്പ് ആണ്, രണ്ടാമത്തത് ഐ ടൈപ്പ് ആണ്. ഇനി നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു പെക്യൂലിയർ ഫീച്ചർ ഉണ്ട്. എല്ലാ ടേബിളും ചെയർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സം ടേബിൾ ആർ ചെയർ എന്ന് പറയുന്നത് ട്രൂ ആണോ? എപ്പോഴും ട്രൂ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടേബിളും ചെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ സം ടേബിൾസ് ആയില്ലേ? അതിൽ നിന്നും കുറച്ച് ടേബിൾ എടുക്കുവാണ് അതിൽ നിന്നും. സോ സം ടേബിൾസ് എടുത്തു കഴിഞ്ഞാൽ അവയും ചെയർ ആയിരിക്കും. എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും. ഇ ട്രൂ ആണെങ്കിൽ ഓ ട്രൂ ആയിരിക്കും. ഇതാണ് സബ് ഓൾട്ടർനേഷൻ പറയുന്നത്. സബ് ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ടു പെർട്ടിക്കുലർ റിലേഷൻ ആണ്. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ എപ്പോഴും ട്രൂ ആയിരിക്കും എന്നുള്ളത് ഓർത്തേക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ, ഗുഡ്. സോ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും മാത്രമാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷനിലുള്ളത്. പക്ഷെ ഇത്രയും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മിനിമം 2 മാർക്സ്. ഓക്കെ.
സോ ലെറ്റ്സ് സീ. ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് പറഞ്ഞു തരണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രപ്പോസിഷൻസ് സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് കോൺട്രാഡിക്റ്റഡ്? സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് കോൺട്രാഡിക്ട് ചെയ്യുന്നത് താഴത്തെ ഏത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടാണ്? ഓൾ മെൻ ആർ നോട്ട് ഓണസ്റ്റ്, സം മെൻ ആർ നോട്ട് ഓണസ്റ്റ്, നോ മെൻ ആർ ഓണസ്റ്റ്, ഓൾ ഓഫ് ദി അബോവ്. വെരി ഗുഡ്, വെരി ഗുഡ്, യു ഗൈസ് ആർ ഗെറ്റിംഗ് ഇറ്റ്. എ ടൈപ്പ്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന പ്രപ്പോസിഷൻ ഏത് ടൈപ്പാണ്? സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓ ടൈപ്പ് ആണ് അല്ലേ? ഓ ടൈപ്പ് ആണ് തന്നിരിക്കുന്നത്. അതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പാണ്? ഇതാണ് കോൺട്രാഡിക്റ്റ് റിലേഷൻ. ഐ ആണെങ്കിൽ ഇ ആയിരിക്കണം, ഓ ആണെങ്കിൽ എ ആയിരിക്കണം. സോ തന്നിരിക്കുന്നതിൽ എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓൾ മെൻ ആർ ഓണസ്റ്റ്. സോ ദാറ്റ്സ് യുവർ റൈറ്റ് ആൻസർ. ഇതിനു വേണ്ടിയാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടു പ്രപ്പോസിഷൻസ് ദാറ്റ് ഹാവ് ദി സെയിം സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ടേംസ് ബട്ട് ഡിഫർ ഇൻ ക്വാളിറ്റി ആർ ടേംഡ് ആസ്. ഫീച്ചർ എന്നുള്ള രീതി നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞാൽ മതി. ക്വാളിറ്റിയിൽ മാത്രം വ്യത്യാസം വരുന്നു. എ ആണോ? എയിൽ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ട്. എ ആണെങ്കിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിഫറൻസ് ഉണ്ട്. ഇതിവിടെ ക്വാളിറ്റിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, റൈറ്റ്? അതിനർത്ഥം എന്താണ്? എയും ഇയും ഇവ രണ്ടും വരുവാണെങ്കിൽ ക്വാളിറ്റി മാത്രമേ വ്യത്യാസമുള്ളൂ, രണ്ടിനും യൂണിവേഴ്സലാണ്. ഓക്കെ, ആൻസർ ഈസ് കോൺട്രറി. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാം, സബ് കോൺട്രറി അങ്ങനെ അല്ലേ എന്നൊരു കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടാകാം. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നല്ലവണ്ണം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം, സബ് കോൺട്രറി അങ്ങനെ അല്ലേ എന്നൊരു കൺഫ്യൂഷൻ തോന്നാം. സബ് കോൺട്രറി ഇതിനകത്തില്ല, എന്നാലും സബ് കോൺട്രറി അങ്ങനെ അല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺട്രറിയിൽ ക്വാണ്ടിറ്റി ഡിഫറൻസ് ആകാം. ഇപ്പോൾ സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, ഇതാണല്ലോ സബ് കോൺട്രറിയിൽ വരുന്നത്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് ഐ ടൈപ്പ്, സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് ഓ ടൈപ്പ്. ഇവിടെ നിങ്ങൾ കണ്ട ഈ ഒരു എക്സാമ്പിൾ ഇവിടെ സബ് കോൺട്രറി കണ്ടോ? ഇതാണ് സബ് കോൺട്രറിയിൽ വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നതും ഡിഫറൻസ് വരുന്നത് ക്വാളിറ്റിയിൽ നിന്നാണ്. കണ്ടോ? ഡിഫേഴ്സ് ഇൻ ക്വാളിറ്റിയിൽ നിന്നാണ്. പക്ഷേ അവിടെ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാകുമോ? ഇമാജിൻ സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇവിടെ ഞാനൊരു 40 പൊളിറ്റീഷ്യൻസിനെ പറ്റിയാണ് പറയുന്നത്. 40 പേര് കള്ളന്മാരാണ്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, ട്രൂ അല്ലേ? അതേസമയം 60 പേര് സത്യസന്ധന്മാരാണ്. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, ട്രൂ അല്ലേ? ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടോ? ഉണ്ടാകാം. ഓക്കെ, അതുകൊണ്ടാണ് സബ് കോൺട്രറി അവിടെ റൈറ്റ് ആയിട്ട് വരാത്തത്. സബ് കോൺട്രറി ആകുമ്പോൾ ക്വാളിറ്റിയിൽ ദർ ഇസ് ഡെഫിനറ്റ്ലി ഡിഫറൻസ്, പക്ഷെ ക്വാണ്ടിറ്റിയുടെ കാര്യം ഉണ്ടാകാം എന്നേ പറയാൻ പറ്റൂ. അതായത് ഇപ്പോൾ 40-40 ആണെങ്കിലോ ക്വാണ്ടിറ്റി ഡിഫറൻസ് ഇല്ല, പക്ഷെ 40-50 ആകാനും പറ്റും. അങ്ങനെയുള്ളതുകൊണ്ടാണ് ക്വാണ്ടിറ്റി ഡിഫറൻസ് വരാമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ജസ്റ്റ് ഓർത്തേക്കുക, കോൺട്രറി ആണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. If two prepositions are related in such a way that they cannot be together although they may be false together. രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റും. ആ റിലേഷൻഷിപ്പിന് എന്താ പറയുന്നത്? രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും വെരി ഗുഡ്. സെയിം, കോൺട്രറി. റൈറ്റ് ആൻസർ ഈസ് കോൺട്രറി. കോൺട്രറി വരുമ്പോൾ എയും ഇയുമാണ്. യൂണിവേഴ്സൽ പോസിറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൺട്രറി. അടുത്തത്, all students clear their examination and few students did not clear the examination is an instance of. ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻസ് ഏതാണ്? ഓക്കെ, all students clear their examination എന്ന് പറയുന്നത് എ ടൈപ്പ് ആണ്. ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓ ടൈപ്പ് ആണ്. സോ എയും ഓയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് കോൺട്രാഡിക്ടറി ആണ്. ഗുഡ്. കോൺട്രറി അല്ല കേട്ടോ, തെറ്റിക്കല്ലേ, കോൺട്രാഡിക്ടറി. രണ്ടും ഏത് ടൈപ്പാണ് നോക്കുക, ആ ടൈപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡിഡ് നോട്ട് ആണ്. സം ഡിഡ് നോട്ട്.
സം ഡു നോട്ട് എന്ന് പറയുമ്പോൾ അത് ഓഡ് ടൈപ്പ് ആണ് വരുന്നത്. എയും ഒയും കോൺട്രാഡിക്ടറി. മറ്റൊരു ക്വസ്റ്റ്യൻ, which type of categorical proposition in the classical square proposition asserts that all members of the subject class belongs to the predicate class? Simple, direct. സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിലും ഉണ്ട് എന്ന് പറയുന്നത് ഏത് പ്രപ്പോസിഷൻ ആണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അടുത്തത്, in classical square opposition, which pair of propositions are considered to be contradictory? താഴെ തന്നിരിക്കുന്ന ഒരു കോൺട്രാഡിക്ടറി ഉണ്ടോ? മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവിടെ. നോ, കോൺട്രാഡിക്ടറി ഇസ് നോട്ട് ദെയർ, റൈറ്റ്? ഇതിന്റെ ഓപ്ഷൻസിലൊക്കെ എറർ ഒന്നാണ്. ഓക്കെ, കോൺട്രാഡിക്ടറി വരണമെങ്കിൽ അതൊക്കെ വേണം. കോൺട്രാഡിക്ടറി വരണമെങ്കിൽ ഒന്നെങ്കിൽ എയും ഓയും ഐയും. ഇതാണ് കോൺട്രാഡിക്ടറി ഓപ്ഷൻസ്. നമ്മുടെ ഓപ്ഷൻസിൽ അതില്ല. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, what is the relationship between universal affirmative proposition and universal negative proposition in a classical square opposition? Repeated ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുക. ആൻസർ ഇസ് contrary ആണ്. And next question, which type of categorical proposition in classical square opposition denies the existence of any members in the subject class? Denies. Subject classile question complete അല്ല കേട്ടോ. Members in the subject class in predicate class വേണം, because subject class ഒരു മെമ്പേഴ്സും predicate class. Okay, that is universal negative. സബ്ജക്ട് ക്ലാസ്സിൽ ഒരു മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നില്ല എന്നാണ്. ഡിനൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് എനി മെമ്പർ, ആരുമില്ല എന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ് കേട്ടോ. ഈ 4 ടൈപ്പ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തേക്കുക, മിസ്റ്റേക്സ് വരത്തില്ലേ. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, in which type of categorical proposition the classical square opposition denies the existence of any member in the subject class? Existence of any member in the subject class, actually in the predicate class. രണ്ടും ചേർന്ന് വരണം. സബ്ജക്ട് ക്ലാസ്സിൽ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നില്ല എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. സബ്ജക്ട് ക്ലാസ്സിലെ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നില്ല എന്ന് പറയുന്നത് ഏത് ടൈപ്പിലാണ്? No politicians are liars. സബ്ജക്ട് ക്ലാസ്സിലെ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നില്ല, ആരും തന്നെ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. കുറച്ച് പേര് വരുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഓഡ് ടൈപ്പ് വരുന്നത്. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ, in classical square opposition the relationship exists between particular affirmative proposition and universal negative proposition is? Particular affirmative, universal negative തമ്മിലുള്ള റിലേഷൻ. Contradictory. Yes. A. Answer is A. Particular affirmative എന്ന് പറഞ്ഞാൽ I type ആണ്. Then E type ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ്. ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കോൺട്രാഡിക്ടറി ആണ്. അതേപോലെ എയും ഓയും വന്നാൽ അതും കോൺട്രാഡിക്ടറി ആണ്. ഓക്കെ, സോ ആ ഏരിയ നമ്മൾ അതോടുകൂടി അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. അടുത്തത് ഒരു 10 minutes ബ്രേക്ക് എടുക്കാം അല്ലേ? ഓക്കെ, ഒരു 10 minutes ബ്രേക്ക് എടുക്കാം. 8:10 8:10 നമുക്ക് റീസ്യൂം ചെയ്യാം. ശരി. ഓക്കെ, സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഫൈൻ.
One second. Okay. So നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂഡ് ആൻഡ് ഫിഗർ ഓഫ് സിലോജിസം. സോ സിലോജിസം കൺസെപ്റ്റുകളും ആൻഡ് എന്താണ് ക്ലാസിക്കൽ സ്കോർ ഓഫ് പൊസിഷൻ പോലുള്ള വലിയ ഏരിയാസാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് മൂഡ് ആൻഡ് ഫിഗർ ഓഫ് സിലോജിസം. മൂഡ് ആൻഡ് ഫിഗർ ഓഫ് സിലോജിസം എന്ന് പറയുമ്പോൾ അതായത് എന്താണ് മൂഡ് ഓഫ് സിലോജിസം, എന്താണ് ഫിഗർ ഓഫ് സിലോജിസം. സോ കാറ്റഗറിക്കൽ സിലോജിസത്തിൽ നമ്മൾ പറഞ്ഞു മേജർ പ്രെമിസ് ഉണ്ട്, മൈനർ പ്രെമിസ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, ഇവയെല്ലാം ചേർന്നതാണ് ഒരു കാറ്റഗറിക്കൽ സിലോജിസം. അതിനകത്ത് മൂഡ് ഓഫ് സിലോജിസം എന്ന് പറഞ്ഞാൽ വെൻ ദി മേജർ പ്രെമിസ്, മൈനർ പ്രെമിസ് ആൻഡ് കൺക്ലൂഷൻ of a categorical syllogism arranged in a series of three letters, that may be A, E, I, O, corresponding to the type of categorical proposition, it is called the mood of the argument. അതായത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഓൾ പി ആർ എം എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? ഓൾ പി ആർ എം എന്ന് പറഞ്ഞാൽ ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, ഏത് ടൈപ്പാണ്? എ ടൈപ്പാണ്. ഓക്കെ, then all SRM again A type ആണ്. Some SRP എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് I ടൈപ്പ് ആണ്. ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പ്രപ്പോസിഷനും അല്ലെങ്കിൽ ഓരോ പ്രപ്പോസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് ഏതാണ് നമ്മൾ എഴുതി. ടൈപ്പ് എഴുതിയതിനു ശേഷം ഈ ടൈപ്പിനെ AAI എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് മൂഡ് ഓഫ് ദി സിലോജിസം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ് ആണല്ലോ, വേറെ ഒന്നും തന്നെ ഇല്ല. ഫസ്റ്റ് പ്രപ്പോസിഷന്റെ ഫോം എന്ന് പറയുന്നത് എ ആണ്, സെക്കൻഡിന്റെ എ ആണ്, തേർഡിന്റെ ഐ ആണ്, കൺക്ലൂഷന്റെ. സോ ദി മൂഡ് ഈസ് AAI. ഈസി കൺസെപ്റ്റ് റൈറ്റ്? വളരെ ഈസി കൺസെപ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല, ഇത്രയും സിമ്പിൾ ആണ്. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ പലരും തെറ്റിക്കും. അത് ഓർത്തേക്കുക, ഏതാണോ ടൈപ്പ് ആ ടൈപ്പ് മാത്രം എഴുതിയാൽ മതി. ആ ടൈപ്പ് എഴുതിയിട്ട് ആ ടൈപ്പ് ഇപ്പൊ 3 ഉണ്ടെങ്കിൽ AAI എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് മൂഡായി. ഫിഗർ മൂഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഒരു എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോ SRP എന്ന് പറയുന്നത് ഒരു E ടൈപ്പ് പ്രപ്പോസിഷൻ ആണ്. സം SRP എന്ന് പറയുന്നത് ഒരു I ടൈപ്പ് പ്രപ്പോസിഷൻ ആണ്. ദെൻ കൺക്ലൂഷൻ സം SR നോട്ട് P എന്ന് പറഞ്ഞാൽ അതൊരു O ടൈപ്പ് പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ഇതിന്റെ മൂഡ് എന്താണ്? EIO. ഇതാണ് ആ ആർഗ്യുമെന്റിന്റെ മൂഡ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഫിഗർ. ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫിഗർ ഓഫ് കാറ്റഗറിക്കൽ സിലോജിസം ഈസ് എ നമ്പർ വിച്ച് കറസ്പോണ്ട്സ് ടു ദി പ്ലേസ്മെന്റ് ഓഫ് ടു മിഡിൽ ടേംസ്. മിഡിൽ ടേമിന്റെ പ്ലേസിനനുസരിച്ചാണ് ഫിഗർ പറയുന്നത്. അതായത് ചില കേസുകളിൽ നമ്മളിങ്ങനെ പറയും EIO4 എന്ന് പറഞ്ഞാൽ EIO എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ടൈപ്പ് മൂഡാണ് കാണിക്കുന്നത്. ഈ 4 എന്ന് പറയുന്നത് കാറ്റഗറി 4 ആണ്. അതായത് 4 എന്ന് പറയുന്നത് ഫിഗറും അതിനു മുമ്പുള്ള EIO എന്ന് പറയുന്നത് അതിന്റെ മൂഡുമാണ്. സോ ഫിഗർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത്. ഫിഗർ എന്ന് പറയുന്നത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? മിഡിൽ ടേമിന്റെ പൊസിഷൻ, മിഡിൽ ടേം എവിടെയാണോ കിടക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഫിഗർ പറയുക. അതായത് ഫോർ എക്സാമ്പിൾ കൺസിഡർ ദി ഫോളോയിങ് ആർഗ്യുമെന്റ്. All mammals are creatures that have hair. All dogs are mammals and all dogs are creatures that have hair. ഓക്കെ, ഇതാണ് നമുക്കുള്ളൊരു എക്സാമ്പിൾ. ഈ ഒരു പ്രപ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മേജർ ടേം ഏതാണ്? മേജർ ടേം ക്രീച്ചേഴ്സ് ദാറ്റ് ഹാവ് എയർ, ഇതാണ് മേജർ ടേം. ആ മേജർ ടേം ഉള്ള പ്രമിസിനെയാണ് മേജർ പ്രമിസ് എന്ന് പറയുന്നത്, റൈറ്റ്? മേജർ പ്രമിസ്. ദെൻ മൈനർ ടേം എന്ന് പറയുന്നത് ഡോഗ്സ് ആണ്. ആ ഡോഗ്സ് ഉള്ള പ്രമിസിനെയാണ് മൈനർ പ്രമിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതായത് മേജർ പ്രമിസ് ആദ്യം, മൈനർ പ്രമിസ് രണ്ടാമത്, കൺക്ലൂഷൻ മൂന്നാമത്. മേജർ പ്രമിസ്, മൈനർ പ്രമിസ് ആൻഡ് കൺക്ലൂഷൻ എന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം, അതൊന്ന് ഓർത്തേക്കുക, ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം പൊസിഷൻ നോക്കുക. അതായത് മിഡിൽ ടേമിന്റെ പൊസിഷൻ നോക്കുക. ആദ്യത്തേതിൽ മിഡിൽ ടേമിന്റെ പൊസിഷൻ എവിടെയാണ്? രണ്ടാമത്തേതിൽ മിഡിൽ ടേമിന്റെ പൊസിഷൻ എവിടെയാണ്? ഈ പൊസിഷൻ വെച്ചുകൊണ്ടാണ്
നമ്മൾ അതിന്റെ മൂഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ സി മേജർ ടേം അല്ലെങ്കിൽ സോറി മിഡിൽ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ആർഗ്യുമെന്റ് മേജർ പ്രെമിസിൽ വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, മൈനർ പ്രെമിസിൽ മേജർ ടേം വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഫിഗർ 1 എന്ന് പറയും. ഓക്കെ, ക്യാൻ സീ ഇറ്റ് ഹിയർ. When the middle term is on the left in premise 1 and on the right in premise 2. premise 1-ൽ ലെഫ്റ്റ് സൈഡിലും ഇവിടെ നിങ്ങൾക്ക് കാണാം premise 1-ൽ ലെഫ്റ്റ് സൈഡിലും premise 2-ൽ റൈറ്റ് സൈഡിലുമാണ് മിഡിൽ ടേം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഫിഗർ 1 എന്ന് പറയും. ഓക്കെ, ഫിഗർ 1 എന്നാ പറയുക. സോ ഈ ഒരു സിലോസ് നിങ്ങൾ നോക്കിയാൽ ഏതൊക്കെ ടൈപ്പാണ്? ആദ്യത്തേത് എ ടൈപ്പ് ആണ്, രണ്ടാമത്തത് എ ടൈപ്പ് ആണ്, മൂന്നാമത്തതും എ ടൈപ്പ് ആണ്. ട്രിപ്പിൾ എ, റൈറ്റ്? സോ ഓൾ മാമൽസ് ദാറ്റ് ആർ ഫീച്ചേഴ്സ് ദാറ്റ് ഹാവ് എയർ എന്ന് പറയുന്നത് എ ടൈപ്പ് ആണ്. ദെൻ ഡോഗ്സ് ആർ മാമൽസ്, എ ടൈപ്പ് ആണ്. ഓൾ ഡോഗ്സ് ആർ ഫീച്ചേഴ്സ് ദാറ്റ് ഹാവ് എയർ, ഇതും എ ടൈപ്പ് ആണ്. 3 എ ടൈപ്പ് ആണ്. അതിന്റെ ഫിഗർ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ അതിന്റെ മൂഡ് ആൻഡ് ഫിഗർ ഡിഫൈൻ ചെയ്യുമ്പോൾ എ 1 ടൈപ്പ് എന്നായിരിക്കും പറയാം. ഓക്കെ, സോ ആദ്യത്തെ ഫിഗർ 1 ആണെങ്കിൽ മിഡിൽ ടേം ഫസ്റ്റ് പ്രമിസിൽ ലെഫ്റ്റ് സൈഡിലും സെക്കൻഡ് പ്രമിസിൽ റൈറ്റ് സൈഡിലും ആയിരിക്കും. ഫിഗർ 2 ആകണമെങ്കിൽ when the middle term is on the right in both the premises, രണ്ട് പ്രമിസിലും റൈറ്റ് സൈഡിലാണ്, എൻഡിലാണ് വരുന്നതെങ്കിൽ അത് ഫിഗർ 2 ആണ്. ഇനി രണ്ട് പ്രമിസിലും എവിടെയാണ്? രണ്ട് പ്രമിസിലും ലെഫ്റ്റിലാണ് വരുന്നതെങ്കിൽ അതിനെ ഫിഗർ 3 എന്ന് പറയും. ഫസ്റ്റ് പ്രമിസിൽ റൈറ്റ് സൈഡിലും സെക്കൻഡ് പ്രമിസിൽ ലെഫ്റ്റ് സൈഡിലുമാണെങ്കിൽ അതാണ് ഫിഗർ 3. ഓക്കെ, മനസ്സിലായോ? ഫിഗർ 4 ഫിഗർ ആണുള്ളത്. ഫിഗർ 1 ആകണമെങ്കിൽ മിഡിൽ ടേം മേജർ പ്രമിസിൽ ലെഫ്റ്റ് സൈഡിലും മൈനർ പ്രമിസിൽ റൈറ്റ് സൈഡിലും ആയിരിക്കണം. ഫിഗർ 2 ആകണമെങ്കിൽ രണ്ടിലും റൈറ്റ് സൈഡിലാണെങ്കിൽ അത് ഫിഗർ 2 ആണ്. ദെൻ ഫിഗർ 3 ആണെങ്കിൽ രണ്ടിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് ഫിഗർ 3 ആണ്. ദെൻ മേജർ പ്രമിസിൽ റൈറ്റ് സൈഡിലും മൈനർ പ്രമിസിൽ ലെഫ്റ്റ് സൈഡിലുമാണെങ്കിൽ അതിനെ ഫിഗർ 4 എന്ന് പറയും. മൂഡ് ആൻഡ് ഫിഗർ കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ, ഇത് ഈസി കൺസെപ്റ്റ് ആണ്, തെറ്റിക്കരുത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. ഇൻ എ സിലോജിസം ദി മൂഡ് റെഫേഴ്സ് ടു, മൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദി സിലോജിസം, ദി അറേഞ്ച്മെന്റ് ഓഫ് മേജർ ആൻഡ് മൈനർ premise, the quality of prepositions used, affirmative or negative, the specific categorical prepositions used in syllogism. മൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേജർ ആൻഡ് മൈനർ പ്രമിസിന്റെ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ആ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് മൂഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. സോ അറേഞ്ച്മെന്റ് ആണ് റൈറ്റ് ആൻസർ. അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓർഡർ, മൂഡിന്റെ ആ ഒരു ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത്. സ്പെസിഫിക്കലി അറേഞ്ച്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Then the figure of a syllogism is determined by the placement of, എന്തിന്റെ പ്ലേസ് വെച്ചിട്ടാണ് ഫിഗർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? മിഡിൽ ടേം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനിയാണ് നമ്മളുടെ കാൽക്കുലേഷൻസ്. ഓക്കെ, അതായത് നമുക്ക് ഈ തരുന്ന സിലോജിസത്തിൽ നിന്നും കൺക്ലൂഷൻസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡിനെ മീഡിയറ്റ് ഇൻഫറൻസ് എന്നും രണ്ടാമത്തെ മെത്തേഡിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്നും പറയും. സോ 2 types are there, immediate inference and immediate inference. Let me show you. ആദ്യം നമുക്ക് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഹിയർ ദി കൺക്ലൂഷൻ ഇസ് ഡ്രോൺ ഓൺലി ഫ്രം വൺ ഗിവൺ പ്രപ്പോസിഷൻ. ഒരു പ്രപ്പോസിഷനിൽ നമ്മൾ കൺക്ലൂഷൻ എടുക്കുകയാണെങ്കിൽ ഇത് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. ലൈക്ക് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് 2 രീതിയിലാകാം. ഈ പറയുന്ന പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് 2 രീതിയിലാകാം. ഒന്ന് ബൈ ഇംപ്ലിക്കേഷൻ. ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, നമുക്കിപ്പോൾ തരുന്ന ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ എപ്പോഴും ട്രൂ ആയിരിക്കും. ഇതാണ് ഇംപ്ലിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷനിൽ പറഞ്ഞിരിക്കുന്ന സബ് ഓൾട്ടർനേഷൻ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇംപ്ലിക്കേഷൻ വഴി പറയുന്നത്. അതായത് ഒരു യൂണിവേഴ്സൽ ലൈക്ക് ഓൾ ചെയർസ് ആർ ടേബിൾ എന്ന് പറയുന്ന ഈ യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ
അതിന്റെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സം ചെയർസ് ആർ ടേബിൾ ട്രൂ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നോ ചെയർ ഈസ് ടേബിൾ എന്ന് പറയുന്ന യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. ആ യൂണിവേഴ്സൽ നെഗറ്റീവ് ട്രൂ ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ നെഗറ്റീവും സം ചെയർസ് ആർ നോട്ട് ടേബിൾ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇതാണ് ആദ്യത്തെ റൂൾ. ആദ്യത്തെ റൂൾ നിങ്ങൾ ഓർക്കുക. ഓക്കെ, ബൈ ഇംപ്ലിക്കേഷൻ. ബൈ ഇംപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈ ഇംപ്ലിക്കേഷൻ ഓക്കെ അല്ലേ? യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പർട്ടിക്കുലർ ട്രൂ ആയിരിക്കും. അത്രയും മാത്രം മനസ്സിൽ മതി. ഇനി ബൈ ഇംപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് ബൈ കൺവേർഷൻ ആണ്. ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, കൺവേർഷൻ മീൻസ് നമ്മളിപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റും പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റും ആക്കി മാറ്റി കഴിഞ്ഞാൽ അതാണ് കൺവേർഷൻ. സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റും പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റുമാക്കി മാറ്റുന്നതിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് തരുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമേ, ഇപ്പോ ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ, ഇതിനെ കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ലയർ സബ്ജക്റ്റ് ആയിട്ട് വരണം, ദെൻ പൊളിറ്റീഷ്യൻ പ്രെഡിക്കേറ്റ് ആയിട്ട് വരണം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് ട്രൂ ആവുന്നത് എന്നാണ് ഈ ടേബിളിൽ നമുക്ക് തരുന്നത്. നോക്കുക. സോ ഫസ്റ്റ് ബൈ ഇംപ്ലിക്കേഷൻ പറഞ്ഞു, ദെൻ ബൈ കൺവേർഷൻ ട്രൂ ആവുന്ന സിറ്റുവേഷൻസ് ആണ് ഈ ടേബിൾ മനസ്സിലാക്കണം. ബൈ കൺവേർഷൻ ട്രൂ ആകണമെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സൽ പോസിറ്റീവിനെയാണ് അഫർമേറ്റീവിനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ പെർട്ടിക്കുലർ പോസിറ്റീവ് ആയിരിക്കും. യൂണിവേഴ്സൽ പോസിറ്റീവിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡ് ആയിരിക്കുന്നത് പെർട്ടിക്കുലർ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഓൾ ചെയേഴ്സ് ആർ ടേബിൾ എന്നുള്ള യൂണിവേഴ്സൽ പോസിറ്റീവ് വാലിഡ് ആകണമെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ടേബിൾ ചെയർ ആകും, ചെയർ ടേബിൾ ആകും. അതായത് സം ചെയർ ആർ ടേബിൾ എന്നുള്ളത് വാലിഡ് ആയിരിക്കും. അതായത് എ ടൈപ്പിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നത് ഐ ടൈപ്പിലേക്ക് മാത്രമാണ്. ദാറ്റ് ഇസ് ദി റൂൾ. എ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഐ ടൈപ്പിലേക്ക് മാത്രം കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇ ടൈപ്പ് ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ടൈപ്പ് എന്താ? നോ ചെയർ ആർ ടേബിൾ, ഒരു ചെയറും ടേബിൾ അല്ല എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ വാലിഡ് കൺവേർഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പ് തന്നെയാണ്. നോ ടേബിൾ ആർ ചെയറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നോ ചെയർ ആർ ടേബിൾ എന്ന് വരും. ഓർ നോ ചെയർ ആർ ടേബിൾ എന്നുള്ളതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നോ ടേബിൾ ആർ ചെയർ എന്ന് വരും. അങ്ങനെ കൺവേർഷൻ വാലിഡ് വരുന്നത് ഈ ടൈപ്പ് ആണെങ്കിൽ ഈ ടൈപ്പിലേക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ റൂൾ പെർട്ടിക്കുലർ പോസിറ്റീവിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ലൈക്ക് സം ചെയർസ് ആർ ടേബിൾ, ഇതിനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നത് പെർട്ടിക്കുലർ പോസിറ്റീവിലേക്ക് മാത്രമാണ്. സം ടേബിൾസ് ആർ ചെയർ, സം ചെയർസ് ആർ ടേബിൾ എന്നുള്ളത് സം ടേബിൾ ആർ ചെയർ എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഇനി പെർട്ടിക്കുലർ നെഗറ്റീവ് ആണെങ്കിൽ നോ കൺവേർഷൻ, കൺവേർഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ രണ്ട് റൂളുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ബൈ ഇംപ്ലിക്കേഷൻ ആണ്. എന്താണ് ബൈ ഇംപ്ലിക്കേഷൻ? ബൈ ഇംപ്ലിക്കേഷൻ എന്താണ്? മനസ്സിലേക്ക് വരണം. എ ടൈപ്പ് ട്രൂ ആണെങ്കിൽ അതിന്റെ ഐ ടൈപ്പ് ട്രൂ ആയിരിക്കും. ഇ ടൈപ്പ് ട്രൂ ആണെങ്കിൽ ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും. ഇതാണ് ബൈ ഇംപ്ലിക്കേഷൻ. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. നോ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ക്യാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇതാണ് ആദ്യത്തെ റൂൾ, അതായത് ബൈ ഇംപ്ലിക്കേഷൻ. രണ്ടാമതായിട്ട് ബൈ കൺവേർഷൻ. ഇംപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് കൺവേർഷൻ ആണ്. കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യാട്ടോ, ലെഫ്റ്റ് ഒന്നും ആയി പോവല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്ക് തോന്നുകയാണ് ഇത് വളരെ ഡിഫിക്കൽട്ട് ആണ്, വിട്ടേക്കാം, നമുക്ക് പിന്നെ ബാക്കിയുള്ളത് പഠിക്കാം. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത്രയും സിമ്പിൾ ആണ് കൺസെപ്റ്റ്. സോ ബൈ ഇംപ്ലിക്കേഷൻ യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പെർട്ടിക്കുലർ ട്രൂ ആയിരിക്കും. ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റ് ആക്കുക, പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റ് ആക്കുക. അങ്ങനെ കൺവേർട്ട് ചെയ്യാവുന്നത് യൂണിവേഴ്സൽ ആണെങ്കിൽ, അതായത് യൂണിവേഴ്സൽ പോസിറ്റീവ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നത് പെർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ടാണ്. ആദ്യത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ട് മാത്രമാണ്. മൂന്നാമത്തെ റൂൾ പെർട്ടിക്കുലർ പോസിറ്റീവ് ആണെങ്കിൽ പെർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഫൈനൽ റൂൾ പെർട്ടിക്കുലർ നെഗറ്റീവ് ആണെങ്കിൽ there is no conversion. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയോ? ദാറ്റ് ഇസ് ഇനഫ് ഫോർ മീ. Yes, sir. Idea കിട്ടി. Okay, that's enough.
ബിക്കോസ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഐഡിയ ക്ലിയർ ആയിക്കോളും ഫോർ ഷുവർ. ഓക്കെ, ദെൻ for example question, what can be concluded from the given statement? Some men are honest. Which of the following statement is true? By conversion ആണ് some men are honest എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ ആവുക? some men are honest എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? some men are honest എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? ഏത് ടൈപ്പ്? ഐ ടൈപ്പാണ്. ഐ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഐയിലേക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ സം ചെയേഴ്സ് ആർ ടേബിൾ എന്നുള്ളത് സം ടേബിൾ ആർ ചെയേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് സം മെൻ ആർ ഓണസ്റ്റ് എന്നുള്ളത് സം ഓണസ്റ്റ് ആർ മെൻ എന്ന് പറയാം. ഓക്കെ, സി സം ഓണസ്റ്റ് പീപ്പിൾ ആർ നോട്ട് മെൻ അല്ല, സം ഓണസ്റ്റ് പീപ്പിൾ ആർ ഓൾ ഓണസ്റ്റ് പീപ്പിൾ നോട്ട് പോസിബിൾ, സം ഓണസ്റ്റ് പീപ്പിൾ ആർ മെൻ. ഇതാണ് നമ്മളുടെ വാലിഡ് കൺവേർഷൻ. ഓക്കെ, ഇതാണ് കൺവേർഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഐ ആണെങ്കിൽ ഐയിലേക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ, എ ആണെങ്കിൽ ഐയിലേക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇ ആണെങ്കിൽ ഇയിലേക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ്സ് റൂൾ. ഓക്കെ, നൗ അതാ ഇത്രയുമാണ്. ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ബൈ ഇംപ്ലിക്കേഷനും ബൈ കൺവേർഷനുമാണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മീഡിയറ്റ് ഇൻഫറൻസ്. മീഡിയറ്റ് ഇൻഫറൻസിലേക്ക് വരുമ്പോൾ രണ്ട് മെത്തേഡുകളാണുള്ളത്. നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വെൻ ഡയഗ്രാം മെത്തേഡ് കൊണ്ട്, എന്നാൽ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരാൻ യാതൊരു ചാൻസും ഇല്ലാത്ത അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം വെൻ ഡയഗ്രാമാണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരില്ല എന്ന് ഉറപ്പ് പറയാവുന്നത് അനലിറ്റിക്കൽ മെത്തേഡിലാണ്. പക്ഷേ വെൻ ഡയഗ്രാം നമ്മൾ എവിടെയെങ്കിലും ഇട്ട് ചതിക്കും. അതുകൊണ്ടാണത്. സോ റിമെമ്പർ ദാറ്റ് അനലിറ്റിക്കൽ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഒരുപാട് ചെയ്തിട്ടും കൺഫ്യൂഷൻ നിലനിൽക്കുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ വെൻ ഡയഗ്രാം, നോ ഇഷ്യൂസ്. അനലിറ്റിക്കൽ മെത്തേഡ് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഓക്കെ, എനിവേ ഐ ഷോ യു അനലിറ്റിക്കൽ മെത്തേഡ് ഫസ്റ്റ്. അനലിറ്റിക്കൽ മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പല സ്റ്റെപ്പുകളിലൂടെയാണ്. പ്രധാനമായിട്ട് 4 സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ് അലൈൻമെന്റ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഡ്രോ കൺക്ലൂഷൻ ബൈ ദ യൂസ് ഓഫ് ടേബിൾ, മൂന്നാമത്തെ ചെക്ക് ഫോർ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആൻഡ് ഇഫ് ദർ ഇസ് എനി കോംപ്ലിമെന്ററി പ്ലെയർ. അതിനെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം, അതായത് ഇപ്പൊ ഞാൻ വായിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് തലേന്ന് കളഞ്ഞേക്കുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന അലൈൻമെന്റ് ആണ്. തന്നിരിക്കുന്ന പ്രപ്പോസിഷൻസിൽ നിന്ന് ഒരു കൺക്ലൂഷൻ എടുക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ ആ പ്രപ്പോസിഷൻസ് നമുക്ക് വേണ്ട ഓർഡറിലാക്കുക എന്നുള്ളതാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓർഡർ. ഇത് മറ്റേ അല്ല കേട്ടോ, എ ഐ ഒ അല്ല, അതല്ല, വെറുതെ അല്ല എ ആൻഡ് ബി, ബി ആൻഡ് സി. അതായത് നമുക്ക് ഒരു പ്രപ്പോസിഷൻസ് 2 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ഒരു ഓർഡറിലേക്ക് മാറ്റുക. ഏത് ഓർഡറാണ്? ഞാനിപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുന്ന ഓർഡർ, എ ടു ബി, ബി ടു സി എന്നുള്ളൊരു ഓർഡറിലേക്ക് മാറ്റുക. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ലെറ്റ് മീ ഷോ യു ദാറ്റ്. നോട്ട് ദിസ്, യാ, സീ ദിസ് എക്സാമ്പിൾ. ഇപ്പോൾ തന്നിരിക്കുന്നത് നോക്കുക. സം പെൻസ് ആർ ബുക്സ്, ദെൻ സം സ്റ്റേഷനറി ആർ ബുക്സ്. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ബുക്സ് ആണല്ലോ, മിഡിൽ ടേം. ഇതിനെ നമുക്ക് എ ടു ബി, ബി ടു സി എന്നുള്ള ഓർഡറിലേക്ക് ആദ്യം മാറ്റണം. ഓക്കെ, എ ടു ബി, ബി ടു സി എന്നുള്ള ഓർഡറിലേക്ക് ആദ്യം മാറ്റണം. പക്ഷേ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല. ബിയുടെ പൊസിഷൻ നിങ്ങൾ നോക്കി, ബിയുടെ പൊസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ കിടക്കുന്ന വെച്ചിട്ട് ബിയുടെ പൊസിഷൻ പ്രോപ്പർലി അലൈൻഡ് അല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ പൊസിഷൻ കറക്റ്റ് ആക്കാം. എങ്ങനെയായിരിക്കും? അപ്പോൾ ആദ്യം സം സ്റ്റേഷനറി ആർ ബുക്സ് എന്ന് എഴുതാം. സം സ്റ്റേഷനറി ആർ ബുക്സ്. ദെൻ സം, സോറി, ഇവിടെ പെന്നിനാണല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്, സോറി മൈ മിസ്റ്റേക്ക്. ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ട് ബുക്സ് എന്ന് പറയുന്ന ഐറ്റത്തിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് ബി ഡിഫൈൻ ചെയ്യുന്നത്, അല്ലേ? റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം മിഡിൽ ടേം ആണ്. മിഡിൽ ടേമിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എ ടു ബി, ബി ടു സി എന്ന് അറേഞ്ച് ചെയ്യേണ്ടത്. ഐ ഷോ യു വൺ ബെറ്റർ വൺ. അതായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, എക്സാമ്പിളിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ എ ടു ബി, ബി ടു സി ഫോർമാറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക.
എ ടു ബി ബി ടു സി ഫോർമാറ്റ് എന്താണെന്ന് ഞാൻ പറയാം. എ ടു ബി ബി ടു സി ഫോർമാറ്റിൽ അല്ലെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ എ ടു ബി ബി ടു സി ഫോർമാറ്റിലേക്ക് മാറ്റാം. ഒന്നെങ്കിൽ കൺവേർഷൻ നടത്തുക. കൺവേർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? യൂണിവേഴ്സൽ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പെർട്ടിക്കുലർ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. പെർട്ടിക്കുലർ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പെർട്ടിക്കുലർ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. ആ കൺവേർഷൻ ഉപയോഗിച്ചുകൊണ്ട് എ ടു ബി ബി ടു സി ഫോർമാറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ചേഞ്ചിങ് ദി ഓർഡർ ഒരെണ്ണത്തിന് ആദ്യത്തെയും രണ്ടാമത്തേനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും നമുക്ക് ആ ഓർഡർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഐ വിൽ ഷോ യു. നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ കാണാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സം പെൻസ് ആർ ബുക്സ്, സം സ്റ്റേഷനറി ആർ ബുക്സ് എന്നാണ് വന്നിരിക്കുന്നത്. രണ്ടും ഐ ടൈപ്പ് ആണ്. പക്ഷേ ബിയുടെ പൊസിഷൻ എ ടു ബി, ബി ടു സി എന്നുള്ള ഓർഡറിലല്ല. ഇപ്പോൾ ഓർഡറിലാക്കണം. അതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് കൺവേർഷൻ ആണ്. ഇത് ഐ ടൈപ്പ് ആണല്ലോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഓർഡർ കറക്റ്റ് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ അതേപടി എഴുതുന്നു. സം പെൻസ് ആർ ബുക്സ്, അതേപടി തന്നെ ഞാൻ എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ സം സ്റ്റേഷനറി ആർ ബുക്സ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഐയെ കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി സം ബുക്സ് ആർ സ്റ്റേഷനറി എന്നായി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബിയുടെ പൊസിഷൻ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ? അതായത് ഇവിടെ എ എന്ന് പറയുന്നത് പെന്നാണ്, ബി എന്ന് പറയുന്നത് ബുക്കാണ്. ഡി എന്ന് പറയുന്ന ബുക്ക് രണ്ടാമത്തേത് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. ഈ അറേഞ്ച്മെന്റിനെയാണ് എ ടു ബി, ബി ടു സി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ഓർഡറിലേക്ക് ആദ്യം മാറ്റണം. അതിനുശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. Got it? Yes. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നോ വാൻ ഈസ് ഹൗസ്, ഓൾ ബോക്സസ് ആർ ഹൗസ്. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇതിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഹൗസ് ആണ്. റൈറ്റ്, ഹൗസ് ആണ് രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്കത് എ ടു ബി, ബി ടു സി എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം. എ ടു ബി, ബി ടു സി എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം. അതിന് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് യൂണിവേഴ്സൽ നെഗറ്റീവ് അല്ലേ? യൂണിവേഴ്സൽ നെഗറ്റീവ് എപ്പോഴും രണ്ടാമത് കിടക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ആക്കാതെയും ചെയ്യാം. ഇതിന് രണ്ടാമതേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് റീഅറേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. സോ യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ആദ്യത്തെ ഓൾ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഓൾ ബോക്സസ് ആർ ഹൗസ്, ഞാൻ ആദ്യം എഴുതുന്നു. ഓൾ ബോക്സസ് ആർ ഹൗസ്. ഇവിടെ എനിക്ക് എ ടു ബി പെർഫെക്റ്റ് ആണ്, അതങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഹൗസ് എൻഡിലാണ്. ഇതിനെനിക്ക് കൺവേർട്ട് ചെയ്തൂടെ? സബ്ജക്ട് ടൈമിനെ പ്രെഡിക്കേറ്റും പ്രെഡിക്കേറ്റ് ടൈമിനെ സബ്ജക്റ്റ് ആക്കി മാറ്റണം. ഈ ടൈപ്പ് ആണ്. ഈ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഈ ടൈപ്പ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. റൈറ്റ്? സോ നോ വാൻ ഈസ് ഹൗസ് എന്ന് പറയുന്നതിന് തുല്യമാണ് നോ ഹൗസ് ഈസ് വാൻ എന്ന് പറയുന്നത്. നോ ഹൗസ് ഈസ് വാൻ. നോക്കി, ഹൗസ് എന്ന് പറയുന്ന ബി കോമൺ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, ബി ടു സി. സോ യു ഗോട്ട് എ ടു ബി, ബി ടു സി പെർഫെക്റ്റ്ലി. ഇതാണ് കൺവേർഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സീ ദിസ്, ഓൾ ബോയ്സ് ആർ ടൈഗേഴ്സ്, സം ടൈഗേഴ്സ് ആർ കവാർഡ്. തന്നിരിക്കുന്ന അറേഞ്ച്മെന്റ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ബോയ്സ് എന്ന് പറയുന്ന എ ആണ്, ടൈഗർ ഇസ് ബി, ദെൻ ടൈഗർ ഇസ് ബി, കവാർഡ് ഇസ് സി. സോ എ ടു ബി, ബി ടു സി അലൈൻഡ് ആണ്. നോ ഫർദർ അലൈൻമെന്റ് ഇസ് റിക്വയർഡ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ദിസ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, അപ്ലൈ സിലോജിസം റൂൾ. സിലോജിസം റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരു ടേബിൾ ഉണ്ട്, സിലോജിസം ടേബിൾ ഉണ്ട്. ഈ ക്യാൻ സീ ഈ സിലോജിസം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ. സിലോജിസം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന റൂൾ ഇതാണ്. ഈ ടേബിൾ റൂൾസ് നമ്മൾ അതേപോലെ തന്നെ പഠിക്കണം. അതായത് എ പ്ലസ് എ ആണെങ്കിൽ അത് എ ആയിരിക്കണം. എ പ്ലസ് എ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എ ആണ്. ദെൻ എ പ്ലസ് ഇ ആണെങ്കിൽ കൺക്ലൂഷൻ വരേണ്ടത് ഇ ആണ്. ദെൻ ഇ പ്ലസ് എ ആണെങ്കിൽ കൺക്ലൂഷൻ വരേണ്ടത് ഓ ഇൻവേഴ്സ് ആണ്.
ഓ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കാണാം. ഓ ഇൻവേഴ്സ് ആണ് വരേണ്ടത്. ദെൻ ഇ പ്ലസ് ഐ ആണ് വരുന്നതെങ്കിൽ എഗെയിൻ ഓ ഇൻവേഴ്സ് ആണ് വരേണ്ടത്. അടുത്തത് ഐ പ്ലസ് എ ആണെങ്കിൽ ഐ വരണം, ഐ പ്ലസ് ഇ ആണെങ്കിൽ ഓ വരണം. സോ ദീസ് ആർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാവുന്നത്. എ പ്ലസ് എ ആണെങ്കിൽ എ വരണം, ദെൻ എ പ്ലസ് ഇ ആണെങ്കിൽ ഇ ആണ് കൺക്ലൂഷൻ വരേണ്ടത്. ഇ പ്ലസ് എ ആണെങ്കിൽ ഓ ഇൻവേഴ്സ് ആണ് വരേണ്ടത്, ഓ അല്ല. ദെൻ ഇ പ്ലസ് ഐ ആണെങ്കിൽ ഓ ഇൻവേഴ്സ് ആണ്. ഓ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് തിരിക്കണം മാത്രമേ ഉള്ളൂ. ഓ തന്നെയാണ് ഇൻവേഴ്സ് ഫോമിലായിരിക്കും എഴുതുന്നത്. അതെന്താണെന്ന് നമുക്ക് കാണാം. ദെൻ ഐ പ്ലസ് എ ആണെങ്കിൽ ഐ ടൈപ്പ് ആയിരിക്കണം, ഐ പ്ലസ് ഇ ആണെങ്കിൽ ഓ ടൈപ്പ് ആയിരിക്കണം. ഇത് നിങ്ങൾ റൂൾ എന്നുള്ളത് പഠിക്കാനുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. സി, ഒരു പ്രോബ്ലം. അതായത് ഓൾ ചെയർസ് ആർ ടേബിൾ, ഓൾ ടേബിൾസ് ആർ ഫർണിച്ചർ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുവാണ്. കൺക്ലൂഷൻ നമുക്ക് താഴെ തന്നിരിക്കുന്ന കൺക്ലൂഷനിൽ ഏതാണ് ശരിയെന്നൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഓൾ ചെയർ ആർ ടേബിൾ ആൻഡ് ഓൾ ടേബിൾ ആർ ഫർണിച്ചർ. ഇത് എ ടു ബി, ബി ടു സി ഫോർമാറ്റിലാണോ എന്ന് ആദ്യം നോക്കുക. ഫസ്റ്റ് റൂൾ ഫോർമാറ്റ് ആണോ? ടേബിൾ കണ്ടോ, എ ചെയർ ബി ടേബിൾ, ദെൻ Yes. ബി ടേബിൾ സി ഫർണിച്ചർ. ഫോർമാറ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്ന മീഡിയറ്റ് ഇൻഫറൻസ് എന്താണെന്നറിയോ? വളരെ ഈസിയാണ്. മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓൾ ചെയർസ് ആർ ഫർണിച്ചർ. കണ്ടോ? അതായത് കൺക്ലൂഷൻ എന്ന് പറയുന്നത് എ ടു സി ആണ്. എ ടു സി, അതായത് ഓൾ ചെയർസ് ആർ ഫർണിച്ചർ. എന്തുകൊണ്ടാണ് ഓൾ എന്ന് എഴുതിയത്? അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ടേബിളിൽ പറഞ്ഞത്. എ പ്ലസ് എ ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ ഏതായിരിക്കണം? എ ടൈപ്പ് ആയിരിക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്. സോ എ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ എ ടൈപ്പ് ആണ് കൺക്ലൂഷൻ വരേണ്ടത്. കൺക്ലൂഷൻ എഴുതേണ്ടത് എ ടു സി എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഓൾ ചെയർ ആർ ടേബിൾ. കഴിഞ്ഞു. ഇതാണ് മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ. ഇത് മാത്രമല്ല കൺക്ലൂഷൻ, മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സം പെൻസ് ആർ ബുക്സ്, സം ബുക്സ് ആർ സ്റ്റേഷനറി. ഐ പ്ലസ് ഐ, നമ്മുടെ ടേബിളിൽ ഐ പ്ലസ് ഐ ഉണ്ടോ? ഐ പ്ലസ് ഐ ഉണ്ടോ? No, No, sir. sir. ഐ പ്ലസ് ഐ ഇല്ലെങ്കിൽ ഒന്നുമില്ല, നോ കൺക്ലൂഷൻ. കണ്ടോ? അതായത് മീഡിയറ്റ് ഇൻഫറൻസിങ് വഴി നമുക്ക് കൺക്ലൂഷൻ ഇല്ല, അല്ലാതെ ഒരിക്കലും കൺക്ലൂഷൻ ഇല്ല എന്നല്ല. നമ്മൾ ഈ പറയുന്ന ടേബിൾ വഴിയുള്ള കൺക്ലൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. സോ നോ കൺക്ലൂഷൻ എന്നുള്ളതാണ് അവിടുത്തെ. മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരമുള്ള കൺക്ലൂഷൻ ഇല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. See this. Some doctors are fools. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുക. ഹി ഈസ് എ ഡോക്ടർ. അതിൽ നിന്നും എന്ത് കൺക്ലൂഷൻ നമുക്ക് എടുക്കാം? ഹി ഈസ് എ ഫൂൾ, സം ഫൂൾസ് ആർ ഡോക്ടർ. ഇതിൽ ഏതൊക്കെ ഫോളോ ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ, ഡോക്ടർ ഫൂൾ, ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് രണ്ടാമത് ചെയ്യാം. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. ഇത് ആദ്യം ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വരാം. സി, ഓൾ ബേർഡ്സ് ആർ മെൻ, ഓൾ ക്രോസ് ആർ ബേർഡ്സ്. ഇത് ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ പറയും, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? Alignment. Arrange ചെയ്യുക. അലൈൻമെന്റ് കറക്റ്റ് ആക്കുക. അതെങ്ങനെ കറക്റ്റ് ആക്കാം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തേക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ അലൈൻമെന്റ് കറക്റ്റ് ആവും. സോ ഓൾ ക്രോസ് ആർ ബേർഡ്സ് നമ്മൾ ആദ്യം എഴുതുന്നു. അതിനുശേഷം ഓൾ ബേർഡ്സ് Are. ആർ മെൻ രണ്ടാമത് എഴുതുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ ടു ബി, ബി ടു സി പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ നോക്കിയതിന് ശേഷം നമുക്ക് കിട്ടാവുന്ന കൺക്ലൂഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ കൺക്ലൂഷൻ, മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരമുള്ള കൺക്ലൂഷൻ എന്താണ്? മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം ഇത് ആദ്യത്തെ എ ടൈപ്പ് ആണ്, രണ്ടാമത്തെ എ ടൈപ്പ് ആണ്. സോ എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ A. എ ആണ് കിട്ടേണ്ടത്. കൺക്ലൂഷൻ എന്താണ്? എ ടു സി ആണ്. അതായത് ഓൾ ക്രോസ് ആർ മെൻ. ക്ലിയർ? ഇതാണ് നമുക്ക് മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരമുള്ള കൺക്ലൂഷൻ. ഓൾ ക്രോസ് ആർ മെൻ. ഓക്കെ ആണല്ലോ? Yes, sir. കഴിഞ്ഞോ? ഇത് മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരമുള്ള കൺക്ലൂഷൻ മാത്രമേ ആയുള്ളൂ.
ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം കൺക്ലൂഷൻ ഉണ്ട് ഇല്ലേ? ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ, അതേപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ബൈ ഇംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ബിക്കോസ് തന്നിരിക്കുന്നത് എ ടൈപ്പ് ആണ്. എ ടൈപ്പ് ട്രൂ ആണെങ്കിൽ അതിന്റെ ഐ ടൈപ്പ് ട്രൂ ആയിരിക്കും. ഓൾ ക്രോസ് ആർ ബേഡ്സ് എന്നുള്ളത് ട്രൂ ആണെങ്കിൽ സം ക്രോസ് ആർ ബേഡ്സ് ഇത് ട്രൂ ആയിരിക്കും. ഓൾ ബേഡ്സ് ആർ മെൻ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ സം ബേഡ്സ് ആർ മെൻ എന്നുള്ളതും ട്രൂ ആയിരിക്കും. അതുകൂടാതെ നമ്മളുടെ കൺക്ലൂഷനിൽ കണ്ടുപിടിച്ച കാര്യമില്ലേ, കൺക്ലൂഷൻ കണ്ടുപിടിച്ച എന്താ, ഓൾ ക്രോസ് ആർ മെൻ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ അതിന്റെ സം ക്രോസ് ആർ മെൻ ഇതും ട്രൂ ആയിരിക്കും. ഇതാണ് ഇംപ്ലിക്കേഷൻ വഴി മനസ്സിലാക്കുന്നത്. ഇംപ്ലിക്കേഷൻ വഴി ഓർക്കേണ്ടത് എ ടൈപ്പ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ എല്ലാം ഐ ടൈപ്പ് ട്രൂ ആയിരിക്കും. ഓക്കെ, ഈ ടൈപ്പ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ എല്ലാം എന്ത് ട്രൂ ആയിരിക്കും? ഈ ടൈപ്പ് ആണെങ്കിൽ അതിന്റെ എല്ലാം ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും. റൈറ്റ്? ഇനി ഇംപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി ഒരെണ്ണോടെ ഇല്ലേ, എന്തായിരുന്നു? ബൈ കൺവേർഷനും പോസിബിൾ ആണ്. കൺവേർഷൻ എന്തൊക്കെയാ? ഈ തന്നിരിക്കുന്നത് എ ടൈപ്പ് അല്ലേ? എ ടൈപ്പുകളെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഓൾ ക്രോസ് ആർ ബേഡ്സ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ബേഡ്സ് ആർ ക്രോസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. സം ബേഡ്സ് ആർ ക്രോസ് കൺവേർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും പ്രെഡിക്കേറ്റ് സബ്ജക്റ്റും ആക്കുന്നു. എ ടൈപ്പ് ആയതുകൊണ്ട് അതിന്റെ ഐ ടൈപ്പിലായിരിക്കണം കൺവേർഷൻ എഴുതേണ്ടത്. അതുകൊണ്ടാണ് സം ബേഡ്സ് ആർ ക്രോസ് എഴുതിയത്. ഇനി രണ്ടാമത്തെ നിങ്ങൾ നോക്കി, ഓൾ ബേഡ്സ് ആർ മെൻ എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ബേഡ്സ് സം മെൻ ആർ ബേഡ്സ് ഇതും ട്രൂ ആണ്. സം മെൻ ആർ ബേഡ്സ് എന്നുള്ളതും ട്രൂ ആണ്. ഓക്കെ, അവസാനം എന്താ? സം ക്രോസ് ആർ മെൻ കൺക്ലൂഷൻ കിട്ടിയത്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സം മെൻ ആർ ക്രോസ്. ഇത്രയും കൺക്ലൂഷൻസ് നമുക്ക് എടുക്കാം. ഇത്രയും കൺക്ലൂഷൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇത്രയും കൺക്ലൂഷൻസ് ഏതെങ്കിലും ഉണ്ടോ നോക്കി. ഇല്ല. So your answer is D. neither A nor B follows. ഇനി ഞാൻ അങ്ങോട്ട് വേറൊരു കാര്യം കൂടി പറയാം. അതായത് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും പോസിറ്റീവ് അല്ലേ? അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. സോ തന്നിരിക്കുന്ന അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ അതിൽ നിന്നും ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും അഫർമേറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അഫർമേറ്റീവ് നെഗറ്റീവ് ഉണ്ടാവണം. ഇവിടെ തന്നിരിക്കുന്നതിൽ അഫർമേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് കൺക്ലൂഷൻ ഈസ് നോട്ട് പോസിബിൾ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചെയ്യുന്നത് വഴി മനസ്സിലാക്കിയത്. സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അഫർമേറ്റീവ് പ്രമൈസ് ആണെങ്കിൽ ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കരുത്. ഈ മെത്തേഡ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? Almost. വെരി ഗുഡ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ആ ഓൾമോസ്റ്റ് ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓൾ ബോയ്സ് ആർ ബോയ്സ്, ഓൾ ബോയ്സ് ആർ ലാംസ്. ഓക്കെ, തന്നിരിക്കുന്ന എ ടു ബി ബി ടു സി ഫോർമാറ്റിലാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എ ടു ബി ബി ടു സി ഫോർമാറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുമെന്നാണ്. സോ എ ടു ബി ബി ടു സി ഫോർമാറ്റ് ആണ്. രണ്ടും ഏതാണ്? എ ടൈപ്പ് ആണ്. ഓക്കെ, എ പ്ലസ് എ ആണെങ്കിൽ കൺക്ലൂഷൻ എന്തായിരിക്കണം? A. എ ആയിരിക്കണം. അതായത് എ ടു സി ഓൾ പോട്ട്സ് ആർ ലാംസ് ഇതായിരിക്കണം കൺക്ലൂഷൻ. ഓൾ ബോട്ട്സ് ആർ ലാംസ്. ഓൾ ബോട്ട്സ് ആർ ലാംസ് എവിടെ കഴിഞ്ഞു? ഇനി ഞാൻ ചെയ്യണോ യഥാർത്ഥത്തിൽ? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ? തന്നിരിക്കുന്ന കൺക്ലൂഷൻ പ്രകാരം നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓൾ ബോട്ട്സ് ആർ ബോയ്സ് എന്നുള്ളത് നമ്മൾ അതിൽ നിന്നും ഇംപ്ലിക്കേഷൻ ചെയ്യുന്നത് ഐ ടൈപ്പ് ആണ്. കൺക്ലൂഷനിൽ ഐ ടൈപ്പ് ഉണ്ടോ? ഇല്ല. കൺക്ലൂഷൻ നമുക്ക് തന്നിരിക്കുന്ന രണ്ടും എ ടൈപ്പ് ആണ്. ദെൻ ഐ ടൈപ്പ് ആണ് ഇംപ്ലിക്കേഷൻ വഴി കിട്ടുന്നത്, കൺവേർഷൻ വഴിയും ഐ ടൈപ്പ് ആണ് കിട്ടുന്നത്. പക്ഷേ കൺക്ലൂഷനിൽ ഐ ടൈപ്സ് ഇല്ല. പിന്നെ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ?
ആകെ ഒരു ആൻസർ പോസിബിൾ ഉള്ളൂ. ഓൾ ബോർഡ്സ് ആർ ലാബ്സ്. ഇപ്പൊ കുറച്ചുകൂടെ കിട്ടിയോ? ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഓൺലി ഓപ്ഷൻ ബി ഫോളോസ്. ദെൻ ഈ സാധനം നമുക്കൊന്ന് വെൻ ഡയഗ്രം വെച്ച് ചെയ്താലോ? ഇതേ ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രം വെച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഇപ്പോ പറയുന്നത് ഓൾ എ, എനിക്ക് ടേബിൾ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു സെക്കൻഡ്. യാ, ദിസ് വൺ. ഓൾ എ ഈസ് ബി അല്ലെങ്കിൽ ഓൾ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇങ്ങനെ വരച്ചേക്കുക. എ പൂർണ്ണമായിട്ടും ബിക്ക് അകത്തായിട്ട് അങ്ങ് വരയ്ക്കുക. എ പൂർണ്ണമായിട്ടും ബിക്ക് അകത്തായിട്ട് വരയ്ക്കുക. ദെൻ സം എ ആർ ബി എന്നാണ് പറയുന്നതെങ്കിൽ സം എ ആർ ബി കുറച്ച് എ ബി ആണ്. അപ്പോൾ എയും ബിയും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവണം. സം എ ആർ ബി. ഓക്കെ. ദെൻ സം എ ആർ നോട്ട് ബി. സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും നിങ്ങൾ സെപ്പറേറ്റ് വരയ്ക്കുക. അതിനുശേഷം ബിക്കകത്ത് ചെറിയൊരു പോർഷൻ അടയാളപ്പെടുത്തിയിട്ട് അത് എ അല്ല, ബിക്കകത്തെ ഒരു ചെറിയ പോർഷൻ എ അല്ല. സം എ ആർ നോട്ട് ബി. ബിക്കകത്തെ ഒരു ചെറിയ പോർഷൻ എ അല്ല എന്നാണ് അതിന്റെ മീനിങ്. എന്താ നോ എ ആർ ബി എന്നാണെങ്കിൽ എയും ബിയും സെപ്പറേറ്റ് വരയ്ക്കുക. അതിനുശേഷം ഇൻ ബിറ്റ്വീൻ ഒരു ക്രോസ്. ഇത്രയും വരയ്ക്കാമല്ലോ എല്ലാവർക്കും? Yes, sir. ഓക്കെ, ഇത്രയും വരയ്ക്കാമെങ്കിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? This one, right? Okay. See, വെൻ ഡയഗ്രം ആയിട്ട് വരയ്ക്കുമ്പോൾ ഓൾ ബോട്ട്സ് ആർ ബോയ്സ്, ഓൾ എ ആർ ബി. അതിന് ഓൾ ബോട്ട്സ് ആർ ബോയ്സ് എന്ന് പറഞ്ഞാൽ ബോട്ടിനെ ആദ്യം നിങ്ങൾ വരയ്ക്കുക. ബോട്ട്സ് അതിനെ പൂർണ്ണമായിട്ടും ബോയ്സിനകത്തായിട്ട് വരയ്ക്കുക. ഇതാണ് ഓൾ ബോട്ട്സ് ആർ ബോയ്സ്. ബോട്ട്സിനെ പൂർണ്ണമായിട്ടും ബോയ്സിനകത്തായിട്ട് വരയ്ക്കുക. ഓൾ ബോയ്സ് ആർ ലാംപ്സ്. എല്ലാ ബോയ്സും ലാമ്പിനകത്തുമായിട്ട് വരണം. എല്ലാ ബോയ്സും ലാമ്പിനകത്തായിട്ട് വരണം. ഇത്രയേ ഉള്ളൂ വെൻ ഡയഗ്രം. എനിക്ക് അതിൽ നിന്ന് ഈ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ വരച്ചിരിക്കുന്ന വെൻ ഡയഗ്രം ഇതാണ്. ആ വെൻ ഡയഗ്രത്തിൽ കൺക്ലൂഷൻ നിങ്ങൾ നോക്കി. ഓൾ ലാംസ് ആർ ബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ലാംസ് ആർ ബോട്ട്സ്. ലാംസ് പൂർണ്ണമായിട്ടും ബോട്ട്സിനകത്താണോ? ലാംസ് പൂർണ്ണമായിട്ടും ബോട്ട്സിനകത്തല്ല. ബോട്ട് കഴിഞ്ഞ് ഈ പോർഷൻസിലൊന്നും ബോട്ട്സ് ഇല്ല. സോ ലാംസ് പൂർണ്ണമായിട്ടും ബോട്ട്സിനകത്തല്ല. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റോങ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കി. ഓൾ ബോട്ട്സ് ആർ ലാംസ്. എല്ലാ ബോട്ട്സും പൂർണ്ണമായിട്ട് ലാമ്പിനകത്താണോ? റൈറ്റ്. എല്ലാ ബോട്ട്സും പൂർണ്ണമായിട്ട് ലാമ്പിനകത്താണ് വന്നിരിക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് റൈറ്റ്. ഇതാണ് വെൻ ഡയഗ്രം. മനസ്സിലായോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. നമ്മൾ മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ വെൻ ഡയഗ്രം അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ ചെയ്ത അതേ കൺക്ലൂഷൻ തന്നെ കിട്ടുമെന്ന് നോക്കിയാൽ മതി. വെൻ ഡയഗ്രം അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൾ ബേഡ്സ് ആർ മെൻ അല്ലെങ്കിൽ ഓൾ ക്രോസ് ആർ മെയ്ഡ്സ്. നമ്മൾ തിരിച്ച് അറേഞ്ച് ചെയ്തിരുന്നോ? തിരിച്ച് അറേഞ്ച് ചെയ്തിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം വന്നത്. സോ ഓൾ ക്രോസ് ആർ ബേഡ്സ്. ക്രോസ് വരയ്ക്കുക ആദ്യം. ഓൾ ക്രോസ് ആർ ബേഡ്സ്. എല്ലാ ക്രോസും ബേഡ്സിനകത്താണ് വരുന്നത്. സോ ഓൾ ക്രോസ് ആർ ബേഡ്സ്. ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഓൾ ബേഡ്സ് ആർ മെൻ. എല്ലാ ബേഡ്സും മെന്നിനകത്താണ് വരുന്നത്. ഓൾ ബേഡ്സ് ആർ മെൻ. ഇത്രയേ ഉള്ളൂ വരയ്ക്കാൻ. വരച്ച് കഴിഞ്ഞിട്ട് നോക്കുക താഴത്തെ നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും ശരിയാണോ എന്ന്. ഓൾ ക്രോസ് ആർ നോട്ട് മെൻ. ക്രോസ് ഒന്നും തന്നെ മെൻ അല്ല. ബിക്കോസ് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ക്രോസ് എന്ന് പറയുന്നത് മെന്നിനകത്താണ്. ദിസ് വൺ ഈസ് റോങ്. സം മെൻ ആർ നോട്ട് ക്രോസ്. സം മെൻ ആർ നോട്ട് ക്രോസ് ട്രൂ ആണ് നമ്മൾ വിചാരിക്കും. അവിടെയാണ് വെൻ ഡയഗ്രം നമുക്ക് നമ്മളെ ചതിക്കുന്നത്. പക്ഷെ സം മെൻ ആർ നോട്ട് ക്രോസ് എന്ന് പറയുന്നത് ട്രൂ അല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് ഒരിക്കലും നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ല. വെൻ ഡയഗ്രം മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രൂ ആണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെൻ ഡയഗ്രം
എളുപ്പമാണ്, പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മളെ പരിചയം. ഓക്കെ, സോ വെൻ ഡയഗ്രാം ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഡു ദിസ്. ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ ലെമൺസ് ആർ ബോൾസ്. എല്ലാ ലെമൺസും ബോൾസ് ആണ്. ലെമൺസ് എന്ന് പറയുന്നത് എന്താകണം? പൂർണ്ണമായിട്ടും ബോൾസിനകത്തായിട്ട് വരയ്ക്കുക. എല്ലാ ലെമൺസും ബോൾസ് എന്ന് പറയുന്നത് ലെമൺസ് പൂർണ്ണമായിട്ടും ബോൾസിനകത്തായിട്ട് വരയ്ക്കുക. അതിനുശേഷം നോ ബാറ്റ്സ് ആർ ലെമൺസ്. ബാറ്റ്സ് എന്ന് പറയുന്നത് ലെമൺ അല്ല. ലെമൺ അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം, ബാറ്റ്സ് എന്ന് പറയുന്നത് ലെമൺ അല്ല. ഓക്കെ, ഇതാണ് നമുക്കറിയാവുന്നത്. ഇതിൽ നിന്നും കൺക്ലൂഷൻ നോക്കി. സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ്. സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ്. ബോൾസിനകത്ത് വന്നിരിക്കുന്ന ലെമൺ എന്ന് പറയുന്ന ഈ ബോള് ഒരു കാരണവശാലും ബാറ്റ് അല്ല, അത് നമുക്ക് അറിയാം. സോ സം ബോൾസ് ആർ നോട്ട് ബാറ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, ബോളിനകത്ത് വരുന്ന ലെമൺ എന്ന് പറയുന്ന ബാറ്റ്, ലെമൺ ഒരിക്കലും ബാറ്റ് ആവില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാറ്റ് അല്ല എന്ന്. അപ്പോൾ അത് ട്രൂ ആണ്. സം ബാറ്റ്സ് ആർ ലെമൺസ്. സം ബാറ്റ്സ് ആർ ലെമൺസ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ബാറ്റ്സും ലെമൺസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് മാത്രമാണ് കൺക്ലൂഷൻ. ഇതേ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ആർ യു ഗൈസ് ഫോളോയിങ്? Yes, sir. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ, ഞാനിത് മായ്ച്ചോട്ടെ. Yes, sir. ഓക്കെ, അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ കാണാം. അനലിറ്റിക്കൽ മെത്തേഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫോർമാറ്റ് കറക്റ്റ് ആണോ നോക്കുക. ഓൾ ലെമൺസ് ആർ ബോൾസ്, നോ ബാറ്റ്സ് ആർ ലെമൺസ്. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫോർമാറ്റ് കറക്റ്റ് ആവും. നോ ബാറ്റ്സ് ആർ ലെമൺസ് ആൻഡ് ഓൾ lemons are balls. A to B, B to C അറേഞ്ച് ചെയ്തു. അതിനുശേഷം തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇ ടൈപ്പ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്. ഇയും എയും വന്നു കഴിഞ്ഞാൽ എന്താണ് കൺക്ലൂഷൻ? ഇ പ്ലസ് എ. കണ്ടോ? ഇ പ്ലസ് എ ആണ് വരുന്നതെങ്കിൽ ഒ ഇൻവേഴ്സ് ആണ് കൺക്ലൂഷൻ. കണ്ടല്ലോ, ഇ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ ഒ ഇൻവേഴ്സ് ആയിരിക്കണം കൺക്ലൂഷൻ ആയിട്ട് വരേണ്ടത്. സോ ഇ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ ഒ ഇൻവേഴ്സ്. അതായത് കൺക്ലൂഷൻ വരേണ്ടത് എങ്ങനെയായിരിക്കണം എന്നറിയോ? ഒ ടൈപ്പ് ആയിരിക്കണം. ഒ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ്. സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്ന് വരണം. ഇൻവേഴ്സ് വരണം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എ ടു സി അല്ലേ ചെയ്യുന്നത്, ഇവിടെ ചെയ്യേണ്ടത് സി ടു എ എന്നുള്ള രീതിയിലാണ്. അതാണ് ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. സി സ്റ്റാർട്ട് ചെയ്യുക. സി എന്താ? ബോൾസ്. സോ സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ്. കണ്ടോ? എ എന്താ? എ എന്ന് പറയുന്നത് ബാറ്റ് ആണ്. സോ സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ്. ഇ പ്ലസ് എ ആണെങ്കിൽ ഒ ടൈപ്പ് വരണം. ഒ ടൈപ്പ് വരേണ്ട റിലേഷൻ എന്ന് പറയുന്നത് സി ടു എ ആണ്. അങ്ങനെയാണ് നമ്മൾ സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് വന്നത്. നമ്മുടെ കൺക്ലൂഷൻ അത് തന്നെയല്ലായിരുന്നു? സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ്. ക്ലിയർ അല്ലേ? Sir, ഒരു ഡൗട്ട്. പറയൂ. സർ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓൾ ലെമൺസ് ആർ ബോൾസ് നോ ബാറ്റ്സ് ആർ ലെമൺസ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? അത് നമ്മൾ ആ അലൈൻമെന്റ് തന്നെ എടുത്തിരുന്നെങ്കിലോ? സർ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഓൾ എന്നുള്ളത് ആദ്യം ഇട്ടിട്ട് യൂണിവേഴ്സൽ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല? എ ടു ബി, ബി ടു സി ആക്കിയില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. അല്ല, ഇത് എ ടു ബി ആക്കാനായിട്ട് ഓൾ എ ടു ലെമൺസ് ബി ആക്കണമെങ്കിൽ അവിടെ ഓൾ ലെമൺസ് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് സം ലെമൺസ് ആർ ബോൾസ് എന്ന് എഴുതേണ്ടി വരും അവസാനം. നോ നെഗറ്റീവ്. ഓക്കെ ഓക്കെ, യൂണിവേഴ്സൽ അവിടെ പറ്റില്ല. ഓക്കെ, അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തും. നെഗറ്റീവ് തന്നെ വേണം രണ്ടാമത്തേത്. ഓക്കെ, സോ റൂള് തന്നെ ഫോളോ ചെയ്യുക. റൂൾ എ ടു ബി, ബി ടു സി ആക്കിയില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഓക്കെ ആണോ? Yes, sir. ഇതിനകത്ത് വേറെ എന്തൊക്കെ കൺക്ലൂഷൻ ഉണ്ട്? ഈ ടൈപ്പ് ആണെങ്കിൽ ഈ ടൈപ്പിന്റെ ഐ ടൈപ്പ്, ഈ ടൈപ്പിന്റെ ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും, അതറിയാലോ. അപ്പൊ നോ ബാറ്റ്സ് ആർ ലെമൺസ് എന്ന് പറയുമ്പോൾ ബൈ ഇംപ്ലിക്കേഷൻ സം ബാറ്റ്സ് ആർ നോട്ട് ലെമൺസ് എന്നുള്ളത് ട്രൂ ആയിരിക്കും.
നമ്മുടെ കൺക്ലൂഷൻ ഒന്നും ഇല്ല. സം ബാറ്റ്സ് ആർ ലെമൻസ് എന്നേ ഉള്ളൂ. സം ബാറ്റ്സ് ആർ നോട്ട് ലെമൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ട്രൂ ആയിരുന്നു. അതേപോലെ എ ടൈപ്പ് ഓൾ ലെമൻസ് ആർ ബോൾസ് എന്നുള്ളതാണ്. ഓൾ ലെമൻസ് ആർ ബോൾസിന്റെ ഐ ടൈപ്പ് സം ലെമൻസ് ആർ ബോൾസ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇത് ബൈ ഇംപ്ലിക്കേഷൻ ആണ്. അതേപോലെ ബൈ കൺവേർഷനും പോസിബിൾ ആണ്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്തിനുള്ള ആൻസറാ? ടേബിൾ യൂസ് ചെയ്ത്, അനലിറ്റിക്കൽ ടേബിൾ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ആണ്. ഇത് കൂടാതെ എന്തൊക്കെ പറ്റും? ഇംപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും ഇംപ്ലിക്കേഷൻ നോക്കുക, പോസിബിൾ ആണ്. തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇ ടൈപ്പ് ആണ്. ഇ ടൈപ്പ് ആണെങ്കിൽ എന്ത് പോസിബിൾ ആയിരിക്കും? ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും ഇംപ്ലിക്കേഷൻ പ്രകാരം. എ ടൈപ്പ് ആണെങ്കിൽ, രണ്ടാമത്തെ എ ടൈപ്പ് ആണ്. സോ എ ടൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഐ ടൈപ്പ് ട്രൂ ആയിരിക്കും. ദെൻ അടുത്ത റൂൾ എന്താ? ഇംപ്ലിക്കേഷൻ കഴിഞ്ഞാൽ കൺവേർഷനിലേക്ക് വരുമ്പോൾ ഇ ടൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാവുന്ന എന്തായിട്ടാണ്? ഇ ടൈപ്പ് തന്നെ. അതായത് നോ ബാറ്റ്സ് ആർ ലെമൻസ് എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ നോ ലെമൻസ് ആർ ബാറ്റ്സ് ഓപ്ഷനെ ഉണ്ടെങ്കിൽ അതും ശരിയാണ്. നോ ലെമൻസ് ആർ ബാറ്റ്സ് അതും ട്രൂ ആണ്. അതേപോലെ എ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുന്ന ഐ ടൈപ്പ് ആയിട്ടായിരിക്കും. ഓൾ ലെമൻസ് ആർ ബോൾസ് എന്ന് പറയുന്നതിന് തുല്യമാണ് സം ബോൾസ് ആർ ലെമൻസ് എന്ന് പറയുന്നത്. അതും ട്രൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളതാണ് അനലിറ്റിക്കൽ മെത്തേഡ് നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ഷോ യു അനദർ വൺ. ദിസ് വൺ. Some tables are chairs, some chairs are furniture. Some table are chairs, some chairs are furniture. ഓക്കെ, തന്നിരിക്കുന്നത് പ്രോപ്പർ അലൈൻമെന്റ് ആണോ? ആണല്ലോ, നോ ഇഷ്യൂസ്. അലൈൻമെന്റ് പ്രോപ്പർ ആണ്. ഇനി നമ്മൾ നോക്കുക ഏത് ടൈപ്പാണ്? രണ്ടും ഐ ടൈപ്പ് ആണ്. സോ അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം, അനലിറ്റിക്കൽ മെത്തേഡ്, ഞാൻ മെത്തേഡുകൾ എക്സ്പ്ലെയിൻ പേര് പറയുന്നുണ്ട്. യു മസ്റ്റ് റിമെമ്പർ, അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം എന്താ? ഐ പ്ലസ് ഐ ആണെങ്കിൽ there is no conclusion, right? Yes. No conclusion. അവിടെ നമുക്ക് ഐ പ്ലസ് ഐയിൽ നിന്നും കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് നോക്കണം? അത് പറ്റില്ലെങ്കിൽ അടുത്ത് എന്താണ്? ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് നോക്കുക. ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് രണ്ട് കാര്യങ്ങളുണ്ട്. ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ്, അതാണ് നമ്മൾ ആദ്യം തിയറി ആയിട്ട് പറഞ്ഞത്. ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് നോക്കുമ്പോൾ ആദ്യം ബൈ ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷൻ ഇവിടെ പറ്റുമോ? തന്നിരിക്കുന്ന രണ്ട് ഐ ടൈപ്പ് ആണ്. യൂണിവേഴ്സൽ വന്നാൽ മാത്രമേ ഇംപ്ലിക്കേഷൻ ഉള്ളൂ. പെർട്ടിക്കുലറിന് ഇംപ്ലിക്കേഷൻ ഇല്ല. ഇംപ്ലിക്കേഷൻ പ്രകാരവും നോ കൺക്ലൂഷൻ. ഓക്കെ, പിന്നെ ഉള്ളത് എന്താ? ബൈ കൺവേർഷൻ. കൺവേർഷൻ ഐ ടൈപ്പ് ആണ്. ഐ ടൈപ്പിനെ ഐ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് സം ടേബിൾ ആർ ചെയർ എന്നുള്ളതിന്റെ കൺവേർഷൻ എന്തായിരിക്കും? സം ചെയർ ടേബിൾ. അത് നിലനിൽക്കും. രണ്ടാമത്തത് സം ചെയർസ് ആർ ഫർണിച്ചർ കൺവേർട്ട് ചെയ്യുമ്പോൾ സം ഫർണിച്ചർ ആർ ചെയർ, റൈറ്റ്? ഓക്കെ, സം ഫർണിച്ചർ ആർ ചെയർ. ഈ രണ്ട് കൺക്ലൂഷനും വാലിഡ് ആണ്. ഉണ്ടോ നമ്മുടെ ഓപ്ഷൻസിൽ? സി ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, സം ചെയർസ് ആർ ടേബിൾ, ദിസ് ഇസ് വാലിഡ്. സം ഫർണിച്ചർ ഈസ് ചെയർ, സം ഫർണിച്ചർ ഈസ് ചെയർ, second one is also valid. All furniture are chair, not valid. Okay, so first and second ആദ്യത്തെ രണ്ട് ഓപ്ഷനും ശരിയാണ്. അതുകൊണ്ട് അനലിറ്റിക്കൽ മെത്തേഡ് കൺക്ലൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് കൺക്ലൂഷനേ ഇല്ല എന്ന് വിചാരിക്കരുത്. അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം കൺക്ലൂഷൻ ഇല്ല. പിന്നെ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്ലിക്കേഷൻ നോക്കണം. ഇംപ്ലിക്കേഷൻ പ്രകാരവും കൺക്ലൂഷൻ ഇല്ല. പിന്നെ നമ്മൾ എന്ത് നോക്കണം? കൺവേർഷൻ നോക്കണം. കൺവേർഷൻ പ്രകാരം രണ്ട് കൺവേർഷൻ അവിടെ പോസിബിൾ ആണ്. ആ രണ്ട് കൺവേർഷൻ നമ്മളുടെ ഓപ്ഷൻസിലും ഉണ്ട്. സോ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ട്രൂ ആണ്. സ്റ്റെപ്സ് മനസ്സിലായോ? സർ, കൺവേർഷൻ മെത്തേഡ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റും പ്രെഡിക്കേറ്റ് സബ്ജക്റ്റും ആക്കുക. പിന്നെ അതിനകത്ത് ഈ ടേബിൾ ഉപയോഗിക്കുക. ഏത് ടേബിളാണ്? അവിടെ ടേബിൾ, ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾ അവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കൺവേർട്ട് ചെയ്യുമ്പോൾ എ ടൈപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ എഴുതി വെക്കുക. എ ടൈപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നത് ഐ ടൈപ്പിലേക്കാണ്. ദെൻ ഇ ടൈപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നത് ഇ ടൈപ്പിലേക്കാണ്.
ഐ ടൈപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നത് ഐ ടൈപ്പിലേക്ക് മാത്രമാണ്. ഓ ടൈപ്പ് ആണെങ്കിൽ നോ കൺവേർഷൻ. ഇതാണ് റൂൾ. എ ടൈപ്പ് ഐ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇ ടൈപ്പ് ഇ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം, ഐ ടൈപ്പ് ഐ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. എന്താണ് കൺവേർഷൻ? സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് ആക്കി മാറ്റി. അതായത് ഈ തന്നിരിക്കുന്ന ഇത് നോക്കി, ഓൾ ചെയർസ് ആർ ടേബിൾ. എ ടൈപ്പ് ആണല്ലോ, കൺവേർട്ട് ചെയ്യാവുന്നത് എന്തായിട്ടാണ്? ഐ ടൈപ്പ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യാവുന്നത്, ഐ ടൈപ്പ് ആയിട്ട്. സോ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓൾ ചെയർ ആർ ടേബിൾ. ചെയർ ടേബിൾ ആയി മാറും, ടേബിൾ ചെയർ ആയി മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. സോ സം ചെയർസ് ആർ ടേബിൾ. ഇത് വാലിഡ് ആണ്. സോ എ ടൈപ്പ് ആണെങ്കിൽ ഐ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇ ടൈപ്പ് ആണെങ്കിലോ നോ ചെയർ ഈസ് ടേബിൾ എന്ന് പറയുന്നതാണ് ഇ ടൈപ്പ്. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇ ടൈപ്പ് തന്നെയായിരിക്കണം. സോ നോ ടേബിൾ ആർ ചെയർ. അതേപോലെ പർട്ടിക്കുലർ ഐ ടൈപ്പ് ആണെങ്കിൽ ഐ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുക. സം ചെയർസ് ആർ ടേബിൾ. ചെയർ ആണുള്ള സബ്ജക്ട്, ടേബിൾ ആണ് പ്രെഡിക്കേറ്റ്. നേരെ തിരിക്കുക, സം ടേബിൾ ആർ ചെയർ. ഇതാണ് കൺവേർഷൻ. മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ. സോ ഈ 3 സ്റ്റേജുകളാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ആൻഡ് എന്തുകൊണ്ടാണ് വെൻ ഡയഗ്രാം യൂസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നതെന്നുള്ളതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വെൻ ഡയഗ്രാം ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ല. യൂസ് ചെയ്യുന്നത് നമുക്കൊരു റൈറ്റ് അവേ ആൻസർ കിട്ടാൻ സഹായിക്കും. പക്ഷെ ഇതും വലിയ പണിയൊന്നുമില്ല. ആകെ 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്ന് അനലിറ്റിക്കൽ ടേബിൾ ഉപയോഗിക്കുക, 2 ബൈ ഇംപ്ലിക്കേഷൻ നോക്കുക, 3 ബൈ കൺവേർഷൻ നോക്കുക. ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഇത് തന്നെ നമുക്ക് വെൻ ഡയഗ്രാം യൂസ് ചെയ്യാം. I'll show you. ഓക്കെ, വെൻ ഡയഗ്രാം യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സം ടേബിൾസ് ആർ ചെയർസ്. സം ടേബിൾസ് ആർ ചെയർസ്. അതായത് ടേബിളും ചെയറും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, ടേബിൾ ചെയർ. ഇതിനടുത്ത സ്റ്റേറ്റ്മെന്റ് സം ചെയർസ് ആർ ഫർണിച്ചർ. സം ചെയർസ് ആർ ഫർണിച്ചർ. ചെയറും ഫർണിച്ചറും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ കൺക്ലൂഷൻ നോക്കി, സം ചെയർസ് ആർ ടേബിൾ. ചെയറും ടേബിളും തമ്മിൽ ഷെയർ ചെയ്യുന്ന പാർട്ടുണ്ടോ? സം ചെയർസ് ആർ ടേബിൾ. ടേബിളും ചെയറും തമ്മിൽ ഷെയർ ചെയ്യുന്ന പാർട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. രണ്ടാമത്തെയോ, സം ഫർണിച്ചർ ഈസ് ചെയർ. ഫർണിച്ചറും ചെയറും തമ്മിൽ ഷെയർ ചെയ്യുന്ന പാർട്ടുണ്ടല്ലോ, ഉണ്ട്. അതുകൊണ്ട് അതും ശരിയാണ്. മൂന്നാമത്തെ, ഓൾ ടേബിൾ ആർ ഫർണിച്ചർ. ടേബിൾ പൂർണ്ണമായിട്ട് ഫർണിച്ചറിനകത്താണോ? അല്ല, അത് തെറ്റാണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ? Yes, sir. ഓക്കെ. See. Do this. All movies are stories. All stories are surprises. Conclusion ഏതാണ് ഫോളോ ചെയ്യുന്നത്? പറയും. ഇനി പതുക്കെ പതുക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതിനകത്ത് പിന്നെ ഒരുപാട് നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യം തന്നെ വരില്ല. ബിക്കോസ് നിങ്ങൾ ഇതിനകത്തേക്ക് നോക്കിയാൽ തന്നെ 2 സ്റ്റേറ്റ്മെന്റും എ ടൈപ്പ് ആണല്ലോ. അപ്പൊ അനലിറ്റിക്കൽ കൺക്ലൂഷൻ എന്താണ്? 2 സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്. അനലിറ്റിക്കൽ കൺക്ലൂഷൻ എന്താണ്? എ ടു സി. സർപ്രൈസസ്. ഓൾ മൂവീസ് ആർ സർപ്രൈസസ്. എ ടു സി. ഇതാണ് അനലിറ്റിക്കൽ കൺക്ലൂഷൻ. ഓൾ മൂവീസ് ആർ സർപ്രൈസസ്. എ ടു സി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കി. ഓൾ മൂവീസ് ആർ സർപ്രൈസസ്. ദാറ്റ് ഈസ്. ഇനി നമ്മൾ എന്ത് നോക്കണം? ബൈ ഇംപ്ലിക്കേഷൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ മൂവീസ് ആർ സർപ്രൈസസ്. ബൈ ഇംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സം മൂവീസ് ആർ സർപ്രൈസസ്. ഉണ്ടോ? ഇല്ല. രണ്ടാമത്തത് ഓൾ സ്റ്റോറീസ് ആർ സർപ്രൈസസ്. ബൈ ഇംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സം സ്റ്റോറീസ് ആർ സർപ്രൈസസ്. ഇല്ല. ഇനി എന്ത് നോക്കണം? കൺവേർഷൻ നോക്കുക. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്. കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് എ ആയതുകൊണ്ട് കൺവേർഷൻ എന്ന് പറയുന്നത് ഐ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, സോ ഓൾ മൂവീസ് ആർ സ്റ്റോറീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ സം സ്റ്റോറീസ് ആർ മൂവീസ് ഉണ്ടോ? സം സ്റ്റോറീസ് ആർ മൂവീസ് ഇല്ല. ദെൻ ഓൾ സ്റ്റോറീസ് ആർ സർപ്രൈസസ് കൺവേർട്ട് ചെയ്യുമ്പോൾ സം സർപ്രൈസസ് ആർ സ്റ്റോറീസ്. അതുണ്ടോ? ഇല്ല. എന്നാൽ ലാസ്റ്റ് ഓപ്ഷൻ ശരിയാണോ? ശരിയാണ്. എന്തുകൊണ്ടാ? നമ്മുടെ കൺക്ലൂഷൻ എന്തായിരുന്നു?
all Mm, movies are surprise. സർപ്രൈസസ്. ഇതിനെയും കൺവേർട്ട് ചെയ്യാൻ പാടില്ലേ? ഇത് ട്രൂ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇതിനെ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്തേ. Some surprises are movies. അതല്ലേ എഴുതിയിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ദിസ് വൺ നമ്മൾ ആ 3 ഓപ്ഷൻസ് ചെയ്തിരുന്നു. അതായത് കൺക്ലൂഷനെ കൂടി നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. കൺക്ലൂഷനെ കൂടി കൺവേർട്ട് ചെയ്യാം, മറന്നുപോയത്. ഓക്കെ, ബിക്കോസ് അതർവൈസ് നമ്മൾ ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചേനെ. കൺക്ലൂഷനോട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടൂ. ഓക്കെ ആണോ ഇപ്പോ? മനസ്സിലായോ? പ്ലീസ് പറയൂ. Yes, sir. Yes, sir. Yes. ശരി, Yes. ഓക്കെ, ഫൈൻ. സോ രണ്ടും ട്രൂ ആണ്. ഓക്കെ, ഡു ദിസ്. Some rooms are lamps, some lamps are tubes. അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ടോ? I+I അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ടോ? അനലിറ്റിക്കൽ മെത്തേഡിൽ നോ കൺക്ലൂഷൻ കേട്ടോ. അനലിറ്റിക്കൽ മെത്തേഡിൽ നോ കൺക്ലൂഷൻ. ഇനി ഇംപ്ലിക്കേഷൻ ഇല്ല, പിന്നെ ഉള്ളത് കൺവേർഷൻ ആണ്. കൺവേർഷനിലേക്ക് വരുമ്പോൾ സം റൂംസ് ആർ ലാംസ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ലാംസ് ആർ റൂംസ്. സം ലാംസ് ആർ റൂംസ് ഉണ്ടോ? സെക്കൻഡ് വൺ, സം ലാംസ് ആർ റൂംസ്, ദാറ്റ് ഇസ് ട്രൂ. സം ലാംസ് ആർ ട്യൂബ്സ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ട്യൂബ്സ് ആർ ലാംസ്, ഇല്ലല്ലോ. സോ ഫസ്റ്റ് ഓപ്ഷനുള്ള ചാൻസ് ഇല്ല. ഓപ്ഷൻ 2 ബി ആണ് ട്രൂ ആയിട്ട് വരിക. പെട്ടെന്ന് വന്നോട്ടോ. ഇനി പതുക്കെ നമുക്ക് ആ സ്പീഡ് കൂടി വന്നോളും. റിപ്പീറ്റഡ്ലി പ്രോബ്ലംസ് ചെയ്താൽ മാത്രം മതി. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ചാൽ അത് സെയിം തിങ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെൻ ഡയഗ്രം ഉപയോഗിച്ചോതെ. സി സം റൂംസ് ആർ ലാംസ്, സം റൂംസ് ആർ ലാംസ്, റൂംസ് ലാംസ്, ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു പാർട്ട് വേണം, അത്രയേ ഉള്ളൂ. ദെൻ ലാംസ് ആർ ട്യൂബ്സ്, സം ലാംസ് ആർ ട്യൂബ്സ്. ഇതാണ് നമ്മുടെ വെൻ ഡയഗ്രം. ഓക്കെ, കൺക്ലൂഷൻ നോക്കി. സം റൂംസ് ആർ ട്യൂബ്സ്. റൂംസും ട്യൂബ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ട് ഉണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല നമുക്ക് ഉണ്ടെന്ന്, അതുകൊണ്ട് അത് പറ്റി. രണ്ടാമത് സം ലാംസ് ആർ റൂംസ്, ലാംസും റൂംസും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ട് ഉണ്ട്. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് റൈറ്റ്. വെൻ ഡയഗ്രം ആയാലും അനലിറ്റിക്കൽ മെത്തേഡ് ആയാലും നിങ്ങൾ പ്രോബ്ലം ചെയ്യുമെന്ന് ഞാൻ കോൺഫിഡൻസോടുകൂടി പറഞ്ഞോട്ടെ. ഇനി Shall I move on to the another one? Move on to one more. See, let me. ഡോക്ടറുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ല. Yeah, do this. Some doctors are fools. He is a doctor. ഇത് രണ്ടും പർട്ടിക്കുലർ അല്ലേ? ഹീസ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആണെന്ന് വിചാരിക്കല്ലോ കേട്ടോ. സം ഡോക്ടേഴ്സ് ആർ ഫൂൾസ് പർട്ടിക്കുലർ ആണ്. ഹീസ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ അതും പർട്ടിക്കുലർ ആണ്. ഓക്കെ, അതൊന്നും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം നമുക്ക് ക്ലിയർ ആവും. യെസ്, ഗുഡ്. ഓക്കെ, കൺക്ലൂഷൻ എ ടൈപ്പ് താഴെ തന്നിരിക്കുന്നതിൽ എ ടൈപ്പ് ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ രണ്ടും ഐ ടൈപ്പ് ആണ്. ഐ നിന്ന് കൺക്ലൂഷൻ വന്ന ഐ ടൈപ്പ് ആണ്. I+I കൺക്ലൂഷൻ ഇസ് നോട്ട് ദെയർ. പിന്നുള്ളത് കൺവേർഷൻ ആണ്. കൺവേർഷൻ എന്ന് പറയുമ്പോൾ സം ഡോക്ടേഴ്സ് ആർ ഫൂൾ എന്നുള്ള കൺവേർട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സം ഫൂൾസ് ആർ ഡോക്ടർ. ഉണ്ടോ? സം ഫൂൾസ് ആർ ഡോക്ടർ. ആൻഡ് ഹീസ് എ ഫൂൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്യാം. സി, ഹീ ഈസ് എ ഡോക്ടർ എന്നാണല്ലോ. സോ ഹീ ഈസ് എ ഡോക്ടർ. കണക്ട് ചെയ്ത് പറയാം, ഡോക്ടേഴ്സിൽ ഒരാളാണ്.
ഡോക്ടർ. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉള്ളിലായിട്ട് വരയ്ക്കാട്ടോ, ഞാൻ അങ്ങനെ വരയ്ക്കാത്തതാണ്. അതർവൈസ് വി ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് യൂണിവേഴ്സൽ കൺസെപ്റ്റിലേക്ക് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ശരിക്കും. എന്നാലും ഞാൻ വരയ്ക്കുന്നു. വരയ്ക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഹി ഈസ് എ ഡോക്ടർ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഹി ഈസ് എ ഡോക്ടർ. ഡോക്ടറിനകത്ത് അദ്ദേഹം വരുന്നു. ദെൻ സം ഡോക്ടേഴ്സ് ആർ ഫൂൾസ്. ചില ഡോക്ടേഴ്സ് ഫൂൾസ് ആണ്. ചില ഡോക്ടേഴ്സ് ഫൂൾസ് ആണ്. ഫൂൾസും ഡോക്ടറും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. ഇതാണ് നമുക്ക് വരച്ച് കിട്ടുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഹീസ് എ ഫൂൾ എന്ന് പറയുന്നത് ഫൂള് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് അകത്തല്ല. അദ്ദേഹം പൂർണ്ണമായിട്ട് ഫൂളിനകത്തല്ല. സോ ഹീസ് എ ഫൂൾ എന്ന് പറയുന്നത് റോങ് ആണ്. സം ഫൂൾസ് ആർ ഡോക്ടർ. ഫൂൾസും ഡോക്ടറും തമ്മിൽ കണക്ട് ചെയ്ത ഭാഗമുണ്ട്. സോ ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ഇവിടെ ഈ ഹീ യൂസ് ചെയ്തതുകൊണ്ടാണ് യൂണിവേഴ്സൽ രീതിയിൽ നമുക്കത് വരയ്ക്കാൻ പറ്റും, പർട്ടിക്കുലർ രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ ആണോ? ഓക്കെ സർ. ഓൾ ബേർഡ്സ് ഇത് നമ്മൾ ചെയ്തതാണ്. ഡു ദിസ്. ഓൾ കോട്ടൺ ആർ ജൂട്ട്. ഓൾ ജൂട്ട് ആർ ബ്രൗൺ. ആൻസർ പ്ലീസ്. മതി, ഇത്രയും ചെയ്താൽ മതി. പറയും എന്തുകൊണ്ട് എത്രയും ചെയ്താൽ ഞാൻ പറഞ്ഞത്. തന്നിരിക്കുന്ന രണ്ടും എ ടൈപ്പ് അല്ലേ. എ ടൈപ്പിൽ നിന്നും എ ടൈപ്പിലേക്ക് വരുന്നത് അനലിറ്റിക്കൽ മെത്തേഡ് വഴി മാത്രമാണ്. ബൈ ഇംപ്ലിക്കേഷൻ ആയാലും ബൈ കൺവേർഷൻ ആയാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഐ ടൈപ്പ് ആണ്. നമ്മളുടെ ആൻസറിൽ ഐ ടൈപ്പ് ഉണ്ടോ? ഐ ടൈപ്പ് ഇല്ല. സോ ഒറ്റ ആൻസറിനെ അവിടെ സ്കോപ്പ് ഉള്ളൂ. ഏത് ആൻസറാണ്? അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടുന്ന ആൻസർ. അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഓൾ കോട്ടൺ ആർ ബ്രൗൺ. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഇനി ഇംപ്ലിക്കേഷൻ നോക്കിയാലും ബൈ കൺവേർഷൻ നോക്കിയാലും കൺക്ലൂഷൻ വരേണ്ടത് എന്താണ്? ഐ ടൈപ്പ് മാത്രമേ വരൂ. എ ടൈപ്പിൽ നമുക്ക് ഈ ഒരു ആൻസർ മാത്രമേ കിട്ടൂ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഓൾ കോട്ടൺ ആർ ബ്രൗൺ? ഇല്ല, രണ്ടും തെറ്റാണ്. ഓക്കെ, രണ്ടും തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. നമുക്കത് വെൻ ഡയഗ്രാം വരച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സി, ഓൾ കോട്ടൺ ആർ ജൂട്ട്. കോട്ടൺ പൂർണ്ണമായിട്ടും ജൂട്ടിനകത്തായിട്ട് വരയ്ക്കാം. ഓൾ കോട്ടൺ ആർ ജൂട്ട്. ദെൻ ഓൾ ജൂട്ട് ആർ ബ്രൗൺ. ജൂട്ട് പൂർണ്ണമായിട്ടും ബ്രൗണിനകത്തായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആ കൺക്ലൂഷൻ നോക്കി. ഓൾ ബ്രൗൺ ആർ കോട്ടൺ. ബ്രൗൺ പൂർണ്ണമായിട്ട് കോട്ടനകത്താണോ? അല്ല. ഓൾ ബ്രൗൺ ആർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ബ്രൗൺ പൂർണ്ണമായിട്ട് കോട്ടനകത്താണെന്നാണ്. അങ്ങനെയല്ല. ദെൻ ഓൾ ജൂട്ട് ആർ കോട്ടൺ എന്ന് പറയുമ്പോൾ ജൂട്ട് പൂർണ്ണമായിട്ട് കോട്ടനകത്താണോ? അതുമല്ല. സോ രണ്ട് ഓപ്ഷനും തെറ്റാണ്. ഈ രണ്ട് ഓപ്ഷനും തെറ്റാണ്. നമ്മൾ ഈ പറയുന്ന വെൻ ഡയഗ്രാം വരച്ച് മനസ്സിലാക്കുന്നതിലും എളുപ്പമായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം പറയാൻ പറ്റില്ലേ? പറ്റില്ലേ? എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? ബിക്കോസ് വി നോ അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം അനലിറ്റിക്കൽ ടേബിളിന്റെ ആൻസർ എന്ന് പറയുന്നത് 2A ആണെങ്കിൽ A തന്നെ വരണം. 2A ആണെങ്കിൽ A എന്ന് പറയുന്ന ആൻസർ എന്താ? ഓൾ കോട്ടൺ ആർ ബ്രൗൺ എന്നുള്ളതാണ്. പിന്നെ ഇംപ്ലിക്കേഷൻ ആണെങ്കിൽ A ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് രണ്ടും A ആണ്. കൺവേർഷൻ ആയാലും A ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. തന്നിരിക്കുന്ന ഓപ്ഷൻ രണ്ടും A ആണ്. സോ ഒറ്റ ആൻസറേ Aയിൽ കിട്ടൂ, ഓൾ കോട്ടൺ ആർ ബ്രൗൺ. അതിവിടെ ഇല്ല. സോ റൈറ്റ് അവേ നമുക്ക് പറയാം രണ്ട് ഓപ്ഷനും ഫോളോ ചെയ്യില്ല. പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയോ? പ്ലീസ് പറയൂ, പെർഫെക്റ്റ് ആയോ? റെസ്പോണ്ട്. കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവും സാർ. ഓ ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തേ. ഓൾ ഹാർമോണിയംസ് ആർ ഇൻസ്ട്രുമെന്റ്സ്. ഓൾ ഇൻസ്ട്രുമെന്റ്സ് ആർ ഫ്ലൂട്ട്സ്. സെയിം ക്വസ്റ്റ്യൻ ആട്ടോ, നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേഗം ആൻസർ പറയാൻ പറ്റണം. സെക്കൻഡ്, ഓൾ ഹാർമോണിയംസ് ആർ ഫ്ലൂട്ട്സ്. അത് മാത്രമേ ആൻസർ ഉള്ളൂ. ഓൾ ഇവിടെ തന്നിരിക്കുന്ന എ ടൈപ്പ് ആണ്. സോ കൺക്ലൂഷൻ വരേണ്ടത് A to C ആണ്. A to C എന്ന് പറഞ്ഞാൽ ഓൾ ഹാർമോണിയംസ് ആർ ഫ്ലൂട്ട്സ്. ഓൾ ഹാർമോണിയംസ് ആർ ഫ്ലൂട്ട്സ്. പിന്നെ എ ടൈപ്പിൽ വേറൊരു ആൻസർ ഇവിടെ കിട്ടില്ല. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്.
ഡു സം മോർ. ഡു ദിസ്. ദയവ് ചെയ്ത് 3 സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യരുത്. അനലിറ്റിക്കൽ മെത്തേഡ് 2 സ്റ്റേറ്റ്മെന്റ് ഉള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. 3 സ്റ്റേറ്റ്മെന്റ് ഉള്ളപ്പോൾ ഗോ ഫോർ വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാം മാത്രമേ ഉള്ളൂ ഇവിടെ ഓപ്ഷൻ. എങ്ങനെ വരയ്ക്കാം? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ എപ്പോഴും യൂണിവേഴ്സൽ ഉണ്ടെങ്കിൽ അത് ആദ്യം വരയ്ക്കാം കേട്ടോ. യൂണിവേഴ്സൽ എന്താ? ഓൾ റബ്ബിഷ് ആർ മെൻ. റബ്ബിഷ് പൂർണ്ണമായിട്ടും മെനിനകത്തായിട്ട് വരയ്ക്കാം. ഓക്കെ, ഓൾ റബ്ബിഷ് ആർ മെൻ വരച്ചു. ഇനി മെന്നോ റബ്ബിഷോ ഉള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ സം ടോൾ ആർ റബ്ബിഷ് എന്നാണ്. സോ റബ്ബിഷിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ടോൾ വരയ്ക്കാം. സം ടോൾ ആർ റബ്ബിഷ്. ദെൻ സം ക്യൂട്ട് ആർ ടോൾ. ക്യൂട്ടും ടോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ക്യൂട്ട് വരയ്ക്കാം. കഴിഞ്ഞു. ഓക്കെ, ഇനി കൺക്ലൂഷൻ നോക്കി. സം മെൻ ആർ ടോൾ. മെന്നും ടോളും തമ്മിൽ കണക്റ്റഡ് ആവുന്നുണ്ടോ? ഉവ്. മെന്നും ടോളും തമ്മിൽ കണക്റ്റഡ് ആവുന്ന പോർഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ട്രൂ. സം ടോൾ ആർ മെൻ. മെൻ ആർ ടോൾ എന്ന് പറഞ്ഞാൽ ടോൾ ആർ മെൻ എന്ന് പറഞ്ഞാൽ രണ്ട് ശരിയാണ്. ഓക്കെ, 2 ഓപ്ഷന് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ചെയ്യാമല്ലോ ഇങ്ങനെ? യെസ് സർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ചെയ്യൂ. ആൻസർ പറയണേ. കിട്ടിയോ? ഓപ്ഷൻ 1 ഗുഡ്. 1 തന്നെയാണ് പറയുന്നത്. ഫൈൻ. സോ നമുക്ക് യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ലൈറ്റ്സ് ആർ വുഡ്സ്. ലൈറ്റ്സ് പൂർണ്ണമായിട്ടും വുഡ്സിനകത്താക്കി വരയ്ക്കാം. ഓൾ ലൈറ്റ്സ് ആർ വുഡ്സ്. ദെൻ സം പേപ്പേഴ്സ് ആർ വുഡ്സ്. സം പേപ്പേഴ്സ് ആർ വുഡ്സ്. പേപ്പറും വുഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടാകണം. ദെൻ ഓൾ പേപ്പേഴ്സ് ആർ ബോറിംഗ്. പേപ്പേഴ്സ് പൂർണ്ണമായിട്ടും ബോറിങ്ങിനകത്തായിട്ട് വരയ്ക്കുക. ഓക്കെ, അതായത് പേപ്പറിനെ മൊത്തം ബോറിങ്ങിനകത്ത് വരുന്ന രീതിയിൽ വരയ്ക്കുക. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡയഗ്രാം. ഇതിൽ നിന്നും സം ബോറിംഗ് ആർ വുഡ്സ്. സം ബോറിംഗ് ആർ വുഡ്സ് എന്ന് പറഞ്ഞാൽ ബോറിങ്ങും വുഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടോ? ഉണ്ട്. സം ബോറിംഗ് ആർ വുഡ്സ് ട്രൂ ആണ്. സം വുഡ്സ് ആർ ലൈറ്റ്സ്. സം വുഡ്സ് ആർ ലൈറ്റ്സ് ട്രൂ ആണ്. എന്തുകൊണ്ടല്ല? ബിക്കോസ് വുഡ്സ് ലൈറ്റും നിങ്ങൾ നോക്കി, വുഡ്സും ലൈറ്റും, വുഡ്സ് എന്ന് പറയുന്നത് ലൈറ്റിനകത്താ വന്നിരിക്കുന്നത്. ലൈറ്റ് എന്ന് പറയുന്നത് വുഡ്സിനകത്താ വന്നിരിക്കുന്നത്. അപ്പോൾ വുഡിനകത്തുള്ള ലൈറ്റിന്റെ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വുഡ് ആയിരിക്കില്ലേ? സോ സം വുഡ്സ് ആർ ലൈറ്റ് എന്ന് പറയുന്നത് ശരിയാണ്. ബിക്കോസ് ഇവിടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടായാൽ മതി. ഈ ലൈറ്റും വുഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് പൂർണ്ണമായിട്ടും ലൈറ്റും വുഡും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് ഓപ്ഷനും ശരിയാണ്. 2 ഓപ്ഷൻസും ട്രൂ ആണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അത് തെറ്റിക്കരുത്. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ പർട്ടിക്കുലർ ട്രൂ ആകണം. ഓക്കെ, യൂണിവേഴ്സൽ അവിടെ ട്രൂ ആണ്. അങ്ങനെയാണ് അതിന്റെ പർട്ടിക്കുലർ വരുമ്പോൾ അതും ട്രൂ ആകും. കൺവേർഷനും ട്രൂ ആണ്. ആ ഒരു കൺസെപ്റ്റ് അത് കിട്ടും. Do this. All songs are poem. All poems are rhymes. No rhyme is a paragraph. Both follow. Okay. See,
ഓൾ സോങ്സ് ആർ പോയംസ്. സോങ്സ് വരയ്ക്കുക. സോങ്സ് പൂർണ്ണമായിട്ടും പോയമിനകത്തായിട്ട് വരയ്ക്കുക. പോയം. ദെൻ ഓൾ പോയംസ് ആർ റൈംസ്. പോയംസ് പൂർണ്ണമായിട്ടും റൈംസിനകത്താക്കുക. ആൻഡ് നോ റെയിം ഈസ് എ പാരഗ്രാഫ്. റെയിമും പാരഗ്രാഫും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ. നോ സോങ് ഈസ് പാരഗ്രാഫ്. സോങ്ങും പാരഗ്രാഫും തമ്മിൽ ഒരു ബന്ധവുമില്ല. നോ പോയം ഈസ് പാരഗ്രാഫ്. പോയവും പാരഗ്രാഫും തമ്മിൽ ഒരു ബന്ധമില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യും. റൈറ്റ്. ദെൻ അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി. സം പെൻസ് ആർ കീസ്, സം കീസ് ആർ ലോക്സ്, സം ലോക്സ് ആർ കാർഡ്സ്, നോ കാർഡ് ഈസ് എ പേപ്പർ. ഓക്കെ, 1 and 2 പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. ഓൾ ചെക്ക് ചെയ്യാം. ആദ്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, നല്ലത്. നമുക്ക് ഇതിൽ തുടങ്ങാം. ഓൾ ലോക്സ് ആർ കാർഡ്സ്. ലോക്സ് പൂർണ്ണമായിട്ടും കാർഡാണ്. ഓൾ ലോക്സ് ആർ കാർഡ്സ്. ദെൻ കാർഡോ ലോക്കോ ഉള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ്. സം കീസ് ആർ ലോക്സ്. സം കീസ് ആർ ലോക്സ്. കീസ്. ദെൻ സം പെൻ ആർ കീസ്. സം pen are keys and no card is paper. No card is paper. കാർഡ് എന്ന് പറയുന്നത് പേപ്പർ അല്ല. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം നോ ലോക്ക് ഈസ് പേപ്പർ. ലോക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കാർഡിനകത്താണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാം ലോക്ക് എന്ന് പറയുന്നത് പേപ്പർ അല്ല. റൈറ്റ്, ബിക്കോസ് കാർഡ് എന്ന് പറയുന്നത് പേപ്പർ എന്ന് പറഞ്ഞു. ലോക്ക് പൂർണ്ണമായിട്ട് കാർഡിനകത്ത് വന്നിരിക്കുന്നത് പേപ്പർ ആവില്ല. സം കാർഡ്സ് ആർ കീസ്. കാർഡും കീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ. സം കാർഡ്സ് ആർ കീസ്, ട്രൂ ആണ്. സം കീസ് ആർ നോട്ട് പേപ്പേഴ്സ്. സം കീസ് ആർ നോട്ട് പേപ്പർ. അതായത് കീക്കകത്ത് ഈ കാർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം അതെന്തായാലും പേപ്പർ അല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ബാക്കിയുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കീക്കകത്ത് കാർഡുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഒരു കാരണവശാലും പേപ്പർ ആവില്ല. ബിക്കോസ് കാർഡ് എന്ന് പറയുന്ന ഒന്നും പേപ്പർ അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ തേർഡ് വൺ ഈസ് ഓൾസോ റൈറ്റ്. കത്തിയോ? ഓക്കെ, ഫൈൻ. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ് സർ. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. അത് കൂടുതൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് കനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ, അതിനുശേഷം അനലോജി ആൻഡ് ഡെഫിനിഷൻസിന്റെ ടൈപ്പ്, ഈ 3 ടോപ്പിക്കാണ് ഇന്നത്തെ സെഷൻസിൽ പെൻഡിങ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് നാളെ സെഷന്റെ ഒപ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് നൗ. ഇത്രയും ഏരിയാസ് ഒന്ന് നല്ല രീതിയിൽ നോക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂ നൗ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു എവരിവൺ. ഒരു ഡൗട്ട് പറയൂ. സർ, നമുക്ക് ഇതിന്റെ അകത്ത് ഈ സംഭവത്തിന് കൂടുതലും ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും അതോ മറ്റേ നമ്മളുടെ ആദ്യം പറഞ്ഞ ടോപ്പിക്കിലായിരുന്നോ ഇതിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാന്നൊക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്? ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ തരത്തിലുള്ള പ്രോബ്ലം ബേസ്ഡ് വരും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ റീസണിങ് ടൈപ്സ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ മൂഡ് ആൻഡ് ഫിഗർ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന്. പിന്നെ അത് കൂടാതെ ഫാലസീസിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതാണ് നോർമൽ പാറ്റേൺ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്തരം മുമ്പ് കഴിഞ്ഞ വർഷത്തിന് മുമ്പൊക്കെ ഇവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു പ്രോബ്ലം ബേസ്ഡ് ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാറുണ്ട്. ഓക്കെ.
അതുകൊണ്ട് ഓക്കെ ഒന്നും തന്നെ നമുക്ക് താങ്ക് യു വിട്ടുകളയാനില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, ഓക്കെ. ഓക്കെ സർ താങ്ക് യു താങ്ക് യു എവരി വൺ. വീണ്ടും നാളെ കാണാം. ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ.